Good morning. So last time we sets, functions and relations and the theory plus and the theory ആയിട്ടുള്ള basic ആയിട്ടുള്ള കുറച്ച് questions ഒക്കെ നമ്മൾ സോൾവ് ചെയ്തിരുന്നു. സോ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നമുക്ക് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി കൂടെ പറഞ്ഞിട്ട് നേരെ നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ഫസ്റ്റ് സെറ്റ്. സോ സെറ്റിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒന്ന് ഓപ്പറേഷൻസ്, യൂണിയൻ ഓപ്പറേഷൻസ്, ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്. ദെൻ n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാകും എന്നുള്ളത് 2 raised to n. n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര പ്രോപ്പർ സബ്സെറ്റ്സ് ഉണ്ടാകും എന്നുള്ളത് 2 raised to n minus 1. n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര നോൺ എം ടി പ്രോപ്പർ സബ്സെറ്റ് 2 raised to n minus 2. n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര നോൺ എം ടി സബ്സെറ്റ്സ് 2 raised to n minus 1. സോ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ അതിനകത്ത് കോംപ്ലിമെൻറ്റ് ഓപ്പറേഷൻ, A complement means E minus A. A minus B means A minus A intersection B. So എയിൽ നിന്ന് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ഒഴിവാക്കുന്നതാണ് A minus B. Then cross product നമ്മൾ പറഞ്ഞു. A cross B means set of all ordered pairs whose first element from set A and second element from set B. Okay. Then n of A union B joint sets ആണെങ്കിൽ n of A plus n of B minus n of A intersection B. Then എയും ബിയും സിയും ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ n of A union B union C, n of A plus n of B plus n of C minus n of A intersection B minus n of B intersection C minus n of A intersection C plus n of A intersection B intersection C എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ദെൻ നമ്മൾ ഫംഗ്ഷൻസിലേക്ക് വന്നാൽ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്തത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റൂൾ അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ഒരു റിലേഷൻ. എപ്പോഴാണ് അത് ഫംഗ്ഷൻ ആകുന്നത്? എയിലെ എല്ലാ എലമെൻറ്റ്സിനും ബിയിലെ ഒരേ ഒരു എലമെൻറ്റുമായിട്ട് മാത്രം, എയിലെ എല്ലാ എലമെൻറ്റ്സിനും ബിയിലെ ഒരേ ഒരു എലമെൻറ്റുമായിട്ട് മാത്രമാണ് റിലേഷൻ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫംഗ്ഷൻ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ അതിന് ശേഷം ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഫംഗ്ഷൻ ആവുകയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കാണ് ഫംഗ്ഷൻ എങ്കിൽ എവിടെ നിന്നാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അതിനെ ഡൊമൈൻ എന്നും, ഏത് സെറ്റിലേക്കാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അതിനെ കോ ഡൊമൈൻ എന്നും, സെറ്റ് ഓഫ് ഓൾ ഇമേജസ് അതിനെ നമ്മൾ റേഞ്ച് എന്നും വിളിക്കും. റേഞ്ചും കോ ഡൊമൈൻ തമ്മിലുള്ള റിലേഷൻ നമ്മളോട് പറഞ്ഞായിരുന്നു. റേഞ്ച് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് കോ ഡൊമൈൻ. ദെൻ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞു ഈവൻ ഫംഗ്ഷൻ, ഓഡ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. ദെൻ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെ വന്നാൽ ആ ഫംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഈവൻ ഫംഗ്ഷൻ. ദെൻ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വന്നാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓഡ് ഫംഗ്ഷൻ. സോ തിരിച്ചറിയാനായിട്ട് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ വേരിയബിൾസിൻ്റെ എല്ലാം പവർ ഈവൻ വാല്യൂ ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ വേരിയബിൾസിൻ്റെ എല്ലാം പവർ എന്തായിരിക്കും? ഓഡ് വാല്യൂ ആയിരിക്കും. ദെൻ മെയിൻലി നമുക്ക് 4 ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ഒന്ന് 1 1 on 2. സോ എന്താണ് ഒരു 1 1 ഫംഗ്ഷൻ? പറഞ്ഞിട്ട് പറയാം. 1 1 ഫംഗ്ഷൻ മീൻസ് എന്താണ്? ഡൊമൈനിലെ എല്ലാ എലമെൻറ്റ്സിനും ഡിഫറെൻറ്റ് ഇമേജ്, ദാറ്റ് മീൻസ് ഒന്നിനോട് മാത്രം കണക്ഷൻ വന്നാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 1 ഫംഗ്ഷൻ. ദെൻ മെനി ടു വൺ ഫംഗ്ഷൻ. ഇതാണ് മെനി ടു വൺ ഫംഗ്ഷൻ പറയുന്നത്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ മെനി ടു വൺ ഫംഗ്ഷൻ ആകുന്ന എപ്പോഴാണ്? എയിലെ അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ്സിനെങ്കിലും ബിയിലെ സെയിം ഇമേജ് ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഒന്നിൽ കൂടുതൽ ഒന്നിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് മെനി. വേർഡിൽ തന്നുണ്ട് മെനി ടു വൺ ഫംഗ്ഷൻ. ദെൻ ഡൊമൈൻ്റെ ബേസിസ് ഒന്നുകിൽ 1 1 അല്ലെങ്കിൽ മെനി ടു വൺ. സോ 1 to മെനി എന്താണ്? ഒരു ഇൻപുട്ടിന് ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് വന്നാൽ ഒരാൾക്ക് ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ റിലേഷൻ ഉണ്ടെങ്കിൽ അതെന്തല്ല? ഫംഗ്ഷൻ അല്ല, ജസ്റ്റ് റിലേഷൻ ആണ്. ദെൻ കോഡൊമൈൻ്റെ ബേസിസിൽ നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ, അതായത് കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റ്സിനും ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് വിളിക്കും? ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ദെൻ കോഡൊമൈനിലെ ഒരു എലമെൻറ്റിനെങ്കിലും പ്രീ ഇമേജ് ഇല്ല എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻ ടു ഫംഗ്ഷൻ. സോ നമ്മൾ കണ്ടു ഇത് രണ്ടും, അതായത് ഡൊമൈൻ്റെ ബേസിസിലും കോഡൊമൈൻ്റെ ബേസിലും രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നമ്മൾ 4 ടൈപ്പ് ഓഫ് മെയിൻ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. എന്താണ്? ഒന്ന് 1 1 on 2, ദെൻ 1 1 into, മെനി ടു 1 on 2 ആൻഡ് മെനി ടു 1 into. ഓക്കെ. ദെൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഡൊമൈനിലെ എല്ലാ എലമെൻറ്റ്സും ഒരു എലമെൻറ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ റേഞ്ചിൽ ഒറ്റ എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. അത് തിയറി ക്വസ്റ്റൻ ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും മാത്രമായിരിക്കും അതൊരു 1 1 on 2 ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യൂ. എയിൽ നിന്ന് ബിയിലേക്കാണ് ആക്ച്വൽ ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും. ദെൻ നമുക്ക്
എന്നാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. എഫും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷനാണ്. ദെൻ എഫ് കോമ്പോസിറ്റ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. എന്താണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടേക്ക് എന്താണ് ജി ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നതാണ് എന്ത് എഫ് ഓഫ് ജി ഓഫ് എക്സ്. അതേപോലെ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് മീൻസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ദാറ്റ് മീൻസ് ജി ഓഫ് എക്സിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ എഫ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കും. ഓക്കെ, ദെൻ നമ്മൾ റിലേഷൻ പഠിച്ചു. സോ എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. റിലേഷൻ മീൻസ് എന്താണ് എസ് ക്രോസ് എസിൻ്റെ സബ്സെറ്റ് ആയിരിക്കും എന്ത് ഒരു റിലേഷൻ. സോ നമുക്ക് 4 ടൈപ്പ് ഓഫ് റിലേഷനാണ് പഠിച്ചത്. ഒന്ന് റിഫ്ലക്സീവ് റിലേഷൻ. സോ ഒരു സെറ്റ് ഉണ്ട്, അതിലെ എല്ലാ എലമെൻസും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് തിയറിറ്റിക്കലി എങ്ങനെ പറയാം, all ordered pairs of the form pairs A, B, C, etc. ആണ് all ordered pairs of the form A cross A in all ordered pairs of the form AA ordered pair AA in S cross S ആണ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ റിഫ്ലക്സീവ്. ദെൻ സിമെട്രിക് എന്താണ്, ordered pair AB element of R ആണെങ്കിൽ എന്ത് മസ്റ്റായിട്ട് element of R ആയിരിക്കണം, ordered pair BA element of R. That means A related to B ആണെങ്കിൽ തിരിച്ച് B related to A related to B. That implies B related to A ആണ് സിമെട്രിക് റിലേഷൻ. സോ റിഫ്ലക്സ് റിലേഷൻ എന്താണ്, A related to A ആണെങ്കിൽ എല്ലാ എലമെൻസും അതിനോട് തന്നെ റിലേറ്റഡ് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം, റിഫ്ലക്സീവ്. ദെൻ സിമെട്രിക് പറഞ്ഞു. ദെൻ ട്രാൻസിറ്റീവ് എന്താണ്, A related to B and B related to C. That implies A related to C ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ട്രാൻസിറ്റീവ് റിലേഷൻ. That means ordered pair AB, ordered pair BC element of R. That implies ordered pair AC also element of R ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ട്രാൻസിറ്റീവ് റിലേഷൻ. ഒരു റിലേഷൻ 3 റിലേഷനും അതായത് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇക്വലൻസ് റിലേഷൻ. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ദെൻ ഇനി ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, ഒന്നോ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ വരെ ലിമിറ്റിനും കണ്ടിന്യൂറ്റിയിലും ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ എക്സാമിന് വരാവുന്നതാണ്. സോ എന്താണ് ലിമിറ്റ് എന്നുള്ള, സോ തിയറിയിലേക്കൊന്നും അധികം പോകുന്നില്ല, നമുക്ക് ഡെഫിനേഷൻ ഓഫ് ലിമിറ്റ്സ് നോക്കാം. In mathematics, a limit is defined as the value that a function approaches the output if the given input for the given input values. Limits are important in calculus, mathematical analysis, used to define integrals, derivatives, and a continuity. Okay, so നമുക്ക് definition f of x ഒരു function and a limit. We say that limit of f of x as x approaches L. Limit x tends to a f of x. So that means limit x tends to a f of x എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ ഈ എയുടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ, എൽ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ, സോ ഈ കോൺസ്റ്റൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. L is called the limit of the function. L is called the limit of the function. L is called the limit of the function. Then നമുക്ക് 3 ടൈപ്പ് ഓഫ് ലിമിറ്റ്സ് ആണ് വരുന്നത്. സോ ഇത് വെച്ചിട്ടാണ് ഇതിൽ നിന്നാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നത്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ ലിമിറ്റ് എത്രയാണ് എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടൈപ്പ് നമുക്ക് ഒബിയസ്ലി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നേരെ എക്സിൽ എഫ് ഓഫ് എക്സിൽ എക്സിന് എയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക, അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ. സംടൈംസ് നമുക്കൊരു ക്വസ്റ്റ്യൻ്റ് ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ 2 ഫ്രാക്ഷൻ ആയിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എന്നാണ്. ദാറ്റ് മീൻസ് ന്യൂമറേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. സോ നേരെ നമ്മൾ എന്ത് ചെയ്യും, എഫ് ഓഫ് എക്സ് ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷന് എക്സിൻ്റെ സ്ഥാനത്ത് എ ഇട്ട് കൊടുക്കും. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ജി ഓഫ് എ കണ്ടുപിടിച്ചാൽ മതി. എപ്പോഴാണ് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം, എന്ത് 0 ആകാൻ പാടില്ല, ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആയിക്കഴിഞ്ഞാൽ എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. സോ ആ കേസ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഇവിടെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ്. നേരെ എഫ് ഓഫ് എക്സിലും ജി ഓഫ് എക്സിലും എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ എയുടെ വാല്യൂ ന്യൂമറേറ്ററിലെ ഫംഗ്ഷനിലും ഡിനോമിനേറ്ററിലെ ഫംഗ്ഷനിലും എ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ജി ഓഫ് എ കിട്ടും. ജി ഓഫ് എ ഡിനോമിനേറ്റർ 0 അല്ലെങ്കിൽ നേരെ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. നേരെ എവിടെ ഫംഗ്ഷനകത്ത് എക്സിൻ്റെ പൊസിഷനിൽ നേരെ എന്ത് ചെയ്യുക, ഏതിനകത്തേക്കാണോ ഫംഗ്ഷൻ
അപ്രോച്ച് ചെയ്യുന്നത് ആ വാല്യൂ ഇട്ട് കൊടുത്ത് ഇപ്പോൾ എക്സ് ടെൻസ് ടു 2 ആണെങ്കിൽ എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ ജി ഓഫ് 2 കണ്ടുപിടിക്കുക. ഡിനോമിനേറ്റർ 0 അല്ലെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത് ലിമിറ്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് f of x limit x tends to a f of x divided by limit x tends to a f of x divided by g of x കണ്ടുപിടിക്കും. That means f of a divided by g of a, but g of a denominator 0 ആയാൽ സോ ഇവിടെ നമ്മൾ നോർമലി ചെയ്യുന്ന പ്രൊസീജിയർ ഇതാണ്. ക്യാൻസൽ കോമൺ ടേം എടുത്തിട്ട് രണ്ടിലും എഫ് ഓഫ് എക്സിലും ജി ഓഫ് എക്സിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ടേംസ് ഉണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇതിനെ വേറൊരു ഫോർമാറ്റിൽ ദാറ്റ് മീൻസ് സിംപ്ലിഫൈ ചെയ്തിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഈ ഫോർമാറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താ നേരെ വാല്യൂ ഇട്ട് കൊടുക്കാം. ബട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും ഒന്നും ചെയ്ത് സമയം കളയരുത്. ഡിനോമിനേറ്റർ 0 അല്ലെങ്കിൽ 0/0 വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ യൂസ് ചെയ്യുന്നത് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയും. ദാറ്റ് മീൻസ് ന്യൂമറേറ്ററിൽ ഉള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, എന്നിട്ട് എന്താണ് ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുന്നു. സോ ഒബ്വിയസ്ലി നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുന്നു, ആൻസർ കിട്ടും. അത്രയും ചെയ്താൽ മതിയാകും. സോ ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് ഡെറിവേറ്റീവ് പഠിച്ചില്ല എങ്കിലാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്സ് വരുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടാകും, ജസ്റ്റ് ന്യൂമറേറ്ററിലെ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുക്കാം, ഡിനോമിനേറ്ററിലെ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുക്കാം. അതായത് ഇതെപ്പോഴാണ് നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂളിലേക്ക് പോകേണ്ടത്? ഡിനോമിനേറ്റർ 0 വരുന്ന കേസിൽ നമുക്ക് ചിലപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. നേരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 വരാത്ത കേസാണെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല, നേരെ എഫ് ഫംഗ്ഷനകത്ത് എക്സിന് നേരെ എ എന്താണോ ലിമിറ്റിംഗ് വാല്യൂ, ലിമിറ്റ് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ അത് ഇട്ട് കൊടുക്കുക, ആൻസറിലേക്ക് വരിക. ദെൻ ടൈപ്പ് 3 വരുന്നത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരുന്ന കേസാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. സോ ഇത് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്കറിയില്ല, വെരി വെരി ലാർജ് നമ്പർ എന്നുള്ള കോൺസെപ്റ്റാണ്. സോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന രീതിയിൽ വന്നാൽ അവിടെയും നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യും? എൽ ഹോസ്പിറ്റൽ റൂൾ. സോ ദാറ്റ് മീൻസ് ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുക്കുന്നു, നേരെ എന്ത് ചെയ്യുന്നു? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും, നേരെ ആൻസർ അതായിരിക്കും എന്ത് ലിമിറ്റ്. 3 ടൈപ്പ്. 1 ഡിനോമിനേറ്റർ 0 വരാത്ത, 2 ഡിനോമിനേറ്റർ 0 അല്ലെങ്കിൽ 0/0, 3 ടെൻസ് ടു ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരുന്ന കേസ് നേരെ എൽ ഹോസ്പിറ്റൽ റൂൾ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ലിമിറ്റിൽ 3 ടൈപ്പ് ഓഫ് ഈ 3 ടൈപ്പ് ഓഫ് പ്രശ്നം നമുക്ക് എന്തേ ഉള്ളൂ ചോദിക്കാൻ, ലിമിറ്റിൽ ചോദിക്കാനുള്ളൂ. ദെൻ ഇത് സോൾവ് ചെയ്യാനായിട്ട് 1-2 ഫോർമുല ഓർത്തിരിക്കണം. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന ബേസിക് ലിമിറ്റിംഗ് തിയറം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ഈക്വൽ ടു എമ്മും ആണെങ്കിൽ, അതായത് ലിമിറ്റിംഗ് വാല്യൂ എക്സാക്ട്ലി കിട്ടുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ limit x tends to a f of x plus limit x tends to a g of x equal to the limit x tends to a f of x L ആണ്, limit x tends to a g of x m ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? L plus m. സോ അതേപോലെ രണ്ടാമത്തെ limit x tends to a f of x limit x tends to a f of x minus g of x, limit x tends to a f of x minus g of x. So നമുക്ക് എങ്ങനെ എഴുതാം? limit x tends to a f of x minus limit x tends to a g of x. സോ എന്ത് കിട്ടും? L മൈനസ് എം. ഒന്ന് പ്ലസ് ആകുന്ന കേസിൽ L പ്ലസ് എം, രണ്ടാമത് മൈനസ് ആകുന്ന കേസിൽ L മൈനസ് എം. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നതെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്,
limit x tends to a f of x into g of x. Limit x tends to a f of x into g of x equal to the limit x tends to a f of x into limit x tends to a g of x ആണ് വരുന്നത്. എന്ത് വരും? L into m. L into m. നേരെ മറിച്ച് ഡിവിഷൻ ആണെങ്കിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിവിഷൻ വരുമ്പോൾ എന്താണ്? ആ ഡിനോമിനേറ്റർ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. ലിമിറ്റ് x tends to a f of x divided by g of x. That means നമുക്ക് ഇങ്ങനെ എഴുതാം, limit x tends to a f of x divided by limit x tends to a g of x equal to L by m. Obviously നമുക്ക് എന്ത് മസ്റ്റായിട്ട് പറയണം? m not equal to 0. ഡിനോമിനേറ്റർ 0 വന്നാൽ not defined ആണ്. Then ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സി കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആദ്യം പുറത്തെടുക്കുന്നു ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. ഇത് ഓൾറെഡി എല്ലാം എന്നറിയാം. ദാറ്റ് മീൻസ് സി ഇൻറ്റു എൽ വിൽ ബി ദ ആൻസർ. സി ഇൻറ്റു എൽ. Okay, then limit of a constant function അല്ല, കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. അതിനകത്ത് എന്താണ്? വേരിയബിൾ ഒന്നും വരാനില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സി, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എന്നോ അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എന്നിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഒരു 3 എന്നാണെങ്കിൽ കോൺസ്റ്റന്റ്, അതിനകത്ത് വേരിയബിൾ ഇല്ല എങ്കിൽ എന്താണ്? ഒന്നും തന്നെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. therefore ലിമിറ്റ് എന്ത് വരും? സി തന്നെ വരും. കോൺസ്റ്റന്റ് ലിമിറ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. കോൺസ്റ്റന്റ് ലിമിറ്റ് കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. ഇത്രയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എല്ലാം യൂസ്ഫുൾ ആകുന്ന ബേസിക് ലിമിറ്റിംഗ് തിയറംസ് ആണ്. ദെൻ ഇമ്പോർട്ടൻറ്റ് ഫോർമുല നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഫോർമുലയാണിത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഫോർമുല അറിയാമെങ്കിൽ ഒറ്റയടിക്ക് വേറെ ഒന്നും ചെയ്ത് സമയം കളയണ്ട, നേരെ ആൻസറിലേക്ക് വരാം. ഫസ്റ്റ് വൺ നമുക്ക് ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എം എക്സ്, ദെൻ എ, ദെൻ ലോഗ്, അങ്ങനെ ഒരേപോലത്തെ 6 എണ്ണമാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ദെൻ ഒരു 2 ഫോർമുലയും കൂടെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ലിമിറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം. നമുക്ക് നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി ഒന്ന് എങ്ങനെ വരുന്നതെന്നൊന്ന് മനസ്സിലാക്കുകയാണ്. സോ നോർമലി നമ്മൾ ചെയ്യുന്നത് എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. നേരെ എന്ത് ചെയ്യും? നമ്മൾ എക്സിന് 0 ഇട്ട് കൊടുക്കും അല്ലേ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ഇ റേസ് ടു 0 മൈനസ് 1 ഡിവൈഡഡ് ബൈ 0. ദറ്റ് മീൻസ് നമുക്ക് ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇനി നമ്പർ റേസ് ടു 0 നമ്മൾ ഇൻഡീസസിൽ പഠിച്ചായിരുന്നു 1 ആണ്. 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 0 ദാറ്റ് മീൻസ് 0 ബൈ 0. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? എൽ ഹോസ്പിറ്റൽ റൂളാണ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. കോൺസ്റ്റൻ്റ് എക്സിൻ്റെത് 1 ആണ്. നോക്കുക, അപ്പം എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇങ്ങനെ വന്നു. ഇ റേസ് ടു 0 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് മീൻസ് ഇ റേസ് ടു 0 എന്താണ്? 1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇത്രയും ചെയ്ത് സമയം കളയേണ്ട. ഈ ഫോമുല ഓർമ്മയുണ്ടെങ്കിൽ ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. limit x tends to 0 e raised to mx minus 1 divided by x equal to m ആണ്. e raised to mx minus 1 divided by x equal to m. e raised to mx minus 1 divided by x equal to m ആയിരിക്കും. ഓക്കെ, then limit x tends to 0 e raised to mx minus 1 divided by mx is equal to 1 ആയിരിക്കും. e raised to എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ നമുക്ക് 3 ഫോമുലയാണുള്ളത്.
ഇമ്പോർട്ടൻറ്റ് ലിമിറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 e raised to x minus 1 ഡിവൈഡഡ് ബൈ x ഈക്വൽ ടു 1 ആയിരിക്കും. ദെൻ സെക്കൻഡ് വൺ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 e raised to mx minus 1 ഡിവൈഡഡ് ബൈ x is equal to m ആയിരിക്കും. ദെൻ തേർഡ് വൺ e raised to mx minus 1 ഡിവൈഡഡ് ബൈ mx is equal to 1 ആണ്. ദെൻ a raised to x വരുന്ന കേസിൽ ലിമിറ്റ് x tends to 0. ഇവിടെ എല്ലാം എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഫോമിലോട്ട് വരുന്നത്. ബട്ട് ഇങ്ങനെ വന്നാൽ നമുക്ക് നേരെ എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ പോലും അപ്ലൈ ചെയ്ത് സമയം കളയേണ്ട, നേരെ ആൻസറിലേക്ക് എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 a raised to x minus 1 divided by x ഈക്വൽ ടു log a to the base e. log a to the base e. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ a raised to 0 1 minus 1 divided by 0 കിട്ടും. a raised to x-ൻ്റെ ഡെറിവേറ്റീവ് ആണ് a raised to x log a to the base e. then x-ന് 0 കൊടുക്കുമ്പോൾ a raised to 0 1 വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, log a to the base e. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തന്നെയാണ് a raised to x-ന് സ്ഥാനത്ത് a raised to mx വരും. then മൂന്നാമത്തത് താഴത്തെ ഡിനോമിനേറ്ററിൽ x-ന് വരും mx വരും. ഓക്കെ, സെക്കൻഡ് വൺ ലിമിറ്റ് x tends to 0 a raised to mx minus 1 divided by x equal to m into log a to the base e. m into log a to the base e. then denominatorൽ mx വരുന്ന കേസ് ഫസ്റ്റ് e raised to ആയിരുന്നു, ഇവിടെ ഇപ്പോൾ a raised to. ലിമിറ്റ് x tends to 0 a raised to mx minus 1 divided by mx equal to എന്താണ് m ക്യാൻസൽ ആയിട്ട് log a to the base e. log a to the base e. ഇതിനടുത്തത് ലോഗിൻ്റെത് ഇതേപോലത്തെ മൂന്ന് ഫോമുല ലോഗ് വരുന്ന കേസിൽ ലിമിറ്റ് x tends to 0 log of 1 plus x divided by x equal to 1 ആണ്. then second one limit x tends to 0 log of 1 plus mx divided by x equal to m ആണ്. then third one limit x tends to 0 log of 1 plus mx divided by mx. limit x tends to 0 log of 1 plus mx divided by mx is equal to 1. ഈ 9 ഫോമുല പ്ലസ് നമുക്ക് അടുത്ത ഫോമുലയും കൂടാണ് മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട്. നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്താൽ കിട്ടും. ബട്ട് കുറച്ചുകൂടെ എക്സാമിന് ഈ ഫോമുല ഓർത്തിരിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് നേരെ ആൻസറിലേക്ക് എത്താം. ലിമിറ്റ് x tends to a x raised to n minus a raised to n divided by x minus a. ഈ ഒരു ഫോർമാറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് നേരെ n into a raised to n minus 1. ആൻസർ വിൽ ബി n into a raised to n minus 1. then ഒരു ഫോർമുലയും കൂടാണ് ഓർത്തിരിക്കേണ്ടത്. ലിമിറ്റ് x raised to n minus a raised to n divided by x minus aക്ക് പകരം m പവർ വരുന്ന കേസ്. limit x tends to a x raised to n minus a raised to n divided by x raised to m minus a raised to m equal to n into a raised to n minus m divided by m. ഈ ഒരു ഫോമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമുക്ക് ഈ ഫോമുല അറിയാമെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്താൽ കിട്ടുന്നതിനെക്കാട്ടിലും സ്പീഡിൽ നമുക്ക് നേരെ ഈ ഫോമുല അപ്ലൈ ചെയ്താൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. വെരി ഇമ്പോർട്ടൻറ്റ് ഫോമുല. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ലിമിറ്റ്സിൽ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ആണെങ്കിൽ 1/x എന്ന് പറയുന്നത് 1/0 ഡസ് നോട്ട് എക്സിസ്റ്റ്. 1/0 ദറ്റ് മീൻസ് നോട്ട് ഡിഫൈൻഡ്. അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ദെൻ ഉണ്ടോ ലിമിറ്റിൽ ഇതാണ് നമുക്ക് 3 ടൈപ്പ് ഓഫ് ലിമിറ്റ് ഉണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്ന 3 ടൈപ്പ് ഓഫ് ലിമിറ്റാണ്. ഒന്ന്, നേരെ എക്സിന് എക്സ്റ്റെൻസ് ടു ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ആണെങ്കിൽ പോലും, ഫ്രാക്ഷൻ അല്ലെങ്കിൽ നോ ഇഷ്യൂസ്, നേരെ ഇട്ട് കൊടുക്കുക ആൻസർ ആണ്. സോ ഡിനോമിനേറ്റർ 0 വരുന്നില്ലെങ്കിൽ നേരെ ഒന്നും ചെയ്യേണ്ട. ഡിനോമിനേറ്റർ 0യോ 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വന്നാൽ നേരെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക.
ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, ലിമിറ്റിംഗ് വാല്യൂ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഒരു കോൺസ്റ്റൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ 0 അല്ലാതെ വന്ന് കോൺസ്റ്റൻറ്റ് കിട്ടും. അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ദെൻ കണ്ടിന്യൂറ്റി ആണ്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്ക് ഒറ്റ കാര്യം മാത്രം നമ്മൾ മെയിൻലി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടത്. ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. രണ്ട് രീതിയിലാണ് പറയുന്നത്. തിയറി പറയുകയാണെങ്കിൽ നമുക്ക് the function f of x is said to be continuous at point x equal to a. x equal to a എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ലോഗ് ലിമിറ്റ് ആണ്. limit x tends to a minus f of x equal to limit x tends to a plus f of x. That means എന്താണ് RHLും LHLും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഇത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിലാണ് നമുക്ക് എന്ത് പറയുന്നത്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തിനോട് ഈക്വൽ ആകണം, ഫംഗ്ഷന് ആ വാല്യൂ ഇട്ട് കൊടുത്താൽ. ദാറ്റ് മീൻസ് ഇതാണ് നമുക്ക് ഇപ്പം ഇത് 2 ആണെന്നിരിക്കട്ടെ. സോ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് അതായത് 1.999 ഏറ്റവും അടുത്ത് വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ ഇട്ട് കൊടുത്താലും റൈറ്റ് ഹാൻഡ് അപ് ടു ദിസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ 2.0001 ഈ ഉണ്ടോ, ഈ രണ്ട് വാല്യൂവിൽ ഇട്ട് കൊടുത്താലും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സാക്ട്ലി ആ ഫംഗ്ഷന് ആ പോയിന്റിലെ എ എന്ന് പറയുന്ന വാല്യൂ എ ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടണം, സെയിം കിട്ടണം. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഈ ഒരു ഇൻ്റർവെല് മുഴുവൻ സെയിം വാല്യൂ എന്ന മീനിങ് ആണ് ഇതിനകത്ത് വരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈ അറ്റത്തും ഇവിടെയും ഈ പറയുന്ന മിഡിൽ പോയിന്റ് എ ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് എന്താണ് സെയിം വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് ആ ലിമിറ്റ് അല്ലെങ്കിൽ ആ ഇൻ്റർവെല് മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് സെയിം വാല്യൂ കിട്ടുന്നു. കണ്ടിന്യൂസ് ആയിട്ട് സെയിം വാല്യൂ കിട്ടുന്നെങ്കിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിനെ ആ ഫംഗ്ഷനെ നമ്മൾ കണ്ടിന്യൂസ് അറ്റ് ഓൺ എ പോയിന്റ് x equal to a. That means നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നറിയാൻ, കണ്ടിന്യൂസ് ആണോ നോക്കാനായിട്ട് എന്തുമാത്രം ചെയ്താൽ മതി, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് അത് എക്സിസ്റ്റ് ചെയ്യുകയും വേണം. അത് എന്തിനോട് ഈക്വൽ ആകണം, ആ ഫംഗ്ഷന് ഡയറക്റ്റ് ആ എ എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ ഈക്വൽ ആകുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദെൻ f of x is continuous at x equal to എന്ന്. ദാറ്റ് മീൻസ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, എഫ് ഓഫ് എയോട് ഈക്വൽ ആണോ. ദാറ്റ് മീൻസ് LHL ലിമിറ്റ് ആ ഒരു ഇൻ്റർവെല്ലിൽ രണ്ട് അറ്റത്തും സെയിം വാല്യൂ ആണോ, നടുക്ക് എഫ് ഓഫ് എ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂം സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ആ ഇൻ്റർവെൽ മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് സെയിം വാല്യൂ ആണ്. ദാറ്റ് മീൻസ് എന്ത് പറയാം, ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. സോ ഇത്രയാണ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി. നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞതുപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിച്ചതുപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂറ്റിയിൽ ചോദിച്ചിട്ടുണ്ട്. സോ ലിമിറ്റ്സ് കണ്ടിന്യൂറ്റി രണ്ടിലെയും ഓരോ ക്വസ്റ്റ്യനും ഫ്യൂച്ചറിൽ നമുക്ക് നിങ്ങളുടെ മെയ് എക്സാമിന് വേണമെങ്കിൽ രണ്ടിലും ഓരോ ക്വസ്റ്റ്യനും വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ 7th ചാപ്റ്ററിലെ തിയറി ആയിട്ടുള്ളത്. ദെൻ ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്, the set of lines on the set of lines being perpendicular is satisfies which property. So കുറേ ലൈൻസ് ഉണ്ട്. being perpendicular എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. പെർപെൻഡിക്കുലർ നമുക്ക് 3 ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്, റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. 3 കൂടെ ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം, ഈക്വലൻസ് റിലേഷൻ. സോ നമുക്ക് ഒരു പ്ലെയിനിൽ കുറേ ലൈൻസ് സ്ട്രൈറ്റ് ലൈൻസ് ഉണ്ട്. സോ അതിൽ വരുന്ന റിലേഷൻ എന്താണ്,
being perpendicular to അല്ലെങ്കിൽ ഈസ് പെർപെൻഡിക്കുലർ ടു ആണ് വരുന്നത്. അത് എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണെന്ന് നോക്കണം. സോ നമുക്ക് നോക്കാം 3 ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ സ്പെസിഫിക്കലി നമുക്ക് 3 ടൈപ്പാണ്. ഇത് 3 കൂടെ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത് ഈക്വലൻസ്. സോ ഫസ്റ്റ് നമുക്ക് റിഫ്ലക്സീവ് ആണെന്ന് നോക്കാം. നമ്മൾ തിയറി കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു. ഇത് ഒരു ജനറൽ പ്രോബ്ലത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് റിഫ്ലക്സീവ് ആണെന്ന് നോക്കാം. റിഫ്ലക്സീവ് ആണെങ്കിൽ എന്താണ്? എ റിലേറ്റഡ് ടു എ അല്ലേ? റിഫ്ലക്സീവ് ആണെങ്കിൽ എ റിലേറ്റഡ് ടു എ ആണ്. ഞാൻ എ എന്ന് പറയുന്ന ഒരു ലൈൻ എടുക്കുകയാണ്. റിഫ്ലക്സീവ് ആണെങ്കിൽ എ എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു എ വരണം. ഒരു ലൈൻ അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആയിരിക്കുമോ? ഒരു ലൈൻ, ഏത് ലൈൻ എടുത്താലും അതിനോട് തന്നെ എന്താണ്? പാരലലാണ്, പെർപെൻഡിക്കുലർ. 90 ഡിഗ്രിയിൽ ഒരിക്കലും എന്താണ്? അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഏത് ലൈൻ എടുത്താലും അത് അതിനോട് തന്നെ പാരലലാണ്. സോ ഇത് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല. ആക്ച്വലി എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ലൈൻ അതിനോട് തന്നെ പാരലലാണ്. സോ ദാറ്റ് മീൻസ് എന്ത് ആകില്ല? ഈസ് പെർപെൻഡിക്കുലർ ടു എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആകില്ല. സെക്കൻഡ് വൺ സിമെട്രിക്. സിമെട്രിക് ആകുന്ന എപ്പോഴാണ്? എ റിലേറ്റഡ് ടു ബി, ദാറ്റ് ഇംപ്ലൈസ് ബി റിലേറ്റഡ് ടു എ. അതാന്ന് പറഞ്ഞത്. ഇവിടുത്തെ റിലേഷൻ എന്താണ്? എ എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു ബി, ദാറ്റ് ഇംപ്ലൈസ് ബി പെർപെൻഡിക്കുലർ ടു എ ആണെങ്കിൽ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു ബി, എ പെർപെൻഡിക്കുലർ ടു ബി, എ എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ. നോക്കുക, എ പെർപെൻഡിക്കുലർ ടു ബി ആണെങ്കിൽ എങ്ങനെ വരും? ഇതാണ് എ എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു ബി ആണെങ്കിൽ നോക്കിയേ 90 ഡിഗ്രി തിരിച്ചും എന്തായിരിക്കും? ബി എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു എ ആയിരിക്കും. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? ബി എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു എ എന്ന് പറയുന്ന ലൈനാണ്. ദെർഫോർ എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഈസ് പെർപെൻഡിക്കുലർ ടു എന്താണ്? റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് ആണെന്ന് കിട്ടി. ഇനി എന്തുകൊണ്ടാണെന്ന് നോക്കാം. ട്രാൻസിറ്റിവിറ്റിയും കൂടെ നോക്കാം. ഇവിടെ നമുക്ക് 2 ഇല്ല, ഇത് വെച്ച് നമുക്ക് ആൻസർ എഴുതാം. ബട്ട് നമുക്കൊന്ന് നോക്കാം. അറിഞ്ഞിരിക്കേണ്ടതാണ്, നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ട്രാൻസിറ്റീവ് എപ്പോഴാണ് ട്രാൻസിറ്റീവ് വന്നത്? എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി, ദാറ്റ് ഇംപ്ലൈസ് എ റിലേറ്റഡ് ടു സി ആണ്. അല്ല, ഇവിടുത്തെ റിലേഷൻ എന്താണ്? ഈസ് പെർപെൻഡിക്കുലർ ടു ആണ് ഇവിടുത്തെ റിലേഷൻ. സോ ദാറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ടു, ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു ബി എന്ന് പറയുന്ന ലൈനാണ്. ആൻഡ് ബി എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു സി എന്ന് പറയുന്ന ലൈനാണ്. സോ ദാറ്റ് ഇംപ്ലൈസ്, നമുക്കൊന്ന് വരച്ച് നോക്കാം. ദാറ്റ് ഇംപ്ലൈസ് എ പെർപെൻഡിക്കുലർ ടു, എ എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു സി എന്ന് പറയുന്ന ലൈൻ വരണം. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുകയാണ്. ഇതാണ് എ എന്ന് പറയുന്ന ലൈൻ. എക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ബി വരച്ചു, ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് സി വരച്ചു. നോക്കിയേ, എയുടെയും സിയും എന്താണ്? എയും സിയും പെർപെൻഡിക്കുലർ ആയിട്ട് വരില്ല, പകരം എന്തേ വരത്തുള്ളൂ? പാരലൽ ആയിട്ടേ വരത്തുള്ളൂ. എ എന്ന് പറയുന്ന ലൈൻ പാരലൽ ടു സി ആണ്. എ എന്ന് പറയുന്ന ലൈൻ പാരലൽ ടു സി ആണ്. ദെയർഫോർ ഈസ് പെർപെൻഡിക്കുലർ ടു, അല്ലെങ്കിൽ ബീയിങ് പെർപെൻഡിക്കുലർ ടു എന്ന് പറയുന്ന എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്? സിമെട്രിക് റിലേഷൻ ആണ്. സിമെട്രിക് റിലേഷൻ. ക്ലിയർ ആണോ? ആണോ? Clearly? Then next one. Of total 150 students, 45 passed in accounts, 13 economics, 15 maths,
30 in both accounts and maths, 32 in both maths and economics, 35 in both accounts and economics, 25 students passed in all three subjects. Find the number who passed in at least any one of subject. ഇവിടെ ഒക്കെ നമുക്ക് കുറേ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഹൂ പാസ്ഡ് അറ്റ് ലീസ്റ്റ്. അറ്റ് ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ ഉണ്ടാവും അക്കൗണ്ട്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, മാത്സ്. ദാറ്റ് മീൻസ് അക്കൗണ്ട്സ് ഓർ at least any subject means ഒന്നുകിൽ accounts or economics or maths. ഇതിൽ ഏതെങ്കിലും ഉണ്ടോ? or means എന്താണ്? യൂണിയൻ. സോ നമുക്കിത് എങ്ങനെ എഴുതാം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n of accounts യൂണിയൻ, എക്കണോമിക്സ് യൂണിയൻ, മാത്സ്. അപ്പോൾ നമ്മൾ n of a യൂണിയൻ b യൂണിയൻ c എടുത്തതുപോലെ ഫോമുല എടുക്കുക. n of a plus n of e plus n of m minus n of a intersection e minus n of a intersection m minus n of b intersection m, e intersection m plus n of a intersection e intersection m. Okay, so നമുക്ക് ഇവിടെ വാല്യൂസ് എല്ലാം ഗിവൺ ആണ്. n of a ക്വസ്റ്റ്യനിൽ നമുക്ക് വാല്യൂസ് എടുക്കാം. n of a അക്കൗണ്ട്സിന് 45 പാസ്ഡ് ഇൻ അക്കൗണ്ട്സ്, ദാറ്റ് മീൻസ് നേരിട്ട് കൊടുക്കാം 45 പ്ലസ് 30 പാസ്ഡ് ഇൻ എക്കണോമിക്സ്, ദാറ്റ് മീൻസ് n of e 30, then plus 50 passed in maths, that means n of m 50, then 13 both accounts and maths, that means n of a intersection accounts-നും maths-നും പാസ്സായവർ, അക്കൗണ്ട്സിനും എക്കണോമിക്സിനും പാസ്സായവർ എത്രയാണ്? ബോത്ത് മാത്സ് ആൻഡ് 35 ആണ്. അക്കൗണ്ട്സിനും എക്കണോമിക്സിനും പാസ്സായവർ 35 മൈനസ് accounts and maths 30, 13 both accounts and mathematics 30, then economics and maths എത്രയാണ്? 32 പ്ലസ് 3നും പാസ്സായവർ എത്രയാണ്? 25. നേരെ ഇവിടെ നമുക്ക് നേരെ നമ്മുടെ n of a യൂണിയൻ b യൂണിയൻ c ഫോമുല ഇട്ട് കൊടുത്തു. നേരെ ആൻസറിലേക്ക് വരെ എത്ര കിട്ടുമെന്ന് പറയാമോ? $45 plus 30 plus 50 minus 35 minus 30 minus 32 plus 25. Ready? 53 is the right answer. 53 is the right answer. 53. Then സെറ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? a minus c cross b, a minus c cross b. ഒന്ന് സോൾവ് ചെയ്യാമോ? a minus c cross b, a minus c cross b, a minus c cross b. എ ബി എ സി എ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എ മൈനസ് സി കണ്ടുപിടിക്കാം. എ മൈനസ് സി എന്താണ്? എ മൈനസ് സി എയിൽ നിന്ന് എയിലും സിയിലും കോമൺ ആയിട്ടുള്ളതിനെ മാറ്റിയിട്ട് എയിൽ മാത്രമുള്ളത്. സോ എയിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആണുള്ളത്? 1 2 3 4 5, സിയിൽ 1 3 5. ദാറ്റ് മീൻസ് എ മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്? 1 1 3 3 5 5. സോ ദാറ്റ് മീൻസ് റിമൈനിങ് എന്ത് കിട്ടും? എ മൈനസ് സി സെറ്റ് 2 4.
സോ നമുക്ക് വേണ്ടത് ബി അറിയാം. ബി എന്താണ്? സെറ്റ് 2, 4 ആണ്. ദെൻ എ മൈനസ് സി ക്രോസ് ബി ആണ്. വേണ്ട എന്താണ്? എ ക്രോസ് ബി അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് ഹൂസ് ഫസ്റ്റ് മെമ്പർ. നോക്കിയേ, ഇവിടെ ഫസ്റ്റ് സെറ്റ് ഏതാണ്? ആദ്യം വരുന്ന സെറ്റ് എ മൈനസ് സി. ഫസ്റ്റ് മെമ്പർ എവിടെ നിന്നായിരിക്കണം? എ മൈനസ് സിയിൽ നിന്നായിരിക്കണം. സെക്കൻഡ് മെമ്പർ ബിയിൽ നിന്നായിരിക്കണം. രണ്ടും 2ഉം 4ഉം 2ഉം 4ഉം ആയതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരില്ല. എന്ത് വരും? 2, 2 ഓർഡേർഡ് പെയർ 2, 2 ഓർഡേർഡ് പെയർ 2, 4 ഓർഡേർഡ് പെയർ 4, 2 ഓർഡേർഡ് പെയർ 4, 4. ചോയ്സ് ഏത് വരും? ചോയ്സ് 2, 2, 2, 4, 4, 2, 4, 4. That means choice D is the right answer. Choice D is the right answer. Choice D is the right answer. Okay, then next question. നമുക്ക് രണ്ട് ഫങ്ഷൻസ് തന്നിരിക്കുന്നു. എഫ് ഫ്രം ആർ ടു ആർ. എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. ദെൻ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് എത്രയാണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x plus 1, comma, g of x equal to 2x minus 3. F of x is equal to x square plus 3x plus 1. G of x equal to 2x minus 3. 2x minus 3. So then നമുക്ക് വേണ്ടതാണ് f composite g of x. f composite g of x. f composite g of x എന്ന് പറഞ്ഞാൽ എന്താണ്? f of g of x. f of g of x എന്ന് പറഞ്ഞാൽ എന്താണ്? f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? g of xന്റെ ഫംഗ്ഷൻ വാല്യൂ ആയ 2x മൈനസ് 3 ഉണ്ട്. അതായത് ഈ എക്സിന് പകരം 2x മൈനസ് 3, ഈ എക്സിന് പകരം 2x മൈനസ് 3, ബാക്കിയെല്ലാം ആസ് ഇറ്റ് ഈസ്. എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ എന്താണ്? എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? ജി ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ വാല്യൂ ആയിട്ടുള്ള 2x മൈനസ് 3 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം ഇത്? 2x minus 3 the whole square plus 3 into 2x minus 3 plus 1. 2x minus 3 the whole square plus 3 into 2x. 3 into 2x minus 3 plus 1. So 2x minus 3 the whole square. Okay, ഇങ്ങനെ എടുക്കാം. 2x ന്റെ സ്ക്വയർ 4x square minus 2ab. 2 into 2 into 3. That means 2 into 2, 4 into 3, 6. Sorry, 2 into 2, 4 into 3, 12. 12x plus 9. Then ഇവിടെ 3 into 2x plus 6x. Then 3 into minus 3 minus 9 plus 1. So that means എന്താണ്? Plus 9 minus 9 get cancelled. That means എന്ത് വരും? 4x square minus 12x plus 6x കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ minus 6x plus 1. 4x square minus 6x plus 1. 4x square minus 6x plus 1. 4x square minus 6x plus 1. Okay, അല്ലേ? There. ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് 3 ടൈപ്പാണുള്ളത്. 3 ടൈപ്പാണുള്ളത്. അതിൽ ഏത് ടൈപ്പാണ് ഇത് വരുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ലിമിറ്റ് y tends to, y tends to 2, y square minus 4 divided by
y minus 2. സോ നമ്മൾ എപ്പോഴും ലിമിറ്റിന് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുന്നത് നേരെ ഈ കിട്ടുന്ന വേരിയബിളിന് y അല്ലേ, വൈക്ക് ഇവിടെയും 2 ഇട്ട് കൊടുക്കുക. സോ രണ്ടിടത്തും 2 ഇട്ട് കൊടുത്താൽ എത്ര, 2 സ്ക്വയർ minus 4 divided by 2 minus 2. That means 0 by 0. 4 minus 4 divided by 2 minus 2. That means 0 by 0. 0 by 0 ആണെങ്കിൽ നമുക്ക് എന്താണ് നോർമലി നേരെ ഇട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡ് ടൈപ്പ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നേരെ എന്ത് ചെയ്താൽ മതി, എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽ റൂൾ ഇവിടെ എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ലിമിറ്റ് y tends to 2 y square minus 4 divided by y minus 2. സോ നേരെ ലിമിറ്റ് y tends to 2, നേരെ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു y. y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ആണ്, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. ദാറ്റ് മീൻസ് 2y ഡിവൈഡഡ് ബൈ താഴെ ഡിനോമിനേറ്ററിൽ y മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ്, വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്, കോൺസ്റ്റൻറ്റ് മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ദാറ്റ് മീൻസ് 2y by 1. ഡിനോമിനേറ്റർ 1 ആയിട്ട് മാറി. ഇനി നേരെ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ആയിട്ട് മാറി. നേരെ വൈക്ക് എത്ര ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക. എത്ര ഇട്ടു ആൻസർ, 2 into 2 is equal to 4. 4 is the answer. Okay, then next one. Two finite sets have m and n elements. Total number of subsets of first set is 56 more than total number of subset of second set. Then value of m and n. സബ്സെറ്റ് നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ച സബ്സെറ്റിൻ്റെ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ, സോ നമുക്ക് രണ്ട് സെറ്റ് ഉണ്ട്, 2 ഫൈനൈറ്റ് സെറ്റ് ആ എം എലമെൻറ്റ്സ്. ഫസ്റ്റ് സെറ്റിൽ എം എലമെൻറ്റ്സ്, സെക്കൻഡ് സെറ്റിൽ എൻ എലമെൻറ്റ്സ്. ഫസ്റ്റ് സെറ്റ് എം എലമെൻറ്റ്സ്, സെക്കൻഡ് സെറ്റിൽ എൻ എലമെൻറ്റ്സ്. സെക്കൻഡ് സെറ്റിൽ എൻ എലമെൻറ്റ്സ്, ഫസ്റ്റ് സെറ്റിൽ എം എലമെൻറ്റ്സ് ആണെങ്കിൽ സെക്കൻഡ് സെറ്റിൽ എൻ എലമെൻറ്റ്സ്. സോ എം എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും, 2 raised to m. എൻ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും, 2 raised to n അല്ലേ. ഇനി എന്താ നമുക്ക് പറയാം, ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്, the total number of subsets of first set is 56 more than total number of subset of the second set. നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി, നേരെ ഇതിനെ ചോയ്സ് മെത്തേഡ് എം ഈ ഓർഡറിലാണ് നിൽക്കുന്നത്, M6 N3 അല്ലെങ്കിൽ M7 N6 M8 അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓരോ ചോയ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ചോയ്സ് മെത്തേഡിൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. സോ നേരെ നമുക്ക് എമ്മിന് 6ഉം എമ്മിന് 6ഉം ഫസ്റ്റ് ചോയ്സ് മെത്തേഡ് ഫോർമുല അറിയാമെങ്കിൽ മാത്രമാണ് നമുക്കിത് ചോയ്സ് മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്നത്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഹാവിങ് എൻ എലമെൻറ്റ്സ് നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചു, 2 raised to n. സോ നമുക്ക് 2 raised to 6 ചോയ്സ് മെത്തേഡിൽ 2 raised to 6 64 ആണ്, 2 raised to 3 8 ആണ്. ഡിഫറൻസ് എത്രയാണ്, എക്സാക്ട്ലി 46 ആണ്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം, ആൻസർ m equal to 6 and n equal to 3. ഓക്കെ, ഫോർമുല അറിയാം, നേരെ ചോയ്സ് മെത്തേഡ് 2 raised to m minus 2 raised to n, 2 raised to m minus 2 raised to n. Okay, then next one, the inverse. നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് സ്ഥിരമായിട്ട്, അതായത് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാം. 7th ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇപ്പോൾ കണ്ട നമ്മൾ സെറ്റിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ 2 raised to n അല്ലെങ്കിൽ 2 raised to n minus 1, 2 raised to n minus 2 ആ സബ്സെറ്റിൻ്റെ ബേസിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നേരത്തെ കണ്ടതുപോലെ a minus c cross b അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ്. ദെൻ n of a union b union c അത് നമ്മൾ ചെയ്തു. ദെൻ ഫങ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ഒന്ന്, ഫങ്ഷൻ ആണോ
ഫംഗ്ഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ, അത് മറ്റേ 1 1 on 2 ആണോ, മെനി ടു 1 on 2 ആണോ, 1 1 into ആണോ, മെനി ടു 1 into ആണോ എന്ന ടൈപ്പുള്ള ഫംഗ്ഷൻ. ദെൻ നമ്മൾ കണ്ട കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ദെൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ, ദെൻ ജനറലി ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ട് 2x മൈനസ് എഫ് ഓഫ് 2x മൈനസ് 4 എത്ര കിട്ടും, അങ്ങനെയുള്ള ക്വസ്റ്റൻ. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റനാണ് ഫംഗ്ഷൻസിൽ നിന്ന് ചോദിക്കുന്നത്. പ്ലാൻ ചെയ്ത് പഠിക്കാം. ഇതേ ചോദിക്കൂ, നിങ്ങളുടെ എക്സാമിനും ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും എക്സാം ക്വസ്റ്റ്യൻ വരുന്നത്. ദെൻ ലിമിറ്റ്സിൻ്റെ കേസ് ആണെങ്കിൽ ലിമിറ്റ് എത്രയാണ്, പിന്നെ കണ്ടിന്യൂറ്റി കണ്ടിന്യൂസ് ആണോ, കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്, അതാണ് നമ്മൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ആണ് ലാസ്റ്റ് ടൈം എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് 4-5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് എക്സാമിന് വരും. ടൈം ലിമിറ്റിൽ കറക്റ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ നമുക്കത് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു, എഫ് ഓഫ് പി തന്നിരിക്കുന്നു. എഫ് ഓഫ് പി ഇസ് ഈക്വൽ ടു 1/1 മൈനസ് പി. നമുക്ക് എഫ് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഇൻവേഴ്സ് സോ ദാറ്റ് മീൻസ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആദ്യം ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ y ഈക്വൽ ടു y എഫ് ഓഫ് പിക്ക് വരും y ഈക്വൽ ടു 1/1 മൈനസ് പി. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, y ഇൻറ്റു 1 മൈനസ് പി ഇസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് y മൈനസ് yp ഈക്വൽ ടു 1. That implies y minus 1 by 1 ഈ പ്ലസ് 1 ഇപ്പറേ വരുമ്പോൾ y minus 1, then minus yp ഇപ്പറേ പോകുമ്പോഴത്തേക്കും പ്ലസ് yp. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് p ഈക്വൽ ടു, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, y ഈക്വൽ ടു എന്ന് തുടങ്ങി, ദെൻ അടുത്ത വേരിയബിൾ രണ്ടാമത്തെ നോർമലി എക്സ് ആണ് വരാറുള്ളത്, ഇവിടെ ക്വസ്റ്റ്യനിൽ p വന്നതാണ്. സോ y ഈക്വൽ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു, നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എന്താണ് p ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് y മാത്രമാക്കി എടുത്തു. സോ ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം, y മൈനസ് 1 ഡിവൈഡഡ് ബൈ പി, y ആയിരിക്കും എന്ത് p അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ദാറ്റ് ഇംപ്ലൈസ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് p ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് y ആയിട്ട് കിട്ടി. ദെൻ നമുക്ക് എഫ് ഇൻവേഴ്സ് y എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്കുണ്ടോ ഈ y വന്നിടത്ത് yക്ക് പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം, p, നമ്മുടെ p എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് എന്ത് കിട്ടും, p മൈനസ് 1 ഡിവൈഡഡ് ബൈ p. അപ്പോൾ നമ്മൾ തിയറിയൊക്കെ പഠിച്ചായിരുന്നു, എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ചായിരിക്കും ഇൻവേഴ്സ് ഫംഗ്ഷൻ. 1 1 on 2 ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇൻവേഴ്സ് ചോദിച്ചാൽ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും പ്രൊസീജിയർ ഇതാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്ങനെ എഴുതും, y ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് ഫംഗ്ഷൻ എഴുതും, ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഫംഗ്ഷനിലെ വേരിയബിൾ ഇൻ ടേംസ് ഓഫ് വൈയിൽ കണ്ടുപിടിക്കും. ദെൻ വൈയെ നമ്മൾ എങ്ങോട്ട് മാറ്റും, ഫംഗ്ഷനിലുള്ള വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്യും. നോർമലി എക്സ് ആണ് വരുന്നത്, y ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എക്സ്, ഇവിടെ p വന്നിരിക്കുന്നു, വേണ്ട എങ്ങനെ എടുത്ത് y ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് p എടുത്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് p ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് y എന്ന് കണ്ടുപിടിച്ചു. ദെൻ y ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു, p കൊണ്ട് റീപ്ലേസ് ചെയ്തു. ആൻസർ p മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ p. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഒരു ഫംഗ്ഷൻ, ഒരു സെറ്റ് തന്നിരിക്കുന്നു, ഒരു റിലേഷനും തന്നിട്ടുണ്ട്. അത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണെന്ന് പറയണം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, a ഈക്വൽ ടു സെറ്റ് 1 2 3. നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ 1 1 2 3 2 2 3 3 1 2. ഏത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് എന്ന് പറയാമോ? ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്താണ്, എ ബി സിയും 1 1 2 3 ഒക്കെ ഡിസ്കസ് ചെയ്താണ്. ഏത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണെന്ന് പറയാമോ?
സോ നമുക്ക് 3 ടൈപ്പ് ഓഫ് റിലേഷൻസ് ആണ് നോക്കേണ്ടത്. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. 3 കൂടെ ആണെങ്കിൽ ഇക്വലൻസ്. ഫസ്റ്റ് റിഫ്ലെക്സീവ് ആണെന്ന് നോക്കാം. 1, 2, 3 ആണ്. സോ 1, 1 ഓർഡർ പെയർ 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്. സോ റിഫ്ലെക്സീവ് ആണ്. ഓർഡർ പെയർ 2, 3 ഉണ്ട്. സിമെട്രിക് ആണെങ്കിൽ ഓർഡർ പെയർ 3, 2 വേണം. ഓർഡർ പെയർ 3, 2 ഉണ്ടോ? ഇല്ല, ഉണ്ട്, നോക്കണ്ട. സിമെട്രിക് അല്ല. ഓർഡർ പെയർ 2, 3 ഉണ്ട്. ഓർഡർ പെയർ 1, 2, ദെൻ ഓർഡർ പെയർ 2, 3 ഉണ്ട്. ഓർഡർ പെയർ 1, 2 ഉണ്ട്. ഓർഡർ പെയർ 2, 3 ഉണ്ട്. ഓർഡർ പെയർ 1, 3 ഉണ്ടോ? ഓർഡർ പെയർ 1, 3 ഇല്ല. ദെർഫോർ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ദാറ്റ് മീൻസ് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ദെർഫോർ എന്ത് മാത്രമാണ്? റിഫ്ലെക്സീവ്. ഓർഡർ പെയർ 1, 1, 2, 2, 3, 3. ഒരു റിഫ്ലെക്സീവ് റിലേഷൻ മാത്രമാണ്. റിഫ്ലെക്സീവ് റിലേഷൻ മാത്രമാണ്. റിഫ്ലെക്സീവ് റിലേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. A be the set of squares of natural numbers and x element of A, y element of A. Then A എന്താ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സോ എ എന്ന് പറയുന്ന സെറ്റിൽ വരുന്ന എലമെന്റ്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. സെറ്റ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്? 1, 2, 3. അതിൻ്റെ സ്ക്വയേഴ്സ് ആണ് വരുന്നത്. ദാറ്റ് മീൻസ് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, എക്സെട്ര. ദാറ്റ് മീൻസ് എയുടെ വാല്യൂ എന്തൊക്കെയാണ്? 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3യുടെ സ്ക്വയർ 9 ആണ്, ദെൻ 16, 25, എക്സെട്ര. അപ്പോൾ 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ 49, ദെൻ 64, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദെൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സ് എലമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറയുന്നത് എയിലെ ഒരു എലമെന്റ്. ദാറ്റ് മീൻസ് ഒന്നുകിൽ 1 ആകാം, 4 ആകാം, 9 ആകാം, ഏതും ആകാം. വൈയും എന്താണ്? എലമെന്റ് ഓഫ് എ, അതായത് എയിലെ തന്നെ പറഞ്ഞ പോലെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും വൈയുടെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് സ്യൂട്ട് ആകുന്നതെന്ന് നോക്കാം. 4 ചോയ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, എക്സ് എലമെന്റ് ഓഫ് എ, വൈ എലമെന്റ് ഓഫ് എ. എക്സ് എലമെന്റ് ഓഫ് എ ആണ്, വൈയും എലമെന്റ് ഓഫ് എ ആണ്. നമുക്ക് എക്സും വൈയും ഒരു വാല്യൂ എടുക്കുകയാണ്. എക്സ് 1 എടുക്കുകയാണ്, വൈ 4 എന്ന് എടുക്കണം. ജസ്റ്റ് ഒരു വാല്യൂ എടുത്താണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് എക്സ് പ്ലസ് വൈ വരും 1 + 4, 5. 5 എന്ന് പറയുന്ന ഒരു എലമെന്റ് എയിലുണ്ടോ? ഇല്ല. സോ ദെയർഫോർ നമുക്ക് എന്താണ്? ചോയ്സ് എ ഒഴിവാക്കാം. ദെൻ അടുത്തത് എക്സ് മൈനസ് വൈ. എക്സിനൊരു 16, വൈക്ക് ഒരു 9 കൊടുത്താൽ എത്രയാണ്? 7 അല്ലേ? 7 എന്ന് പറയുന്നത് എന്താണ്? എയിലെ എലമെന്റ് അല്ല. ദെൻ അടുത്തത് എക്സ് ഡിവൈഡഡ് ബൈ വൈ. സോ എക്സിന് 4ഉം വൈക്ക് 9ഉം കൊടുത്തു കഴിഞ്ഞാൽ ഇതും എന്താണ്? നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. സിയും ഒഴിവാക്കി. ദെൻ ലാസ്റ്റ് വൺ, എക്സ് ഇൻറ്റു വൈ. ദാറ്റ് മീൻസ് എക്സിന് 1 കൊടുത്തു, വൈക്ക് 4 കൊടുത്തു, 34. എലമെന്റ് ഓഫ് എ ആണ്. ഒരെണ്ണം കൊണ്ട് നിർത്തണ്ട. എക്സിന് നമുക്ക് 4 കൊടുത്തു, വൈക്ക് 9 കൊടുത്തു, 36. അതും 6 സ്ക്വയർ ആണ്, എലമെന്റ് ഓഫ് എ ആണ്. ദെൻ ഒന്നുകൂടെ നോക്കാം നമുക്ക്. എക്സിന് 9 കൊടുത്തു, വൈക്ക് 16 കൊടുത്തു. 9 × 16 ഒബ്വിയസ്ലി 144 എന്ന് പറയുന്ന 12ൻ്റെ സ്ക്വയർ ആണ്. സോ എയിലെ എലമെന്റ് ആണ്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? x into y element of a is the right answer. X into y element of a is the right answer. Okay, no? That. Question mark देखने. Tricky question है.
Then next question. ഇതൊന്ന് സോൾവ് ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഫ്രാക്ഷൻ പോലും ഇല്ല, നേരെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x + 9. ഇങ്ങനെ വന്നാൽ നേരെ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈപ്പാണ്. നേരെ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി? എക്സിന് 2 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. ആ വാല്യൂ ആയിരിക്കും എന്ത്? ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ്. എത്ര കിട്ടും അത്? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് ടൈപ്പ് വരെ എക്സാമിന് ചോദിക്കാം. Three into 2 plus 9. 3 into 2 6 plus 9 15 is the right answer. Correct ആണ്. Then ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. The number of proper subsets of the set. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഇതാണ്. ഇതിന് എത്ര പ്രോപ്പർ സബ്സെറ്റ്സ് ഉണ്ടാകും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്ര പ്രോപ്പർ സബ്സെറ്റ്സ് ഉണ്ടാകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ എത്ര എലമെന്റ്സ് ഉണ്ട് ഈ ഒരു സെറ്റിന്? 1 2 3 4 5. n ഈക്വൽ ടു 5 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സെറ്റ് ഈസ് 5. ദെൻ n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര പ്രോപ്പർ സബ്സെറ്റ്സ്? ഫോമുല എന്താണ്? പ്രോപ്പർ സബ്സെറ്റ്സ്. ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിന് ഒന്നുകിൽ സബ്സെറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ്, നോൺ എം ടി പ്രോപ്പർ സബ്സെറ്റ് അല്ലെങ്കിൽ നോൺ എം ടി സബ്സെറ്റ്സ്. ഇതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് അത്രത്തോളം വെയിറ്റേജ് വരുന്നുണ്ട്, എക്സാമിന് ചോദിക്കും. മസ്റ്റായിട്ട് പഠിച്ച് എക്സാമിന് വരും, എഴുതണം. പ്രോപ്പർ സബ്സെറ്റ് is equal to 2 raised to n minus 1. That means ഇവിടെ n 5 ആണ്. 2 raised to 5 minus 1. 32 minus 1 31 is the right answer. 31 is the right answer. Okay, then next question. A town has a total population of 50,000. Out of it, 28,000 read newspaper X, 23,000 read newspaper Y, while 4,000 read both newspapers. The number of persons not reading any of the two newspapers. So that means നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ 50,000 ആൾക്കാരുണ്ട്. അതിൽ 28,000 ന്യൂസ് പേപ്പർ എക്സ് വായിക്കും, 23,000 ന്യൂസ് പേപ്പർ വൈ, 4,000 ബോത്ത്. നമുക്ക് ഇത് രണ്ടും വായിക്കാത്തവരാണ്. സോ നമുക്കറിയാവുന്ന ഫോർമുല വെച്ചിട്ട് എന്താണ്? ഇതിലേതെങ്കിലും ഒന്ന് വായിക്കുന്നത്, അറ്റ്ലീസ്റ്റ് 1 വായിക്കുന്നത്, ദാറ്റ് മീൻസ് യൂണിയൻ കിട്ടും. ഈ ടോട്ടൽ 50,000 നിന്ന് ആ കിട്ടുന്ന യൂണിയൻ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒന്നും വായിക്കാത്തവരുടെ എണ്ണം കിട്ടില്ലേ? സോ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് നമുക്കറിയാവുന്ന ഫോർമുല വെച്ച് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ന്യൂസ് പേപ്പർ. നമ്പർ ഓഫ് പേഴ്സൺസ് റീഡിങ് അറ്റ്ലീസ്റ്റ് 1 ന്യൂസ് പേപ്പർ കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം. നമ്പർ ഓഫ് പേഴ്സൺസ് reading at least 1 means എത്രയാണ്? n of x യൂണിയൻ y ആണ്. സോ നമുക്ക് പക്ഷെ വേണ്ടത് നോട്ട് റീഡിങ് എനി വൺ. നമ്പർ ഓഫ് പേഴ്സൺസ് നോട്ട് റീഡിങ് എനി വൺ. പിന്നെ എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്ന് ഈ പറയുന്ന n ഓഫ് x യൂണിയൻ y കുറച്ചാൽ മതി. സോ നമുക്ക് നേരെ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എക്സ് യൂണിയൻ വൈ. സോ ഫോർമുല അറിയാം. എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. നേരെ കണ്ടുപിടിക്കാം.
So that means നമുക്ക് എങ്ങനെ എഴുതാം? $50,000 minus n of x plus n of y minus n of x intersection y. എക്സാമിന് ഈ സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കാം, നേരെ വാല്യൂ കണ്ടുപിടിക്കുക, ആൻസർ കണ്ടുപിടിക്കുക. $50,000 minus n of x. 28,000 plus 23,000 minus 4,000. 50,000 minus 47,000 is equal to 3,000. Okay, that. Next one. A set contains n elements, then total number of proper subsets. ഇത് വരും ചോയ്സ് പറയാം. ടോട്ടൽ നമ്പർ ഓഫ് n എലമെന്റ്സ് ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ്. ടു റേസ്ഡ് ടു n minus 1. Choice C is the right answer. Choice C is the right answer. Okay, ഇതാണ് ഞാൻ പറഞ്ഞ അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടാവും, അത് യൂസ് ചെയ്തിട്ടുള്ള ജനറലായിട്ട് ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 4 into f of x equal to f of 2x ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 4 into f of x is equal to f of 2x അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f of x. f of x ഗീവൺ ആണ് x square plus x plus 1. x square plus x plus 1. x square plus x plus 1. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? f of 4 into f of x. 4 into f of x equal to f of 2x. So that means നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ 4 into f of x എന്ന് പറഞ്ഞാൽ എന്താണ്? f of x നെ മൊത്തത്തിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് മീൻസ് 4 into ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യും, റോങ് ആൻസർ വരും. 4 into x square plus x plus 1 equal to f of 2x. f of 2x എന്ന് പറഞ്ഞാൽ എന്താണ്? f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? 2x ഉണ്ട്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 2x the whole square plus 2x plus 1. 2x the whole square plus 2x plus 1. 4 into f of x means f of x നെ മൊത്തത്തിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. f of 2x means എന്താണ്? f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? 2x കൊണ്ട് റീപ്ലേസ് ചെയ്തു. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഒരു ജനറൽ ക്വസ്റ്റ്യൻ. 4 into x square 4x square. 4 into x 4x plus 4 is equal to 4x square plus 4x plus 4 is equal to 2x the whole square എന്ത് വരും? 4x square plus 2x plus 1. So 4x square get cancelled. That means
നമുക്കിവിടെ 4x ഇങ്ങോട്ട് 2x ഇങ്ങോട്ട് വരുമ്പോൾ -2x, 4x - 2x എത്ര കിട്ടും? 2x, 4x - 2x. ഇത് -1 ആണല്ലേ ക്വസ്റ്റ്യനിൽ, പ്ലസ് അല്ല മൈനസ്. സോ ഇവിടെയും മൈനസ് ആകും, ഇവിടെയും -4 ആകും, ഇവിടെയും -1. That means -4 ഇങ്ങോട്ട് വരുമ്പോൾ +4, +4 - 1 = 3. That implies x is equal to 3/2. X is equal to 3 divided by 2. 3 divided by 2. X is equal to 3 divided by 2. X is equal to 3/2. X is equal to 3/2. Then ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് x tends to 1, x cube -1 divided by x square -1. ഇപ്പോഴും ഫസ്റ്റ് നമുക്കിതൊരു ഫോർമുലയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. x raised to m minus a. ആ പ്രോപ്പർട്ടി വേണമെങ്കിൽ യൂസ് ചെയ്ത് ചെയ്യാം. ബട്ട് നമുക്കിവിടെ ഡയറക്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നേരെ ഫസ്റ്റ് എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് 1 ഇട്ട് 1 ക്യൂബ്, മുകളിൽ 1 - 1, താഴെയും 1 - 1. ദാറ്റ് മീൻസ് 0/0 ഫോർമാറ്റ് ആണ്. സോ 0/0 ഫോർമാറ്റ് വന്നാൽ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് 0/0 ഫോർമാറ്റ് നമുക്ക് നേരെ ഡെറിവേറ്റീവ് എടുക്കാം. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ limit x tends to 1, x cube -1 divided by x square -1 can be written as limit x tends to 1, then numerator derivative x cube -1 into the 3x square, x cube into the 3x square, 1 into -1 into the constant derivative 0 ആണ്, divided by x square into the 2x. simplify ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ x ക്യാൻസൽ ആകും, ഈ സ്ക്വയർ ക്യാൻസൽ ആകും. So that means simplify ചെയ്യുമ്പോൾ എന്ത് വരും? limit x tends to 1, 3x divided by 2. എക്സിന് നോക്കിയ ഡിനോമിനേറ്റർ നമുക്ക് 2 ആണ് വരുന്നത്. ഇനി എക്സിന് 1 ഇട്ട് കൊടുത്താണ് സിംപ്ലിഫൈ ചെയ്തു. എൽ ഹോസ്പിറ്റൽ റൂൾ യൂസ് ചെയ്ത് ഡെറിവേറ്റീവ് എടുത്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് 3x/2 എന്ന് കിട്ടി. ഡിനോമിനേറ്റർ സേഫായി നമ്മൾ 2 0 അല്ലാത്തൊരു എലമെൻറ്റ് 1 വാല്യൂ കിട്ടി. ദെൻ 3 × 1 divided by 2 എത്ര കിട്ടും? എക്സാക്ട്ലി 3/2. Choice D is the right answer. Choice D is the right answer. Okay. Then next one. ഇതൊന്ന് നോക്കിയിട്ട് ആൻസർ പറയണം. എ തന്നിട്ടുണ്ട്, എ ഒരു സെറ്റ് തന്നിട്ടുണ്ട് 1 2 3. ദെൻ ഒരു റിലേഷൻ തന്നിരിക്കുകയാണ്. ഓർഡേഡ് പെയർ 1 1 2 2 3 3 1 2 2 3 1 3. ഇത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്? റിഫ്ലക്സീവ് ആണോ, അല്ലെങ്കിൽ സിമെട്രിക് ആണോ, അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം ആണോ, അല്ലെങ്കിൽ മൂന്നും കൂടെ ആയിട്ട് ഈക്വലൻസ് ആണോ എന്ന് നോക്കി പറയുക. ചോയ്സിൽ ഏത് വരും? ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇവിടെ റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് എന്നൊരു ആൻസർ വന്നു. പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ബട്ട് നമ്മൾ ചോയ്സിലേക്ക് വരുമ്പോൾ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, റിഫ്ലക്സീവ് ആണ്. 1 2 ഉണ്ട്, 2 1 ഇല്ലാത്തതുകൊണ്ട് സിമെട്രിക് അല്ല. 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 3 ഉള്ളതുകൊണ്ട് എന്താണ് ട്രാൻസിറ്റീവ് ആണ്. സോ ദാറ്റ് മീൻസ് ആക്ച്വലി ആൻസർ എന്താണ് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ആണ്. ബട്ട് നമ്മുടെ ചോയ്സിലേക്ക് നോക്കും. ഫസ്റ്റ് ചോയ്സ് നോക്കി, റിഫ്ലക്സീവ് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ് വരില്ല. സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് വരില്ല. നെയ്തർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. സോ ഇതാണ് വരുന്നത്. റിഫ്ലക്സീവ് ബട്ട് നോട്ട് സിമെട്രിക്, അത് കറക്റ്റാണ്. റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് അല്ല, ബട്ട് ട്രാൻസിറ്റീവ് ആണ്. നമുക്ക് അത് ട്രാൻസിറ്റീവ് അല്ല എന്നുള്ളതാണ് ബാക്കി എല്ലാ ചോയ്സും വരുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്സീവ് അല്ല എന്നുള്ളതാണ് ചോയ്സ് വരുന്നത്. ദെയർഫോർ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ചോയ്സ് ഏതാണ്? ആക്ച്വലി ആൻസർ വരുന്നത് പറഞ്ഞതുപോലെ റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ആണ്. റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ആണ്. ബട്ട് നമ്മുടെ ചോയ്സ് പ്രകാരം എന്താണ് റിഫ്ലക്സീവ് ബട്ട് നോട്ട് സിമെട്രിക് എന്ന് പറയുന്ന ചോയ്സ് ആണ് മോസ്റ്റ് ആക്യുറേറ്റ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? റീസെൻ്റ്ലി എല്ലാം എക്സാം വന്നിട്ടുള്ളതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെത്. അത്ര കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തു പോകാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്മൾ റീച്ച് ചെയ്യുന്ന 50 ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നിരിക്കും എക്സാമിന്, അല്ലെങ്കിൽ അതായിരിക്കും ചോദിക്കുന്നത്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. നമുക്ക് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ശ്രദ്ധിക്കണം. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 1 minus x. Then g of x equal to x minus 1 divided by x. നമുക്ക് വേണ്ടത് g composite f of x. That means g of f of x. g of f of x എന്ന് പറഞ്ഞാൽ എന്താണ്? g of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ, അതായത് ഈ എക്സിന് പകരം നമ്മൾ എന്താണ് എഫ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. സോ എക്സ് ഡിവൈഡഡ് ബൈ 1 minus x കൊണ്ട് റീപ്ലേസ് ചെയ്യണം. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ എടുക്കാം. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന് പകരം ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാണ്? എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ആണ്. ഈ എക്സിന് പകരവും ഈ എക്സിന് പകരവും എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? എക്സ് ബൈ 1 minus x. സോ എക്സ് ബൈ 1 minus x minus 1 the whole divided by x divided by 1 minus x. x by 1 minus x the whole divided by x by 1 minus x. നേരെ ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ന്യൂമറേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? എൽ സി എം അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് മൈനസ് ഓഫ് 1 minus x the whole divided by 1 minus x. The whole divided by x by 1 minus x. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1 പ്ലസ് എക്സ് മൈനസ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ദെൻ ഡിവൈഡഡ് ബൈ ഡിവിഷൻ ബൈ ഫ്രാക്ഷൻ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ബൈ 1 minus എക്സിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1 minus എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? 1 minus എക്സ് 1 minus എക്സ് ഗെറ്റ് ക്യാൻസൽഡ്. എന്ത് വരും? എക്സ് പ്ലസ് എക്സ്, ഇവിടെ എക്സ് പ്ലസ് എക്സ് 2x minus 1 ദെൻ ഡിനോമിനേറ്ററിൽ എന്താണ്? ബൈ എക്സ്. സോ അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. എക്സ് മൈനസ് 1 ആണുള്ളത്. 2x minus 2 ആയിരുന്നുവെങ്കിൽ നമുക്ക് 2 പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് 2 ബൈ എക്സ് അതുകൊണ്ട് ഇവിടെ നമുക്കൊന്നും തന്നെ ക്യാൻസൽ ചെയ്യാനില്ല. So 2x minus 1 എന്നൊരു ചോയ്സ് ഇല്ല. Therefore answer none of these. 2x minus 1 divided by x. 2x minus 1 divided by x എന്നൊരു ചോയ്സ് ഇല്ല. Therefore answer none of these. None of these. Then next one. A union B the whole complement. A union B the whole complement. സോ ഡി മോർഗൻസ് ലോ അനുസരിച്ചിട്ടുണ്ട്. അതാണ് നമുക്കിത് തന്നിരിക്കുന്നത്. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ?
ഫസ്റ്റ് വൺ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് വരില്ല. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇത് വരില്ല. എക്സാം ക്വസ്റ്റൻ ആണ്. ഡി മോർഗൻസ് ലോ അറിയാമെങ്കിൽ നേരെ <5 seconds നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. There are 40 students. 30 of them passed in English, 25 of them passed in maths, 15 of them passed in both. Assuming that every student has passed at least in one subject, how many students passed in English only but not in maths? So നമുക്ക് ഇംഗ്ലീഷിൻ്റെയും ടോട്ടൽ 40 സ്റ്റുഡൻസ് ഉണ്ട്. ഇംഗ്ലീഷിന് 30 പേര് പാസ്സായി, മാത്സിന് 25 പേര് പാസ്സായി, 15 പേര് രണ്ടിനും പാസ്സായി. അസ്യൂമിങ് ദാറ്റ് എവരി സ്റ്റുഡൻറ്റ് എല്ലാവരും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെങ്കിലും പാസ്സായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പാസ്സായത് എത്ര പേരാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ എപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രം ഇംഗ്ലീഷ് മാത്രം, ദാറ്റ് മീൻസ് കോംപ്ലിമെൻ്റ് ഒക്കെ എടുത്ത് ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു എല്ലാത്തിനും ഒരുപാട് n നമ്പർ ഓഫ് ഫോമുല ബൈ ഹാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകരുത്. ഏതെങ്കിലും ഒന്ന് മാത്രം ഇവിടെ നമുക്ക് ഏറ്റവും സ്യൂട്ട് ആകുന്നത് ഇംഗ്ലീഷ് ഒൺലി ബട്ട് നോട്ട് ഇൻ മാത്സ്. ഹൗ മെനി സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ഇംഗ്ലീഷ് ഒൺലി ബട്ട് നോട്ട് ഇൻ മാത്സ്, ഇംഗ്ലീഷ് മാത്രം. സോ ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഒന്ന് മാത്രം എന്ന് എടുത്ത് ചോദിച്ചാൽ അവിടെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ നല്ലത് വെൻ ഡയഗ്രാം മെത്തേഡ്. നമ്മൾ സെറ്റ് ഡിഫൈൻ ചെയ്ത 3 മെത്തേഡ്സ് പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ടാബുലാർ മെത്തേഡ്, സെറ്റ് ബിൽഡർ മെത്തേഡ് ആൻഡ് വെൻ ഡയഗ്രാം മെത്തേഡ്. ഓക്കെ, സോ ഇതിനകത്ത് ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഒന്ന് മാത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി നല്ല ഏതാണ്? വെൻ ഡയഗ്രാം മെത്തേഡാണ്. ഇപ്പം ശ്രദ്ധിക്കാം, ഇത് ഇംഗ്ലീഷ്, ഇത് മാത്സ്. നോക്കാം, ഇംഗ്ലീഷ് മൊത്തത്തിൽ പാസ്സായത് എത്ര ആൾക്കാരുണ്ട്? ഇംഗ്ലീഷിന് മൊത്തത്തിൽ പാസ്സായവർ 30 പാസ്ഡ് ഇൻ ഇംഗ്ലീഷ്. സോ ഇത് മൊത്തം, ദാറ്റ് മീൻസ് ഇത്രയും വരുന്ന എത്രയാണ്? 30 ആണ്. 30. ഓക്കെ, ഇതിൽ നിന്ന് ഇംഗ്ലീഷും മാത്സും പാസ്സായവർ എത്ര പേരുണ്ട്? 15. ദാറ്റ് മീൻസ് ഇത്രയും, ഇത് മൊത്തത്തിൽ 30 ആണ് വരുന്നത്. ഇത് മൊത്തത്തിൽ 30 ആണ്, പുറത്ത് 30. ഓക്കെ, മൊത്തത്തിൽ 30 ആണ്. ദെൻ ഇംഗ്ലീഷും മാത്സും പാസ്സായവർ എത്ര ആൾക്കാരാണ്? 15 പേരാണ്. നോക്കി, ഇത് മൊത്തം 30 ആണ്, ഇത്രയും 15 ആണെങ്കിൽ ഇത് റിമൈനിങ് പോർഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൈനസ് ദിസ് വൺ അല്ലേ? ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 30 മൈനസ് 15 ഈക്വൽ ടു 15. So that means എത്രയായിട്ടും ആൻസർ 15. Choice A is the right answer. Choice A is the right answer. Then next one. ലിമിറ്റിൻ്റെ കേസിലാണ്. എപ്പോഴും ശ്രദ്ധിക്കണേ, ഏതെങ്കിലും ഒന്ന് മാത്രം നമുക്ക് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് എ യൂണിയൻ ബി ഒന്നും നിൽക്കില്ല അവിടെ. സോ അവിടെ കോംപ്ലിമെൻറ്റിലേക്ക് വരണം. അതായത് ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എ മാത്രം, അതിന് മാത്രം കോംപ്ലിമെൻ്ററി ഒരു ഫോമുല പഠിച്ചാൽ അടുത്ത ചോദിക്കുന്ന ബി മാത്രം, അല്ലെങ്കിൽ മാത്സ് മാത്രമായിരിക്കും. സോ ഏതെങ്കിലും ഒന്ന് മാത്രം അവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു ഫോമുല ബൈ ഹാർട്ട് ചെയ്യാൻ പോകരുത്. കോൺസെപ്ച്വലി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത് വെൻ ഡയഗ്രാം മെത്തേഡാണ്. അത് തന്നെ ചെയ്യാം. ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് ഫോമുല കിട്ടും. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്നുള്ളത്, അല്ലെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബിയോ. ബാക്കി ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രം ചോദിച്ചാൽ ഗോ ഫോർ വെൻ ഡയഗ്രാം മെത്തേഡ്. ദെൻ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ വാല്യൂ. ലിമിറ്റിൻ്റെ ഉണ്ട്, ഇൻഫിനിറ്റി വരുന്നൊരു കേസ്. സോ ലിമിറ്റ് x tends to infinity, 3x square plus 5x plus 1 divided by 2 minus 4x square. 2 minus 4x square. 2 minus 4x square. 2 minus 4x square. Okay. സോ ഇവിടെ നോക്കാം, ഇവിടെ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കും. ഇവിടെ ഇൻഫിനിറ്റി എക്സിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3x, 3 ഇൻറ്റു ഇൻഫിനിറ്റി സ്ക്വയർ, 5 ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റി ബൈ മൈനസ് ഇൻഫിനിറ്റി പോലത്തെ ഒരു ഫോർമാറ്റിൽ വരും. അതായത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റാണ്. സോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഈ ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്?
എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക. എൽ ഹോസ്പിറ്റൽ. എന്താണ് എൽ ഹോസ്പിറ്റൽ റൂളിൽ പറയുന്നത്? സോ രണ്ട് സൈഡും എൽ ഹോസ്പിറ്റൽ റൂൾ ലിമിറ്റ് x tends to infinity 3x square plus 5x plus 1 divided by 4 minus x square. So L hospital rule apply means denominator of function derivative divided by numerator of function derivative. So numerator of 3x square in the derivative 6. Limit x tends to infinity. So 3x square into 6x ആണ് plus 5x into 5 divided by minus 8x. 2 into the constant derivative 0 minus 4x square into the minus sign minus ആണ് x square into 2x square 4 into 2 8x. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ വീണ്ടും അതിന് നേരെ എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ അഗെയിൻ എന്താണ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റ് ആണ്. So that means ഒന്നുകൂടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ this can be written as limit x tends to infinity 6x plus 5. 6x in a derivative 6 ആണ്, 5 constant derivative 0 ആണ്. That means 6 divided by minus 8. 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 So constant derivative limit എന്താണ് കോൺസ്റ്റന്റ് ആണ്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 2 കൊണ്ട് 3 by minus 3 by 4 minus 3 divided by 4. So പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിസൾട്ടിങ് സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതാണ് ചെയ്തിരിക്കുന്നത്. minus 3 by 4. minus 3 divided by 4. minus 3 divided by 4. Okay, then next one. X നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. എ ബി സി ഡി എലമെന്റ്സ് ഓഫ് പവർ സെറ്റ് പി ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്ന സെറ്റ് എന്താണ്? എ ബി സി ഡി. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചായിരുന്നു. ഈ സെറ്റിന്റെ സബ്സെറ്റുകളെ എല്ലാം കൂടെ ചേർത്ത് ഒരു സെറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ പവർ സെറ്റ് ഏതായിരിക്കും എന്നാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്ന് ആൻസർ പറയാവോ? ഇതിന്റെ പവർ സെറ്റിൽ നമ്മൾ ലാസ്റ്റ് ഡേ ഒരു തിയറി ഡിസ്കസ് ചെയ്താണ്. ഇതിന്റെ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? പവർ സെറ്റിലെ എലമെന്റ്സ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? സബ്സെറ്റ്. ഈ സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും എലമെന്റ്സ് ഉണ്ടാകും എന്തിനകത്ത്? പവർ സെറ്റിൽ. ദാറ്റ് മീൻസ് എൻ ഓഫ് പി ഓഫ് എക്സ് എത്രയാന്ന് പറയും? ഫോർമുല പ്രകാരം നമുക്ക് ഈ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 ആയിട്ട് കൊടുക്കുമ്പോൾ 2 raised to 4 16 എലമെന്റ്സ് ഉള്ള ഏതെങ്കിലും സെറ്റ് ഉണ്ടോ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 ഉള്ളൂ. ദാറ്റ് മീൻസ് എന്ത് വന്നിട്ടില്ല? 2 എണ്ണം വരെ ഉള്ളൂ. എ ബി സി, എ ബി ഡി, എ സി ഡി അങ്ങനെ വരുന്ന എലമെന്റ്സ് ഒന്നും തന്നെ ഇവിടെ എല്ലാ സബ്സെറ്റ്സും വന്നിട്ടില്ല. ബി ഒരിക്കലും വരത്തില്ല, സി വരത്തില്ല. therefore നമുക്ക് എന്താണ് 16 എലമെന്റ്സ് വരുന്ന ഒരു സെറ്റും തന്നിട്ടില്ല. സോ ദാറ്റ് മീൻസ് എന്ത് വരും നമ്മുടെ ആൻസർ? നൺ ഓഫ് ദീസ്. ഓക്കെ അല്ലേ?
ക്വസ്റ്റൻ ഒന്ന് മാർക്ക് ചെയ്തേക്ക്. ഇതേപോലത്തെ ക്വസ്റ്റൻ നമുക്ക് എക്സാം, അതായത് ഓർഡേഡ് പെയറായിട്ട് തന്നിട്ട് അത് ഫംഗ്ഷൻ ആണോ, ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ ഡബ്ല്യു ഇസഡ്. Y is equal to set 1, 2, 3, 4. Then ഒരു ഫംഗ്ഷൻ h തന്നിരിക്കുന്നു. ordered pair x1, ordered pair y2, ordered pair y3, ordered pair z4, ordered pair x4. ordered pair means എന്താണ്? x എന്തിനോട് മാപ്പ് ചെയ്യുന്നു? 1നോട് മാപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമുക്ക് ordered pair ആയിട്ട് തന്നാൽ അത് ഫംഗ്ഷൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒറ്റ കാര്യം നോക്കാം. ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു കോൺസെപ്ച്വൽ ട്രിക്കാണ്. ഈ ഓർഡേഡ് പെയറിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ മീനിങ്? വൈക്ക് 2 ഇമേജ്, ഒരു ഇൻപുട്ടിന് വൺ ടു മെനി എന്തല്ല? ഫംഗ്ഷൻ അല്ല. എന്താണ് നോക്കേണ്ടത്? ഓർഡേഡ് പെയറിൽ ഏതെങ്കിലും ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഓൾറെഡി എക്സും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ വെച്ച് തന്നെ y 2 y 3 ദാറ്റ് മീൻസ് 1 to many എന്തല്ല? ഫംഗ്ഷൻ അല്ല. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്നത് ഫംഗ്ഷൻ അല്ല, എന്ത് മാത്രമാണ്? ഒരു റിലേഷൻ മാത്രമാണ്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം ആൻസർ ആയിട്ട്? എന്താണ് ആ ഒരു കോൺസെപ്ച്വൽ ട്രിക്ക്? എന്താണ്? ഓർഡേഡ് പെയർ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നോക്കേണ്ടത് അത് ഫംഗ്ഷൻ ആണോ. എങ്ങനെ അറിയാം? ഓർഡേഡ് പെയറിൽ തന്നിരിക്കുന്ന ഓർഡേഡ് പെയറിൽ ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് എന്തല്ല? ഫംഗ്ഷൻ അല്ല, ജസ്റ്റ് ഒരു റിലേഷൻ മാത്രമാണ്. സോ ഇവിടെ y2 y3 വന്നിട്ടുണ്ട്. ഒന്നും നോക്കണ്ട. ഇതൊരിക്കലും എന്താകില്ല? ഫംഗ്ഷൻ ആകില്ല. h ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഫ്രം x to y. h ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഫ്രം x to y. h ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഫ്രം x to y. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റൻ ഒന്ന് വായിച്ച് സോൾവ് ചെയ്യാം. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. 300 കമ്പനീസ് ഉണ്ട്. സോ യൂസിങ് മീഡിയാസ്, ന്യൂസ് പേപ്പർ, 6 റേഡിയോ, ടെലിവിഷൻ, നമുക്ക് വേണ്ട അതേ ഫോർമാറ്റിൽ n of n, n of r, n of t എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ്? ഫൈൻഡ് നമ്പർ ഓഫ് കമ്പനീസ് യൂസിങ് നൺ ഓഫ് ദീസ് മീഡിയ. സോ ദാറ്റ് മീൻസ് ഈ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് കമ്പനീസ് യൂസിങ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് മീഡിയ. ദാറ്റ് മീൻസ് യൂണിയൻ. സോ ടോട്ടൽ കമ്പനീസിൻ്റെ എണ്ണത്തിൽ നിന്ന് കിട്ടുന്ന യൂണിയൻ കുറച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലത്തെ ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് കമ്പനീസ് 300ൽ നിന്ന് നമുക്ക് ആ യൂണിയൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദിസ് മീഡിയ യൂസ് ചെയ്യുന്ന കമ്പനിയുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു മീഡിയ പോലും യൂസ് ചെയ്യാത്ത നമ്പർ ഓഫ് കമ്പനീസ് കിട്ടും. ഒന്ന് സോൾവ് ചെയ്ത് പറയാമോ? Number of companies using none of the media is equal to total. That means 300 minus number of companies using at least one of the media. At least one of the media. Number of companies using at least one of the media. So that means 300 minus at least one means എന്താണ്? യൂണിയൻ. or means union. n of എന്തൊക്കെയായിരുന്നു? n union r union t. ന്യൂസ്പേപ്പർ, റേഡിയോ, ടെലിവിഷൻ. n of n union r union t. n of n union r union t. സോ നേരെ ഇട്ട് കൊടുക്കാം നമുക്ക്. 300 മൈനസ് ഇവിടെ n of n പ്ലസ് n of r പ്ലസ് n of t മൈനസ് n of n intersection r മൈനസ് n of r intersection t മൈനസ് n of n intersection t പ്ലസ്
n of n intersection r intersection t. ഇവിടെ എക്സാമിന് ഈ സ്റ്റെപ്പ് ഒന്നും എഴുതാൻ നിൽക്കരുത്. നമുക്കറിയാം ഇതാണ് ഫോമുല എന്നറിയാം. ബട്ട് നമ്മളിവിടെ ഒരു ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ഈ ഫോമുല എല്ലാം എഴുതുന്നത്. എക്സാമിന് എത്രയും പെട്ടെന്ന് ആൻസർ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോമുലയും ഒന്നും എഴുതിയതെല്ലാം നിങ്ങളുടെ കോൺസെപ്റ്റാണ്. ഇതെല്ലാം കറക്റ്റായിട്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ ഉടനെ തിങ്ക് ചെയ്തെടുക്കണം. നേരെ വാല്യൂസ് ഇട്ടുക. 300 നിന്ന് ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. ആൻസർ so 300 minus 200 plus 100 minus plus 40 minus 50 minus 20 minus 25 plus 5. So 300 minus 250 വരും. ആൻസർ ഈക്വൽ ടു 50. അപ്പോൾ ഈ പറയുന്ന സ്റ്റെപ്പുകൾ കഴിയുന്നതും ഒഴിവാക്കണം. നേരെ കാൽക്കുലേറ്ററിലെല്ലാം തന്നിട്ടുണ്ട്. ആഡ് ചെയ്യുക, വേണ്ടത് മൈനസ് ചെയ്യുക. 300 നിന്ന് കുറച്ച് 50 companies is the right answer. 50 companies. Then next one. f of x തന്നിട്ടുണ്ട്, g of x തന്നിട്ടുണ്ട്. g കോമ്പോസിറ്റ് f of x. സോ ഇത് ഒന്നിൽ കൂടുതൽ തവണ മോക്ക് ടെസ്റ്റുകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ എക്സാമിന് ടെസ്റ്റ് ചെയ്യാം. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയിട്ട് വേണമെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. f of x equal to x plus 2. g of x is equal to 7 raised to x. Then g composite f of x means എങ്ങനെ എഴുതാം? g of f of x. g of f of x means എന്താണ്? g of x എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എവിടെയൊക്കെ x ഉണ്ടോ that means ഈ പവറിൽ വരുന്ന എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? x plus 2. 7 raised to x plus 2. 7 raised to x plus 2. 7 raised to x plus 2. So that means നമുക്ക് ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇനി എങ്ങനെ എഴുതാം? 7 raised to x into 7 square. 7 square എത്രയാണ്? 49 into 7 raised to x. Choice C is the right answer. Okay. Then next question. Answer പറയാവോ? So number of non-empty proper subsets. Non-empty proper subsets. So ഇവിടെ n എത്രയാണ്? Number of elements 1, 2, 3, 4. So number of non-empty proper subsets equal to 2 raised to n minus 2. അല്ലേ? ഇവിടെ n 4 ആണ്. 2 raised to 4 minus 2. 16 minus 2. 14. minus 2, 14. Then on the set of lines in a plane, the relation is parallel to എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണെന്ന് പറയണം. സോ നമ്മൾ ഈസ് പെർപെൻഡിക്കുലർ ടു കണ്ടായിരുന്നു. ഇതൊരു സിമെട്രിക് റിലേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ ഈസ് പാരലൽ ടു എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണെന്ന് ഒന്ന് കണ്ടുപിടിക്കാം. ഈസ് പാരലൽ ടു ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് റിലേഷൻ.
ഫസ്റ്റ് നമുക്ക് റിഫ്ലെക്സീവ് നോക്കാം. എ എന്ന് പറയുന്ന ലൈൻ റിലേറ്റഡ് ടു എ റിലേറ്റഡ് ടു എ ആണ്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന ലൈൻ ഇവിടുത്തെ റിലേഷൻ എന്താണ്? പാരലൽ ടു എ പാരലൽ ടു എ ആണോ? സോ ഏത് ലൈൻ എടുത്താലും അതിനോട് തന്നെ പാരലൽ ആണ്. ദാറ്റ് മീൻസ് റിഫ്ലെക്സീവ് ആണ്. ഒന്നാണ് ചാടിക്കേറി റിഫ്ലെക്സീവ് എന്ന് എഴുതരുത്. ദെൻ നെക്സ്റ്റ് വൺ സിമെട്രിക് ആണോ? എ പാരലൽ ടു ബി എന്ന് പറയുന്ന ലൈൻ ആണെങ്കിൽ നോക്കാം, ദാറ്റ് ഇംപ്ലൈസ് ബി എന്ന് പറയുന്ന ലൈൻ പാരലൽ ടു എ ആയിരിക്കുമല്ലോ. ഓക്കെ, എ പാരലൽ ടു ബി ആണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചും ബി പാരലൽ ടു എയും ആയിരിക്കും. സോ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്കും ആണ്. ദെൻ ട്രാൻസിറ്റീവ്, എ പാരലൽ ടു ബി ആൻഡ് ബി എന്ന് പറയുന്ന ലൈൻ പാരലൽ ടു സി. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയണം? എ എന്ന് പറയുന്ന ലൈൻ പാരലൽ ടു സി ആണോ നോക്കണം. നോക്കാം, എ പാരലൽ ടു ബി ആണ്, ബി പാരലൽ ടു സി ആണ്. therefore നമുക്ക് എന്ത് പറയാം? എ പാരലൽ ടു സി ആണ്, എ പാരലൽ ടു സി. സോ ദാറ്റ് മീൻസ് നമുക്ക് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്താണ്? ഇത് റിഫ്ലെക്സീവ് മാത്രമല്ല, സിമെട്രിക് മാത്രമല്ല, ട്രാൻസിറ്റീവ് മാത്രമല്ല, ഇത് ആക്ച്വലി എന്താണ്? ഒരു ഈക്വലൻസ് റിലേഷൻ ആണ്. therefore നമുക്ക് ഈ ചോയ്സിൽ ഏതെടുക്കാം? ചോയ്സിൽ ഇങ്ങനെ വന്നാൽ റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് എന്നൊരു ഓപ്ഷൻ ഇല്ല. therefore നമുക്ക് എന്തേ എടുക്കാൻ പറ്റുള്ളൂ? ദാറ്റ് മീൻസ് ഇത് എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്? ഈസ് പാരലൽ ടു ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ഈസ് പാരലൽ ടു ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ഈസ് parallel to is an equivalence relation. Okay, so ഇവിടെ നമുക്ക് ചോയ്സ് പ്രകാരം നമുക്ക് എന്താ എടുക്കാൻ പറ്റുള്ളൂ? none of this. Clear? Then next one, f of x തന്നിട്ടുണ്ട് 2x plus 3. then അത് യൂസ് ചെയ്തൊരു വാല്യൂ കണ്ടുപിടിക്കാൻ f of 2x minus 2 into f of x plus 3. അതെങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. f of x തന്നിട്ടുണ്ട്, അതിൽ നിന്നൊരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ f of 2x minus 2 into f of x plus 3. f of x 2x plus 3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. f of 2x minus 2 into f of x plus 3. that means f of 2x means f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? 2x കൊണ്ട് റീപ്ലേസ് ചെയ്യുക. that means 2 into 2x f of 2x, that means 2 into 2x plus 3 minus f of x നെ മൊത്തത്തിൽ 2x ഉണ്ട്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. that means minus 2 into f of x എത്ര വരും? 2x plus 3. ശ്രദ്ധിക്കണേ, മൈനസ് ആണ്, മൈനസ്. നോർമലി സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുന്ന ഇവിടെയാണ്. ഇത് മൈനസ് ആണ് നോക്കാതെ മൈനസ് ഇൻറ്റു പ്ലസ് എന്നുള്ളത് പ്ലസ് എന്ന് എഴുതി വെക്കും. അങ്ങനെയാണ് മിസ്റ്റേക്ക് വരുത്തുന്നത്. സോ ദാറ്റ് മീൻസ് നോക്കാം, 2 into 2x, that means 4x plus 3 minus 4x minus 6 plus 3. നോക്കാം, plus 4x minus 4x get cancelled, plus 4x minus 4x, then plus 3 6 ആണ്, minus 6 കൂടെ വരുമ്പോഴത്തേക്കും 6 minus 6 0. ആക്കിയതേക്കാം. ഇനിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. In a town of
20,000 families, it was found that 40% families buy newspaper A, 20% families buy newspaper B, and 10% families buy newspaper C. 50% by A and B, 3% by B and C, 4% by A and C. If 2% by all three newspapers, then the number of families by A only. The newspaper A മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് മാത്രം A only, number of families A only. ഈ ഏതെങ്കിലും ഒന്ന് മാത്രം എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് കോംപ്ലിമെൻ്റ് ഒക്കെ വരും. അവിടെ ഏത് യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ നല്ലത് വെൻ ഡയഗ്രാം മെത്തേഡാണ്. സോ ഇവിടെ എല്ലാം പേഴ്സൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് വരയ്ക്കാം. ഇത് എ, ബി, സി. ഓക്കെ, ഇത് എ, ഇത് ബി, ഇത് സി എന്ന് എടുക്കാം. നമുക്ക് വേണ്ടത് ഇത് എ മൊത്തത്തിൽ, ഓക്കെ, ഇത് എയും ബിയും ഉള്ളത്, ദെൻ ഇത് ബിയും സിയും ഉള്ളത്, ദെൻ ഇതാണ് എയും ബിയും സിയും മൂന്നിലും കൂടെ കോമൺ ആയിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ഏത് ഏരിയ മാത്രമാണ്? എ മാത്രം, എ ഒള്ളി. അതായത് എ മൊത്തത്തിലുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ഒഴിവാക്കിയാൽ മതി? ഈ ഇന്റർസെക്ഷനിൽ വരുന്ന 3 കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മതി. സോ എ മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ട്? 40% ഫാമിലി. 40, അതായത് 20,000-ൻ്റെ 40% എത്ര വരും? 20,000-ൻ്റെ 40%. എ മൊത്തത്തിൽ നമുക്ക് 8,000 ഉണ്ട്. എ മൊത്തത്തിൽ 8,000. അതായത് ഈ എ മൊത്തം 8,000 ആണ്. അതിൽ നിന്ന് ഈ പോർഷൻ 3 പോർഷൻ കുറച്ചാൽ പറയാം. എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്കിവിടെ ഇത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്, ഇത് എ ഇൻ്റർസെക്ഷൻ സി ആണ്. ഈ പറയുന്ന ഈ ഒരു പോയിന്റ് എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ആണ്. അത് നമ്മൾ ഡയഗ്രത്തിൽ വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ബാക്കിയൊന്നും നമുക്ക് കണ്ട ഈ ബിയെ കുറിച്ചോ സിയെ കുറിച്ചോ ബാക്കിയുള്ളതൊന്നും നമുക്ക് നോക്കേ വേണ്ട. അതാണ് നമുക്ക് വെൻ ഡയഗ്രാം മെത്തഡിൻ്റെ ഗുണം. നമുക്ക് എ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ മൊത്തത്തിൽ 8,000 ആൾക്കാരുണ്ട്. ദെൻ നമുക്ക് നോക്കാം എ ഇൻ്റർസെക്ഷൻ ബി. എയും ബിയും കൂടെ മേടിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? 5% families buy newspaper A and B. So 20,000 into 5%. That means A intersection ഇത് മൊത്തത്തിൽ ഇത്രയും വരുന്ന എത്രയാണ്? 1000 ആണ്. ഇത് മൊത്തത്തിലാണ്. ബട്ട് അതിനകത്ത് ഏത് പോർഷൻ കൂടെ വരുന്നുണ്ട്? എയും ബിയും സിയും മൂന്നിലും കൂടെ കോമൺ ആയിട്ട് വരുന്നത്. സോ ഒബിയസ്ലി നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ഫില്ലപ്പ് ചെയ്യണം? 2% families by all the three. So that means 20,000-ന്റെ 2%. A intersection B intersection C മൂന്നും കൂടെ വരുന്ന എത്രയാണ്? 400 ആണ്. ദെൻ ഇത് മൊത്തത്തിൽ 1000 ആണ്. therefore ഇത് മൊത്തം 1000 ആണ്. ഇത്രയും 400 വന്നാൽ മിച്ചം എത്രയായിരിക്കും? 600 ആയിരിക്കും. അതാണ് എഴുതേണ്ടത് 600. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ആദ്യം നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത് മൂന്നിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന റീസൺ എന്താണ്? അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് 1000 എഴുതി വെക്കും. ദെൻ ഇവിടെ വീണ്ടും 400. ദാറ്റ് മീൻസ് ഇത് രണ്ടും കൂടെ 1400 ഇല്ല. രണ്ടും കൂടെ ചേർന്ന് എത്രയേ ഉള്ളൂ? 1000 ഉള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം മൂന്നിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷനുള്ള 400 നമ്മൾ എഴുതി. ദെൻ എയുടെയും ബിയുടെയും ഇൻ്റർസെക്ഷൻ ടോട്ടൽ 1000 ആണ്. 400 കഴിഞ്ഞാൽ മിച്ചം 600. ദെൻ ഇനി അടുത്തത് ഇത് എയുടെയും സിയുടെയും ഇൻ്റർസെക്ഷനിലുള്ളതാണ്. 4% by A and C. 4% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 800. ഇത്രയും പോർഷൻ 800 ആണ്. ഇത്രയും 400 കഴിഞ്ഞു. ദാറ്റ് മീൻസ് റിമൈനിങ് എത്രയുണ്ട്? 400. സോ ദാറ്റ് മീൻസ് ടോട്ടൽ 8,000-ൽ നിന്ന് ഈ 600, 400 കുറച്ചാൽ പോരെ? എ മേടിക്കുന്ന മൊത്തം 800 പേരിൽ നിന്ന് ഇത്രയും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ മാത്രം പർച്ചേസ് ചെയ്യുന്നവരുടെ എണ്ണമല്ലേ കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 8,000 മൈനസ് 600 പ്ലസ് 400 പ്ലസ്
400. That means 8,000 minus 1,400 equal to 6,600. 6,600 is the right answer. 6,600. 6,600. 6,600 is the right answer. Okay. Okay. Next question. Limit x tends to t. x cube minus t cube divided by x square minus t square. So ഇവിടെ നമുക്ക് ഫോർമുല വേണമെങ്കിൽ യൂസ് ചെയ്യാം, ബട്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് എൽ ഹോസ്പിറ്റൽ റൂൾ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇവിടെ എക്സിന് ടി കൊടുത്താൽ നോക്കി എന്ത് വരും? ടി ക്യൂബ് മൈനസ് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ. ദാറ്റ് മീൻസ് 0/0 ഫോർമാറ്റ് ആണ്. 0/0 ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യും? എൽ ഹോസ്പിറ്റൽ റൂൾ. സോ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്താൽ ഇത് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു ടി x cube minus t cube divided by x square minus t square can be written as limit x tends to t, x cube in a derivative 3x square minus t എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. നേരെ ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആകില്ല. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തുന്ന ഫോർമാറ്റിലേക്ക് വന്നു. ദെൻ ടി ഇട്ട് കൊടുക്കുമ്പോൾ വരും 3t സ്ക്വയർ ഡിവൈഡഡ് ബൈ 2t. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? ഈ ടിയും ഈ സ്ക്വയറിൽ ഒരു ടിയും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് ഇത് വരും 3t divided by 2. 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 Yeah. Next one. Another type of question ആണ് ലിമിറ്റിലെ. Yeah. Find the value of limit h tends to 0. Limit h tends to 0. Find the value of limit h tends to 0. Root of x plus h minus root x divided by h. Hന് 0 കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും 0 വരും, ഡിനോമിനേറ്ററിലും 0 വരും. ബട്ട് ഇവിടെ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അല്ല അപ്ലൈ ചെയ്യുന്നത്. റൂട്ടൊക്കെ വരുന്ന കാരണം നമുക്ക് ഡെറിവേറ്റീവ് എടുത്താൽ കൂടുതൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ റൂട്ട് ഓഫ് വരുന്ന കേസിൽ നമ്മൾ എടുക്കുന്ന ഒരു ഫോമാറ്റ് ഉണ്ട്. ലിമിറ്റ് h ടെൻസ് ടു 0 റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സ്. ഇതിൻ്റെ ഒരു കോഞ്ചുഗേറ്റ് പെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്ന് പ്ലസ് ആണെങ്കിൽ ഒന്ന് മൈനസ്. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു സെയിം എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. നേരെ എത്തിയാൽ നമുക്ക് ന്യൂമറേറ്ററിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റാണ് അത് വരുന്നത്. സോ ഇത് എ, ഇത് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. Whole square minus root x the whole square divided by h into root of x plus h plus root x. Root of x plus h plus root x. Okay. നമ്മൾ ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൻ്റെയാണ് നമ്മൾ
നെക്സ്റ്റ് ഈ പറയുന്ന സെഷൻ കഴിഞ്ഞാൽ ഇന്നത്തെ മോർണിംഗ് സെഷൻ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ സെഷൻ കംപ്ലീറ്റ് ലോജിക്കൽ റീസണിങ്ങിൻ്റെ ചാപ്റ്റേഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്യും. ആൻഡ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0, റൂട്ടിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് റൂട്ട് ഒഴിവാകും. എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സ്. സോ ഇവിടെ എക്സ് ഗെറ്റ് ക്യാൻസൽ. ദാറ്റ് മീൻസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എച്ച് മാത്രമായിട്ട് വരും. പ്ലസ് എക്സ് മൈനസ് എക്സ് ന്യൂമറേറ്ററിൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ലിമിറ്റ് h ടെൻസ് ടു 0, h ഡിവൈഡഡ് ബൈ h into root of x plus h minus root x. x plus h plus so that means നമുക്ക് എന്ത് ചെയ്യാം, h get cancelled, h get cancelled. So that means നമുക്ക് h എന്ത് വന്നു, ന്യൂമറേറ്റർ 1, ഡിനോമിനേറ്ററിൽ h ഇൻറ്റു 0 എന്നുള്ള ടേം ക്യാൻസൽ ആയി, ഒഴിവായി. ദെയർഫോർ നമുക്ക് നേരെ വാല്യൂ ഇട്ട് കൊടുത്താൽ എച്ചിന് 0 ഇട്ട് കൊടുത്താൽ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 0 പ്ലസ് റൂട്ട് എക്സ്. ദാറ്റ് മീൻസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് 2 തവണ ആഡ് ചെയ്താൽ 2 റൂട്ട് എക്സ്. 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. ഓക്കെ അല്ലേ? One divided by 2 root x. Okay, so നമുക്കൊരു ബ്രേക്ക് എടുക്കാം, 10 minutes ബ്രേക്ക് എടുക്കാം. അതിനുശേഷം റിമൈനിങ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം.
സ്റ്റാർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ദെൻ എഫ് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x plus 7. Then find f inverse x. f of x. f of x is equal to 2x plus 7. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f inverse x. f of x is equal to 2x plus 7. f inverse x ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് സെയിം പ്രൊസീജിയർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? y ഈക്വൽ ടു 2x plus 7. ദെൻ ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കും? എക്സ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് y ആൻഡ് കോൺസ്റ്റൻ്റ് ആക്കി മാറ്റും. സോ ദാറ്റ് മീൻസ് y മൈനസ് 7 ഈക്വൽ ടു 2x. വേറെ ഒന്നും ചെയ്തില്ല. RHSലുള്ള പ്ലസ് 7നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ y മൈനസ് 7 ഈക്വൽ ടു 2x. ദാറ്റ് മീൻസ് y മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു x. നമ്മൾ എങ്ങനെ തുടങ്ങി? ഫംഗ്ഷനെ y ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് x ആയിരുന്നു, അതിനെ x ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് y ആൻഡ് കോൺസ്റ്റൻസ് ആക്കി മാറ്റി. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എഫ് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഈക്വൽ ടു y മൈനസ് 7/2 ആണെങ്കിൽ ദെയർഫോർ എഫ് ഇൻവേഴ്സ് എക്സ് എന്ത് വരും? ഈ വൈക്ക് പകരം നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി? എക്സ് കൊണ്ട്. ദെയർഫോർ എന്ത് കിട്ടും? എക്സ് മൈനസ് 7 ഡിവൈഡഡ് ബൈ 2. എക്സ് മൈനസ് 7 ഡിവൈഡഡ് ബൈ 2. എക്സ് മൈനസ് 7 ഡിവൈഡഡ് ബൈ 2. ക്ലിയർലി? ഇൻവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ എക്സാമിനും ഉണ്ടാകുന്ന ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ചോദിക്കുന്നത്. സെയിം പ്രൊസീജിയർ എല്ലാത്തിനും. y ഈക്വൽ ടു നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, അവിടെ എക്സിന് പകരം പി ആയിരുന്നുകൊണ്ട് പി ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് y കണ്ടുപിടിച്ചു. ദെൻ വൈക്ക് പകരം പി ഇട്ട് കൊടുത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിരുന്നു. ക്ലിയർലി? ദെൻ f of x is equal to f of x is equal to, so important question, f of x is equal to f of x is equal to x square minus 25 divided by x minus 5. അങ്ങനെയാണെങ്കിൽ f of 5 എന്ത് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. f of 5. സോ എഫ് ഓഫ് എക്സ് തന്നിട്ട് എഫ് ഓഫ് 5 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് മാത്രം ചെയ്താൽ മതി? എക്സിൻ്റെ സ്ഥാനത്തെല്ലാം, എക്സ് ഉള്ളിടത്തെല്ലാം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കും? 5 ഇട്ട് കൊടുക്കും. ദെൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 ആണെങ്കിൽ എഫ് ഓഫ് 5 എന്ത് കിട്ടുമെന്ന് ഒന്ന് പറയാമോ? എഫ് ഓഫ് 5 എക്സിന് നേരെ 5 ഇട്ട് കൊടുക്കുക. എക്സിന് 5 ഇട്ട് കൊടുക്കുമ്പോൾ 5 square minus 25 divided by 5 minus 5. That means 25 minus 25 divided by 5 minus 5. 0 by 0 ആണ്. Not defined. So എന്താണ്? division by 0. Denominator 0 വന്നാൽ എന്താണ്? Not defined ആണ്. Not defined. Not defined. Not defined. ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു. എന്താണ്? ഓഡേഡ് പെയർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്നത്? ഓഡേഡ് പെയർ 3 0, ഓഡേഡ് പെയർ 2 0, ഓഡേഡ് പെയർ 1 0, ഓഡേഡ് പെയർ 4 0. സോ ദാറ്റ് മീൻസ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഇമേജസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ്. നോക്കുകയാണെങ്കിൽ 3 എന്തുമായിട്ടാണ് കണക്ഷൻ? 0 ആയിട്ടാണ്, 2 0 ആയിട്ടാണ്, 1 0 ആയിട്ടാണ്, 4 0 ആണ്. അതായത് രണ്ടാമത് വരുന്നത്, ഓഡേഡ് പേരിൽ രണ്ടാമത് വരുന്നതാണ് നമ്മുടെ റേഞ്ച്. സോ ദാറ്റ് മീൻസ് ഇതെന്താണ്? എല്ലാം എങ്ങോട്ടാണ് ഇത് വരുന്നത്? എല്ലാം 0യിലേക്കാണ്. ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷനാണ്? ഒന്ന് പറയാമോ? എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷനാണ്? നമ്മൾ പഠിച്ച തിയറി വെച്ചിട്ട് ഇതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണ്. സോ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ റേഞ്ചിൽ എത്ര എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ? ഒറ്റ എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. ഏതാണ് ഇതിൻ്റെ റേഞ്ച്? സോ റേഞ്ച് വിൽ ബി ഈക്വൽ ടു സെറ്റ്
0, സെറ്റ് 0, നൾ സെറ്റ് അല്ല, സി അല്ല, സെറ്റ് 0. ഒറ്റ എലമെൻ്റ് ഉണ്ടാകും, ഒരേ ഒരു എലമെൻ്റ് ഉണ്ടാകുള്ളൂ, ഒരു സിംഗിൾട്ടൺ സെറ്റ് ആയിരിക്കും ഇതിൻ്റെ റേഞ്ച്. സിംഗിൾട്ടൺ സെറ്റ്, ദാറ്റ് മീൻസ് സെറ്റ് 0, സെറ്റ് 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ക്വസ്റ്റൻ ഒന്ന് ആൻസർ പറയാമോ? നെക്സ്റ്റ് ക്വസ്റ്റനിൽ ഒന്ന് ട്രൈ ചെയ്ത് ആൻസർ പറഞ്ഞേ. Set A has 32 elements, set B has 42 elements, then A union B has 62 elements, then number of elements in set A intersection B. So നമുക്ക് നേരെ ഏത് ഫോർമുല യൂസ് ചെയ്യാം? n of A union B equal to n of A plus n of B minus n of A intersection B. n of A plus n of B minus n of A intersection B. So n of A in the union B തന്നിട്ടുണ്ട്, n of A തന്നിട്ടുണ്ട്, n of B തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? n of A intersection B. n of A intersection B. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് P of H ചെയ്യുന്നതാണ്. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പ്ലസ് ആകും, അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ n of A intersection B equal to n of A plus n of B minus n of n of A union B plus n of A union B RHസിലേക്ക് വരുമ്പോൾ മൈനസ് n of A union B. n of A union B. So n of A union B തന്നിട്ടുണ്ട് 62, n of A 32 ആണ്, n of B 42 ആണ്, മൈനസ് n of A union B 62. That means 74 minus 62 equal to 12. Equal to 12. Okay. സ്റ്റെപ്പ് ഒന്നും എഴുതരുത് എക്സാമിന്, നേരെ ഇത് ഓർത്തോണം. ഇതാണ് പ്രോപ്പർട്ടി. നേരെ വാല്യൂസ് കാൽക്കുലേറ്ററിൽ നമ്പർ മാത്രം അടിക്കുക. 32 + 42 - 62 ഈക്വൽ ടു 12 എന്ന് പറഞ്ഞ് ലെസ് ദാൻ 10 സെക്കൻഡ്സ് ആൻസറിലേക്ക് വരണം. സോ ഇത് ഡിസ്കഷൻ ആയതുകൊണ്ട് നമ്മൾ ഇത്രയും, ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞത്. എക്സാമിന് വരുമ്പോഴത്തേക്കും അങ്ങനെ വേണം നിങ്ങൾ കോൺസെപ്ച്വലി നമുക്ക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫോമുല അത്രയും ക്ലാരിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാക്സിമം സ്പീഡിൽ ആൻസറിലേക്ക് എത്തുന്ന രീതിയിൽ വേണം ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ. സോ മാർക്ക് ചെയ്തേക്കാം. ദെൻ അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് കണ്ടിന്യൂറ്റിയുടെ കേസിൽ. ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. സോ ഒരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകുക മീൻസ് എന്താണ്? ഒന്നുകിൽ ഫംഗ്ഷൻ എന്താണ്, നമുക്ക് കണ്ടിന്യൂസ് ആണല്ലോ, എന്താണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ഫംഗ്ഷനോട്, എഫ് ഓഫ് എയോട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഫംഗ്ഷൻ തന്നെ ഡിഫൈൻഡ് അല്ല എങ്കിൽ എന്താണ് ഡിസ്കണ്ടിന്യൂസ്. ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കണ്ടുപിടിച്ചാൽ മതി? ഡിനോമിനേറ്റർ 0 ആയാൽ മതി. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുകയാണ്, x² - 3x + 2 ഡിവൈഡഡ് ബൈ x² - 5x + 6. അതായത് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുക മീൻസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, എഫ് ഓഫ് എയോട് ഈക്വൽ ആകണം. ദാറ്റ് മീൻസ് ഏത് വാല്യൂ വരുമ്പോഴാണ് ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആകുന്നത്? എപ്പോഴാണത്? ഡിനോമിനേറ്റർ 0 ആകുന്ന എക്സിൻ്റെ വാല്യൂവിലെല്ലാം എന്തായിരിക്കും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുക. ദാറ്റ് മീൻസ് ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ് ഡിഫൈൻ ചെയ്യത്ത് പോലുമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. ഉണ്ടോ? ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് മീൻസ് എന്താ? നേരെ ഓർത്തോണം, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നേരെ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ. ലാസ്റ്റ് ടൈമും നമുക്ക് എക്സാമിന് വന്നിരിക്കുന്ന അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ്, റെഗുലർ ബാച്ചിൽ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിന് വന്നിരിക്കുന്നത്. സോ നോക്കാം, ഡിനോമിനേറ്റർ point of discontinuity, points of continuity means values of x, denominator equal to 0 ആകുന്ന വാല്യൂവിൻ്റെ എക്സിൻ്റെ വാല്യൂസ്. സോ നേരെ നമുക്ക് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, ഡിനോമിനേറ്റർ 0 ഇക്വേറ്റ് ചെയ്യാം. x² - 5x + 6 ഈക്വൽ ടു 0. നോക്കി, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ദാറ്റ് മീൻസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ ആ സൊല്യൂഷൻ കിട്ടിയാൽ മതി. ഇത് നോക്കണ്ട, നമുക്ക് റൂട്ട്സ് ആസ് ഇറ്റ് ഈസ് അല്ലെങ്കിൽ ആ പറയുന്ന വാല്യൂസ് ആസ് ഇറ്റ് ഈസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക്
എന്താണ് ഷോർട്ട് കട്ട് ട്രിക്കായിട്ട് എടുക്കാവുന്നത്? ഫസ്റ്റ് സമ്മ്, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സം എത്ര വരും? സമ്മ് -5/1, ദാറ്റ് മീൻസ് 5. ഇങ്ങനെ ഒന്ന് എക്സാമിന് എഴുതരുത്, കറക്റ്റ് -b/a മൈൻഡിൽ പേപ്പറിൽ എന്തുമാത്രം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 എന്ന് മാത്രം എഴുതുക. പ്രോഡക്റ്റോ 6/1 c/a അല്ലേ, 6. സോ ദാറ്റ് മീൻസ് 2 നമ്പർ വേണം, സമ്മ് 5ഉം വരണം, പ്രോഡക്റ്റ് 6ഉം വരണം. ഏതൊക്കെ ആയിരിക്കും? 2ഉം 3ഉം. 2ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 5 ആണ്. 2 × 3 6 ആണ്. Therefore answer 2,3 is the right answer. 2,3 is the right answer. Okay. Next one. 36th question. ഒന്ന് ആൻസർ പറയാം. എയും ബിയും തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? a - b. എയും ബിയും തന്നിട്ടുണ്ട്, a - b കണ്ടുപിടിക്കണം. a and b are given, then find the value of, then cardinal number of a - b. അതായത് a - bയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. a - bയിൽ എത്ര എലമെന്റ്സ്? cardinal number of a - b, that means n of a - b കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ആൻസർ പറയാമോ? എയും ബിയും തന്നിട്ടുണ്ട്. a = സെറ്റ് 1 2 3 5 7. b = സെറ്റ് 1 3 6 10 15. then a - b. that means എയിൽ നിന്ന് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ഒഴിവാക്കുക. സോ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 3 ഉണ്ട്, 1 3 ആണുള്ളത്. സോ മിച്ചം എത്രയാണുള്ളത്? a - b എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 സെറ്റ് 2 5 7. ബട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാർഡിനൽ നമ്പർ ഓഫ് a - b. ദാറ്റ് മീൻസ് n ഓഫ് a - b. കാർഡിനൽ നമ്പർ മീൻസ് എന്താണ്? സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കാർഡിനൽ നമ്പർ. a - bയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3, 2 5 7. therefore കാർഡിനൽ നമ്പർ എത്രയാണ്? 3. cardinal number will be equal to 3. Okay, then 3 correct ആണ്. Then next one. ഇതൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. So n be the set of all natural numbers. So n എന്താന്ന് തന്നിട്ടുണ്ട്? set of all natural numbers 1 2 3 4 5 etc. then e be the set of all even natural numbers. e equal to നമുക്ക് എഴുതാം even natural numbers. that means 2 4 6 8 10 etc. then the function from n to e defined by f of x equal to 2x. അതായത് എക്സിന് 1 2 3 ഡൊമൈൻ എന്നിൽ നിന്ന് ഇയിലേക്ക് ആയതുകൊണ്ട് ഡൊമൈൻ ഏതാണ്? n ആണ്, എന്നിലെ വാല്യൂ ആണ്. സോ ദാറ്റ് മീൻസ് എക്സിന് 1 2 3 8 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നോക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 × 1 2. എക്സിന് 2 കൊടുക്കുമ്പോഴോ 2 × 2 4. ദാറ്റ് മീൻസ് 1 എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? നമ്മൾ ഡയഗ്രാമോട്ട് വരയ്ക്കുന്നത് 1 2ലേക്ക് 2 4ലേക്ക്. എക്സിന് 3 കൊടുത്താലോ? എക്സിന് 3 കൊടുത്താൽ 2 × 3 6. 3 6 4 8 5 10 ആണ്. ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണെന്ന് ഒന്ന് പറയാമോ? എപ്പോഴും ഡൊമൈൻ്റെ ബേസിസിൽ നോക്കണം, കോഡൊമൈൻ്റെ ബേസിസിൽ നോക്കണം. ഡൊമൈൻ്റെ ബേസിസിൽ ഡൊമൈനിലെ അല്ലെങ്കിൽ എന്നിലെ എല്ലാ എലമെന്റ്സിനും ഡിഫറെൻറ്റ് ഇമേജസ് ആണ്. ദാറ്റ് മീൻസ് 1 1 ഒന്നിനോട് മാത്രം റിലേഷൻ. ദെൻ കോഡൊമൈനിലെ
എല്ലാ എലമെൻസിനും എന്തുണ്ട്, പ്രീ ഇമേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ എന്ത് വിളിക്കാം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ, 1 into ഫംഗ്ഷൻ ആണോ, മെനി 1 on 2 ആണോ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണോ? ഒന്ന് ആൻസർ പറയാവോ? സോ ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 on 2 ഫംഗ്ഷൻ ആണ്. സോ ഇതിലേതാണ്? 1 on 2 ആണോ, 1 into ആണോ, മെനി 1 on 2 ആണോ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണോ? ചോയ്സ് ഏത് വരുമെന്നൊന്ന് പറയാവോ? സോ ഡൊമൈൻ്റെ ബേസിസിൽ 1 ആണ്. കോഡൊമൈൻ്റെ ബേസിസിൽ എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ട്, അത് ഓൺ 2 ആണ്. 1 on 2 on 2 ഫംഗ്ഷൻ ആണ്. 1 on 2 ദാറ്റ് മീൻസ് അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ. 1 on 2 ദാറ്റ് മീൻസ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ദ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 100 എക്സ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എഫ് ഇൻവേഴ്സ് എക്സ്. സോ നമ്മൾ എപ്പോഴും ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എക്സ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എക്സ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് y. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y by 100 ഈക്വൽ ടു എക്സ്. നേരെ എഫ് ഇൻവേഴ്സ് എക്സ് ആക്കാനായിട്ട് എന്ത് ചെയ്യും? ഈ വൈക്ക് പകരം നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും? എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. ദാറ്റ് മീൻസ് എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 100, എക്സ് ഡിവൈഡഡ് ബൈ 100. ചോയ്സ് എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, 39th ഒന്ന് ആൻസർ പറയാമോ? എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളതെന്ന് പറയാം. A subset of B. Then, so A subset of B means A ആണ് സബ്സെറ്റ്, B ആണ് സൂപ്പർ സെറ്റ്. സോ നമുക്ക് യൂണിയനും ഇന്റർസെക്ഷൻ വെച്ചിട്ടാണ്. A subset of B ആണെങ്കിൽ A ഇന്റർസെക്ഷൻ B എന്ത് വരും? ഒരു സബ്സെറ്റും ഒരു സൂപ്പർ സെറ്റും നമ്മൾ ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്ക് എന്തേ വരത്തുള്ളൂ? സബ്സെറ്റേ വരത്തുള്ളൂ. A. Therefore, choice A അല്ല. Then A subset of B ആണെങ്കിൽ A യൂണിയൻ B എടുത്താൽ എന്ത് വരും? ഒരു സബ്സെറ്റും ഒരു സൂപ്പർ സെറ്റും കൂടെ യൂണിയൻ എടുത്താൽ B സൂപ്പർ സെറ്റ് ആണ് വരുന്നത്. Therefore, ചോയ്സ് എന്ത് വരും? ആൻസർ ചോയ്സ് B is the right answer. Okay. Then next one, ഒരുപാട് തവണ മോക്ക് ടെസ്റ്റിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ നമ്പർ വെച്ച് ചെയ്തായിരുന്നു. ഇവിടെ അതിനകത്ത് പകരം ഒരു എച്ച് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ വെച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എത്രയാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് എച്ച്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് ഓഫ് x plus h minus 2 into f of x. f of x plus h minus 2 into f of x. f of x plus h minus 2 into f of x. So that implies
f of x plus h minus 2 into f of x. So f of x plus h എന്ന് പറഞ്ഞാൽ എന്താണ്? f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? x plus h. ദാറ്റ് മീൻസ് f of x plus h കണ്ടുപിടിക്കാൻ ഈ എക്സിന് പകരം എന്തിട്ട് കൊടുക്കണം? x plus h. ദാറ്റ് മീൻസ് 2 ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ട് ഇടാൻ വിട്ടു പോകരുത്, അല്ലെങ്കിൽ ഫസ്റ്റ് എക്സിനെ മാത്രം 2 കൊണ്ട് മൾട്ടിപ്ലൈ. സ്റ്റുഡൻസ് നോർമലി വരുത്തി കാണുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, അത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തത്. 2 ഇൻറ്റു x plus h. ദാറ്റ് മീൻസ് എക്സിനെയും എച്ചിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് h മൈനസ് 2 ഇൻറ്റു f of x. That means 2x plus h. That implies 2x plus 2h plus h minus 4x minus 2h. So നമുക്ക് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാം. പ്ലസ് 2h മൈനസ് 2h ഗെറ്റ് ക്യാൻസൽഡ്. മിച്ചം എത്ര ഉണ്ട്? 2x ഉണ്ട് മൈനസ് 4x ഉണ്ട്. സോ ദാറ്റ് മീൻസ് 2x മൈനസ് 4x ഉണ്ട്, മൈനസ് 2x കിട്ടും. ദെൻ ഒരു h മിച്ചമുണ്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് ടേം എഴുതുകയാണെങ്കിൽ h മൈനസ് 2x ഈസ് ദ റൈറ്റ് ആൻസർ. h മൈനസ് 2x, h മൈനസ് 2x. h minus 2x is the right answer. Okay, then f of x തന്നിട്ടുണ്ട്, then f of x plus 1, f of x minus 1 തന്നിട്ടുണ്ട്, then f of x plus 1. ജനറലി നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടായിരുന്നു ചോദിക്കാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് ചെയ്തേക്കണേ. എഫ് ഓഫ് എക്സ് തന്നിട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് 1 കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ നേരെ എക്സ് ഉള്ളിടത്തെല്ലാം എക്സ് പ്ലസ് 1 ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. എഫ് ഓഫ് എക്സ് മൈനസ് 1 എഫ് ഓഫ് എക്സ് പ്ലസ് 1 ആകണമെങ്കിൽ ഈ എക്സ് മൈനസ് 1ൻ്റെ കൂടെ എക്സ് മൈനസ് 1ൻ്റെ കൂടെ എക്സ് മൈനസ് 1ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് അത് എഫ് എക്സ് പ്ലസ് 1 ആകുന്നത്? ഇത്രയാണ് 2 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 2 ആണെങ്കിലാണ്, എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 2 ഇട്ട് കൊടുത്താലാണ്, എക്സിന് പകരം എക്സ് പ്ലസ് 2 ഇട്ട് കൊടുത്താലാണ്. നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 മൈനസ് 1 ആണ്, എക്സ് പ്ലസ് 2 മൈനസ് 1 ആണ് എക്സ് പ്ലസ് 1 വരുന്നത്. സോ ദാറ്റ് മീൻസ് എക്സിന് പകരം നമ്മൾ എന്തിട്ട് കൊടുത്തു? എക്സ് പ്ലസ് 2 ഇട്ട് കൊടുക്കുമ്പോഴാണ് എന്താകുന്നത്? എഫ് ഓഫ് എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1 ആകുന്നത്. സോ ദാറ്റ് മീൻസ് എക്സ് ഉള്ളിടത്തെല്ലാം എന്താണ്? എക്സിന് പകരം എക്സ് പ്ലസ് 2 ഇട്ട് കൊടുത്തു. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് പ്ലസ് 1 ആകണം. സോ ദാറ്റ് മീൻസ് എൽ എച്ച് എസിൽ എഫ് ഓഫ് എക്സ് പ്ലസ് 2 മൈനസ് 1 എക്സിന് പകരം എന്തിട്ട് കൊടുത്തു? എൽ എച്ച് എസിൽ എക്സ് പ്ലസ് 2, എക്സിന് പകരം എക്സ് പ്ലസ് 2 ഇട്ട് കൊടുത്താൽ ആർ എച്ച് എസിലും എന്ത് തന്നെ ചെയ്യണം? എക്സിന് പകരം എക്സ് പ്ലസ് 2 ഇട്ട് കൊടുക്കണം. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 8, എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 8. എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2ab, ദാറ്റ് മീൻസ് 4x പ്ലസ് 4 പ്ലസ് 8. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 12, എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 12. അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. എക്സ് സ്ക്വയർ പ്ലസ് 8x ഒക്കെയാണുള്ളത്, എക്സ് സ്ക്വയർ പ്ലസ് 8 ആണുള്ളത്, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്. ദെർഫോർ ആൻസർ നൺ ഓഫ് ദീസ്, നൺ ഓഫ് ദീസ്. നൺ ഓഫ് ദീസ്. ഓക്കെ, ഇവിടെ നോർമലി നമുക്ക് ഇങ്ങനെയല്ല വരുന്നത്. എഫ് ഓഫ് എക്സ് എന്നാണ്, അവിടെ നമ്മൾ സേഫ് ആണ്. എക്സ് ഉള്ളത് എക്സ് പ്ലസ് 1 ഇട്ട് കൊടുത്താൽ മതി. ഇത് എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1 ആകണമെങ്കിൽ എക്സിന് പകരം എക്സ് പ്ലസ് 2 ഇട്ട് കൊടുക്കണം. എൽ എച്ച് എസിൽ എക്സ് പ്ലസ് 2 ഇട്ട് കൊടുത്താൽ ആർ എച്ച് എസിലും എക്സിന് പകരം എക്സ് പ്ലസ് 2 ഇട്ട് കൊടുത്തു. സിംപ്ലിഫൈ ചെയ്തു. ആൻസർ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 12. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ പറയാമോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ടൈം ചോദിച്ചത്, വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്.
ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് വീണ്ടും ചോദിക്കാം. ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്ത് സീറോയോട് ഇക്വേറ്റ് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ ഒന്ന് പറയാമോ? സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് പോലും എഴുതാതെ എക്സാമിന് ചെയ്യാവുന്നതാണ് വന്നാൽ. എഫ് ഓഫ് എക്സ് എന്നിട്ടുണ്ട് x² - 9 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 3. സോ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി? ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് എന്ന് പറയുന്ന നേരെ എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എക്സ് എത്ര വരണം? ഈ 3 അപ്പുറം വന്നു കഴിഞ്ഞാൽ -3. എക്സിന് -3 അല്ലെങ്കിൽ -3യുടെ കൂടെ 3 ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 0. Therefore ആൻസർ -3. +3 എഴുതരുത്, -3. ഓക്കെ, കറക്റ്റ് ആണ്. Then next one. The number of elements in the range of a constant function. Number of elements range constant function. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ റേഞ്ചിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. സോ കോൺസ്റ്റന്റ് ഫംഗ്ഷനിലെ ഡൊമൈനിലെ എല്ലാ എലമെൻറ്റ്സും മാപ്പ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? ഒറ്റ എലമെൻറ്റിലേക്കാണ്. ദെയർഫോർ ദാറ്റ് മീൻസ് നമുക്ക് എന്താ പറയാം? റേഞ്ചിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാകും? ഓൺലി 1 അല്ലേ? സോ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ പറയാണ് A എടുക്കണം. x1 x2 x3 ആയിരിക്കും. y1 y2 y3. സോ എല്ലാ എലമെൻറ്റ്സും x1ഉം x2ഉം x3യും എല്ലാം മാപ്പ് ചെയ്യുന്നത് എന്താണ്? ഒരു സിംഗിൾ വാല്യൂവിലേക്കാണ്. ദെയർഫോർ റേഞ്ചിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ? ഒരേ ഒരു എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. കോമ്പോസിറ്റ് ഫംഗ്ഷനകത്ത് ഇതുവരെ നമ്മൾ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് അല്ലെങ്കിൽ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിച്ചത്. ദെൻ നമുക്കിവിടെ എന്ത് ചോദിച്ചിരിക്കുന്നു? എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സും ഗിവൺ ആണ്, ജി ഓഫ് എക്സും ഗിവൺ ആണ്. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് 4. സോ ഫസ്റ്റ് നമുക്ക് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും വെച്ചിട്ട് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ദെൻ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുത്താൽ മതി? 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ ആകും. എഫ് ഓഫ് എക്സ് ഗിവൺ ആണ് 2x + 2. ജി ഓഫ് എക്സ് ഗിവൺ ആണ് x². ദെൻ നമ്മൾ ഫസ്റ്റ് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്, ദാറ്റ് മീൻസ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ എന്താണ്? ജി ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ആയ x² ഇട്ട് കൊടുക്കുക. 2 × x² + 2. ദാറ്റ് മീൻസ് 2 × 2² + 2. സോറി, 2x² + 2 ആണ് എന്ത് വരുന്നത്? എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്. പക്ഷെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ എക്സിന് പകരം എന്താണ് 4 വന്നത്? ദാറ്റ് മീൻസ് RHSൽ എക്സിന് പകരം എത്ര ഇട്ട് കൊടുക്കുക? 4 ഇട്ട് കൊടുക്കുക. സോ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് 4 എന്ന് പറയും 2 × 4² + 2. 2 × 4². ദാറ്റ് മീൻസ് 2 × 16 + 2. 2 × 16. That means 32 + 2. That means 34. 34 is the right answer. 34. Delay. Then ഇതൊന്ന് ആൻസർ പറയാം. 45th വൺ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്.
In a group of 20 children, 8 drink tea but not coffee. That means ടീ മാത്രം ഡ്രിങ്ക് ചെയ്യുന്ന 8 ആൾക്കാരുണ്ട്. ആൻഡ് 13 ലൈക്ക് ടീ. ദാറ്റ് മീൻസ് 13 പേഴ്സൺസ് ടീ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ടീ കുടിക്കുന്നവരാണ്. ദാറ്റ് മീൻസ് ടീ മാത്രം കുടിക്കുന്ന 8 പേര്, ടീ കുടിക്കുന്ന 13 പേര്. ദാറ്റ് മീൻസ് 8 കഴിഞ്ഞാൽ ബാക്കിയുള്ള 5 പേരെന്താണ്? ടീയും കോഫിയും കുടിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഡ്രിങ്കിങ് കോഫി ബട്ട് നോട്ട് ടീ. ദാറ്റ് മീൻസ് കോഫി മാത്രം കുടിക്കുന്നവരുടെ എണ്ണം. ഇത് നമുക്കൊരു ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്താം. അല്ലെങ്കിൽ ഇതൊരു വലിയ ചെറിയ നമ്പേഴ്സാണ്, ഡയഗ്രാം പോലും വരയ്ക്കാതെ ആൻസറിലേക്ക് എത്താം. ആൻസർ പറയാമോ? സെവൻ കറക്റ്റ് ആണ്. സോ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് ടീ, ഇത് കോഫി. സോ ടീ കുടിക്കുന്ന മൊത്തത്തിൽ 13 പേരുണ്ട്. ടീ മാത്രം കുടിക്കുന്നത്, സോ ഈ ഒരു പോർഷൻ എടുക്കുകയാണ്, ഈ ഒരു പോർഷൻ. ടീ മാത്രം കുടിക്കുന്ന 8 പേരുണ്ട്. ടീയും കോഫിയും കുടിക്കുന്ന 13 പറയുമ്പോൾ ഇത് 5. സോ 8 5 13 മിച്ചം എത്രയായിരിക്കും? ടോട്ടൽ 20 പേരാണ്. ബാക്കി 7 പേര് കോഫി മാത്രം കുടിക്കുന്നത്. സോ ഈ ഏരിയ വരുന്നത്, കോഫി മാത്രം കുടിക്കുന്ന ഏരിയ വരുന്നത് 7 പേരാണ്. ഈ ഫിഗറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ, ജസ്റ്റ് ഒന്ന് ഏറ്റവും ചെറിയ നമ്പറുകളാണ്. മൂന്നാമതൊന്നുമില്ല, രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഫിഗർ പോലും ആവശ്യമില്ല. ആൻസർ 7. ഓക്കെ, നെക്സ്റ്റ് വൺ ലിമിറ്റ്സിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Limit n tends to infinity. Limit n tends to infinity. 1 square plus 2 square plus 3 square plus etc. plus n square divided by n cube. സോ ഇവിടെ നമ്മുടെ ന്യൂമറേറ്റർ നോക്കുകയാണെങ്കിൽ 1 square plus 2 square plus 3 square plus etc. plus n square. Sum of squares of first n natural numbers ആണ്, സിഗ്മ n square ആണ്. സോ ഇതിൻ്റെ ഫോർമുല നമുക്കറിയാവുന്നതാണ്, n into n plus 1 into 2n plus 1 the whole divided by 6. n into n plus 1 into 2n plus 1 the whole divided by 6. The whole divided by 6. n into n plus 1 into 2n plus 1 the whole divided by 6. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാം. ഫോർമുല ലിമിറ്റ് n tends to infinity n into n plus 1 into 2n plus 1 divided by 6. ഡിനോമിനേറ്ററിൽ എന്ത് കൂടുണ്ട്? ഒരു n ക്യൂബ് കൂടുണ്ട്. സോ ദാറ്റ് മീൻസ് നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ഈ n ക്യാൻസൽ ആവും, ഇത് എത്രയാവും? n സ്ക്വയർ. സോ ദാറ്റ് മീൻസ് നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ ന്യൂമറേറ്ററിലുള്ളത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് n tends to infinity. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n into 2n സ്ക്വയർ, then n into 1 n ആണ്, 1 into 2n 2n ആണ്, then 1 into 1 1 ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 2n സ്ക്വയർ പ്ലസ് n plus 2n plus 1 divided by 6n square. So that means n plus 2n നമുക്ക് എത്ര കിട്ടും? 3n. n plus 2n ഇവിടെ എടുക്കുമ്പോഴത്തേക്കും 3n. ലിമിറ്റ് n tends to infinity 2n square plus 3n plus 1 divided by 6n സ്ക്വയർ ആണ്. സോ ഇവിടെ നമുക്ക് എന്നിന് ലിമിറ്റിൽ നമുക്കൊരു നോർമൽ ഒരു രണ്ട് ഫംഗ്ഷൻ
ന്യൂമറേറ്ററിൽ ഒരു ഫംഗ്ഷൻ, ഡിനോമിനേറ്റർ ഒരു ഫംഗ്ഷൻ ഫോർമാറ്റിൽ വന്നു. സോ നേരെ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ് വരുന്നത്. സോ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഏത് റൂൾ യൂസ് ചെയ്യാം? എൽ ഹോസ്പിറ്റൽ റൂൾ. എൽ ഹോസ്പിറ്റൽ റൂൾ. എൽ ഹോസ്പിറ്റൽ റൂൾ. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n സ്ക്വയറിൻ്റെ എടുക്കുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 കോൺസ്റ്റൻ്റ് ആണ്, n സ്ക്വയറിന് 2n, ദാറ്റ് മീൻസ് 4n പ്ലസ് ആണല്ലേ, 2n plus 2n, 4n plus 3 divided by 6n square എങ്ങനെ എഴുതാം? 6 into n സ്ക്വയറിന് 2n, ദാറ്റ് മീൻസ് 12n. ഇപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ഒന്നുകൂടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4n into 4, 3 കോൺസ്റ്റൻറ്റിൻ്റെ 0 ഡിവൈഡഡ് ബൈ 12n into 12. So that means 4 by 12, 1 by 3. 1 divided by 3 is the right answer. 1 divided by 3 is the right answer. 1 divided by 3. 1 divided by 3 is the right answer. Okay. So another question ആണ്. Sum of squares of first n natural numbers അറിയാമെങ്കിൽ സീക്വൻസ് ആൻഡ് സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് അതറിയാമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെല്ലാം സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഫോമുലയും അറിഞ്ഞിരിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. ദെൻ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഒന്ന് കണ്ടുപിടിക്കുക. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ്. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഗിവൺ ആണ്. Then G composite f of x. G composite f of x. G composite f of x കണ്ടുപിടിക്കാം. f of x ഉം g of x ഉം given ആണ്. Then G composite f of x. F of x equal to x plus 3, g of x equal to x square. നമുക്ക് വേണ്ടത് g composite f of x, that means g of f of x. എപ്പോഴുണ്ട് ഈ ഒരു സ്റ്റെപ്പ് എഴുതണേ, g of f of x എന്നതിന് ശേഷം that means g of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ എന്താണ് f of x ൻ്റെ ഫംഗ്ഷൻ വാല്യൂ ആയ x plus 3 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. So g of f of x എടുക്കാം. g of x അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? x plus 3 കൊണ്ട്. സോ ദാറ്റ് മീൻസ് x plus 3 ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ x സ്ക്വയർ പ്ലസ് 6x plus 9 എന്ന് കിട്ടും. അതുകൊണ്ട് എക്സ്പാൻഷൻ പോലും വന്നിട്ടില്ല, എക്സാം ക്വസ്റ്റൻ ആണ്. നേരെ ആൻസർ. അത്ര പോലും സമയം എടുക്കില്ല നമുക്ക്. x plus 3 ദ ഹോൾ സ്ക്വയർ. x plus 3 ദ ഹോൾ സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഗീവൺ ആണ്. ദെൻ എഫ് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കണം. ഒന്ന് സോൾവ് ചെയ്ത ആൻസർ പറയാമോ? എഫ് ഓഫ് എക്സ് ഗീവൺ ആണ്. ദെൻ എഫ് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ഗീവൺ ആണ്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. എന്ത് കണ്ടുപിടിക്കണം? എഫ് ഇൻവേഴ്സ് എക്സ്. എഫ് ഇൻവേഴ്സ് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എഫ് ഇൻവേഴ്സ് എക്സ്. എപ്പോഴും നമ്മൾ പ്രൊസീജിയർ എന്താണ്? y ഈക്വൽ ടു തന്നിരിക്കുന്ന ഫംഗ്ഷൻ. സോ ഇതിനെ എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് y ആക്കി കൊണ്ടുവരണം. ദെൻ yക്ക് എന്താണ്? എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. ഒന്ന് സോൾവ് ചെയ്ത ആൻസർ പറയാമോ?
ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നോക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y ഇൻറ്റു 1 മൈനസ് എക്സ് ഈക്വൽ ടു 1. So y minus yx equal to 1. So that implies 1 ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് 1 ഇപ്പറേക്ക് വന്നാൽ മൈനസ് 1. y മൈനസ് 1 ഈക്വൽ ടു yx. That implies y minus 1 divided by y equal to x. So ഇത് എങ്ങനെ വന്നു? y equal to in terms of x and constant എങ്ങനെ കൊണ്ടുവന്നു? x equal to in terms of y and constantsലേക്ക് നമ്മൾ എത്തിച്ചു. Then f inverse x equal to yക്ക് പകരം x ഇട്ട് കൊടുക്കുക, x minus 1 divided by x. That means choice B. Choice B is the right answer. Then next one. Question ആണ്, നമ്മുടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഓവർ ദ സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ്. നമുക്ക് കുറേ നോൺ സീറോ റിയൽ നമ്പേഴ്സ് ഉണ്ട്. സോ അതിനകത്ത് നമ്മൾ എന്ത് റിലേഷനാണ് എക്സസൈസ് ചെയ്യുന്നത്? ഈസ് ദ റെസിപ്രോക്കൽ ഓഫ്. ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് അത് എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, അല്ലെങ്കിൽ ഈക്വലൻസ് ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്ത് ആൻസർ പറയാവോ? സോ ഫസ്റ്റ് നമ്മൾ റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് നമ്മൾ ഓവർ ദ സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ്. സോ നമ്മൾ എ അല്ലെങ്കിൽ നമുക്ക് 5 ഒരു റിയൽ നമ്പർ, ഒരു അതിൽ നമ്മൾ ജസ്റ്റ് ഒരു നമ്പർ എടുക്കുകയാണ്. 5 ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് 5. ശരിയാണോ? 5 ഈക്വൽ ടു 5 അല്ലേ വരത്തുള്ളൂ. 5ൻ്റെ റെസിപ്രോക്കൽ 1/5 അല്ലേ, അല്ലെങ്കിൽ 1/5 അല്ലേ 5ൻ്റെ റെസിപ്രോക്കൽ വരേണ്ടത്. ദെയർഫോർ എന്താണ് ആ 5 ഒരു ഈ പറയുന്ന റിലേഷൻ എന്താണ്? ഒരു റിയൽ നമ്പറും അതിനോട് തന്നെ റിലേറ്റഡ് ആകില്ല. ഒരിക്കലും ഒരു നമ്പറും അതിൻ്റെ എന്താണ് 1 എന്താണ് ഓപ്പോസിറ്റ് ഓഫ് 1 ഒഴികെ ബാക്കിയല്ല നമുക്ക് എന്താണ് റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്താണ് ആ നമ്പറിനോട് ഈക്വൽ അല്ല. സോ ദാറ്റ് മീൻസ് റിഫ്ലെക്സീവ് അല്ല. എന്തേ വരത്തുള്ളൂ? 5 ഈസ് ഈക്വൽ ടു 5 വരത്തുള്ളൂ. റിഫ്ലെക്സീവ് അല്ല. ദെൻ സിമെട്രിക്. സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണോ നോക്കാനായിട്ട് 5 ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് 1/5. റിയൽ നമ്പർ ആണല്ലോ. സോ 1/5 എന്ന് പറയുന്ന ഒരു നോൺ സീറോ റിയൽ നമ്പറാണ്. 5 1/5ൻ്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ദാറ്റ് ഇംപ്ലൈസ് 1/5 ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് 5 അല്ലേ. സോ എ റിലേറ്റഡ് ടു 5 റിലേറ്റഡ് ടു 1/5 ആണ്. അങ്ങനെയാണെങ്കിൽ 1/5ഉം റിലേറ്റഡ് ടു 5 ആണ്. 1/5 ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് 5. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? ഒരു സിമെട്രിക് റിലേഷൻ ആണ്. ഈസ് ദ റെസിപ്രോക്കൽ ഓഫ്. നമുക്ക് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് ആണ്. ട്രാൻസിറ്റിവിറ്റിയും കൂടെ നോക്കാം. ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് നോക്കാം. സോ ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് നോക്കാനായിട്ട് എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സി. ഞാൻ ഒന്ന് എഴുതുകയാണേ. 5 ഈസ് ദ reciprocal of 1/5 and 1/5 is the reciprocal of 5 ആണ് വരുന്നത് അല്ലേ. എ റിലേറ്റഡ് ടു ബി റിലേഷൻ വന്നെങ്കിൽ
ഈസ് എ റെസിപ്രോക്കൽ പറഞ്ഞാൽ 5ൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കണം 1/5 ആയിരിക്കണം. തിരിച്ച് 1/5 അതായത് ബി റിലേറ്റഡ് ടു സി, സി എന്ന് പറയുന്നത് എന്തായിരിക്കും 5 തന്നെ. ദാറ്റ് മീൻസ് എയും സിയും തമ്മിൽ റെസിപ്രോക്കൽ ആണോ? എയും സിയും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. സോ ദാറ്റ് ഇംപ്ലൈസ് 5 ഈസ് ഈക്വൽ ടു 5 ആണ് വരുന്നത്. ദാറ്റ് മീൻ അങ്ങനെയല്ല, നമുക്ക് 5 ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് 5 എന്നാണ് എന്ത് വരേണ്ടത്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ വരേണ്ടത്. ഒരിക്കലും 5ൻ്റെ റെസിപ്രോക്കൽ അല്ല. therefore നമുക്ക് എന്ത് പറയാം? ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്? സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഈസ് എ സിമെട്രിക് റിലേഷൻ. ഓക്കെ, last question. Limit x tends to 2, x raised to n minus 2 raised to n divided by x minus 2 is equal to 80. x raised to n minus 2 raised to n divided by x minus 2 equal to 80 ആണ്. അങ്ങനെയാണെങ്കിൽ n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് എക്സിന് 2 കൊടുത്താൽ 2 raised to n minus 2 raised to n 0 വരും. താഴെ 2 minus 2 0 വരും. ദാറ്റ് മീൻസ് 0/0 ഫോമാറ്റ് ആണ്. നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്താൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇവിടെ നമുക്ക് എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. സോ ലിമിറ്റ് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്താലും അതിനകത്തേക്ക് തന്നെയാണ് എത്തുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1, എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1, എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. 2 റൈസ് ടു എൻ കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0 ആണ്. എക്സിന് ഡെറിവേറ്റീവ് 1 ആണ്. -2 × 0. ദാറ്റ് മീൻസ് ബൈ 1 ഈക്വൽ ടു 80. സോ ദാറ്റ് മീൻസ് എക്സിന് ഡിനോമിനേറ്റർ 0 അല്ലാണ്ടായിട്ട് മാറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് നേരെ എന്ത് ചെയ്യാം? എക്സിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. ദാറ്റ് ഇംപ്ലൈസ് n ഇൻറ്റു 2 raised to n minus 1 equal to 80. അങ്ങനെയാണെങ്കിൽ n-ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നേരെ ചോയ്സ് മെത്തേഡ്. n-ന് 5 ഇട്ട് കൊടുത്ത് നോക്കാം. ജസ്റ്റ് n-ന് 5 ഇട്ട് കൊടുത്ത് നോക്കിയാൽ ചോയ്സ് മെത്തേഡ് 5 ഇൻറ്റു 2 raised to 5 minus 1. ദാറ്റ് മീൻസ് 5 ഇൻറ്റു 2 raised to 4, 5 ഇൻറ്റു 16 എക്സാക്ട്ലി എത്ര കിട്ടുന്നുണ്ട്? 80 കിട്ടുന്നുണ്ട്. therefore n-ൻ്റെ വാല്യൂ എത്രയായിരിക്കും? n is equal to എത്രയാണ്? 5. n-ൻ്റെ വാല്യൂ എത്ര കിട്ടും? 5 കിട്ടും. ഓക്കെ, n is equal to 5. n is equal to 5. Clearly? So ഇത്രയാണ് നമ്മുടെ സെറ്റ്സ്, ഫങ്ഷൻസ്, റിലേഷൻസ്, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയുടെ തിയറി പ്ലസ് പ്രോബ്ലംസ്. സോ ഇത്ര ഏരിയയാണ് നമ്മൾ ഈ ഒരു സെഷൻസിൽ ബിസിനസ് മാത്തമാറ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നോർമലി ഉള്ളത് 2 ഏരിയ ആണ്. സെറ്റ്, സീക്വൻസ് ആൻഡ് സീരീസ്, APGP ആണുള്ളത്. വളരെ കുറച്ച് ഫോർമുല പ്ലസ് ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ദെൻ 3rd ചാപ്റ്റർ ഇൻഇക്വാളിറ്റി. സോ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. ദെൻ ഒബ്വിയസ്ലി ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ. നമ്മൾ റിപ്പീറ്റർ ബാച്ചുകളിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാറില്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ 5 ചാപ്റ്ററാണ് നമ്മൾ ഇപ്പം ബിസിനസ് മാത്തമാറ്റിക്സിൽ കവർ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ സ്ട്രേറ്റ് അവേ ഇനിയും ലോജിക്കൽ റീസണിങ്ങിൻ്റെ 4 ചാപ്റ്റേഴ്സ്. സോ അതിൻ്റെ തിയറി പ്ലസ് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതേപോലത്തെ പ്രോബ്ലം സോൾവ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. കറക്റ്റായിട്ട് ഒരു ലോജിക്കാണ്. ഇവിടെ നമുക്ക് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. സോ ലോജിക്കൽ റീസണിങ്ങിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലൊക്കെ. സോ ലാസ്റ്റ് ടൈം ഓൾസോ നമുക്ക് 20 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത്. അത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു.
സോ ഒരു സർക്കുലാറിലൊക്കെ അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ കൂടുതൽ പേഴ്സൺസ് ഉണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ നോർമലി സ്റ്റുഡൻസ് കാണിക്കുന്ന ഒരു ഇതാണ്, ഇപ്പം മാത്സ്, ബിസിനസ് മാത്സ് പോലെയോ സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയോ പ്രത്യേകിച്ച് ഫോമുല ഒന്നുമില്ല, ജസ്റ്റ് ലോജിക്ക് മാത്രമേ ഉള്ളൂ. ബട്ട് സംടൈംസ് നമുക്ക് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചിലർ ആവശ്യമില്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്, അത് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് മാത്രം. നിങ്ങൾക്കറിയാം, ഒരിക്കലും ക്വസ്റ്റ്യൻ നമ്മുടെ MTPയിലൊന്നും വരുന്ന പോലെ ഓർഡറിലല്ല വരുന്നത്. എന്താണ്, ക്വസ്റ്റ്യൻ മിക്സ് ആയിട്ടാണ് വരുന്നത്. 20 ക്വസ്റ്റ്യൻ ലോജിക്കൽ റീസണിങ് കണ്ടുപിടിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ഉണ്ടോ. ജസ്റ്റ് ഞാൻ പറയുകയാണ്, ആവറേജ് ഒരു 3 മിനിറ്റ്സ് വെച്ച് എടുത്തെന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് 60 മിനിറ്റ്സിൽ 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. സോ അതിൽ 2 or 3 ശരിയാണോ സംശയം വന്നു കഴിഞ്ഞാൽ ആകെ പാനിക്കാവും നിങ്ങൾ. 60 മിനിറ്റ്സിൽ 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കണ്ട, 17 മിസ്റ്റേക്ക് വന്നാൽ നെഗറ്റീവ് മാർക്കും വരും. സോ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഈ നമുക്ക് കിട്ടിയെങ്കിൽ ഒത്തിരി കിട്ടുമെങ്കിൽ ചെയ്യുക. എപ്പോഴും ലോജിക്കൽ റീസണിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 20 ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു 10 to 12 ക്വസ്റ്റ്യൻസ് നമുക്ക് ലെസ് ദാൻ 45 സെക്കൻഡ്സ് ചെയ്യാൻ പറ്റണം. സ്പീഡിലേക്ക് നോക്കുന്നത് ഡയറക്ഷൻ ടെസ്റ്റോ അല്ലെങ്കിൽ സംടൈംസ് നമ്പർ സീരീസിലെ ക്വസ്റ്റനോ അല്ലെങ്കിൽ സംടൈംസ് ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റനൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഫിഗർ വരച്ച ആൻസറിലേക്ക് എത്താൻ പറ്റും. ലെസ് ദാൻ 1 മിനിറ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. അത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. സോ അതിൽ പിന്നീട് 1-2 ക്വസ്റ്റ്യനാണ് നമുക്ക് ഒരു ഇച്ചിരി കൂടെ ടൈം എടുക്കും, 1 മിനിറ്റ് വരെയൊക്കെ എടുക്കുന്നത്. ദെൻ ഒരു ക്വസ്റ്റനോ അല്ലെങ്കിൽ അങ്ങേറ്റം 2 ക്വസ്റ്റനെ നമുക്ക് 1-2 തവണയെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗർ വരച്ച് ചെയ്യാം. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് എടുക്കുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ മാക്സിമം 2 ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ടൈം ഒറ്റ ക്വസ്റ്റ്യൻ, അതിന് മുമ്പിൽ തവണ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ബട്ട് വരാം. അതുകൊണ്ട് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്. സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത്രത്തോളം ഗ്രിപ്പുണ്ടാകണം തിയറിക്ക്. സോ ദാറ്റ് മീൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ചോയ്സും ഇല്ല. അറിയാമെങ്കിൽ ആൻസർ, സോ തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക്. കിട്ടുമെങ്കിൽ നമുക്ക് ലെസ് ദാൻ 5 സെക്കൻഡ്സ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ 4 ചോയ്സ് ഏതാണ് നമുക്ക് ആൻസർ അറിയാം, ഏത് ചോയ്സ് ഏതാണെന്ന് പിക്ക് ചെയ്തു OMR ഷീറ്റിൽ മാർക്ക് ചെയ്തു. ആ ഒരു സ്പീഡിലേക്ക് നമ്മൾ എത്തണം. തിയറി പോർഷൻ ലാസ്റ്റ് ടൈം കൂടുതൽ തിയറി ആയിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സിൽ വന്നിരിക്കുന്നത്. ബട്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ എക്സാമിന് കുറച്ചുകൂടെ സോൾവിങ് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. ബിസിനസ് മാത്തമാറ്റിക്സിൽ 1-2 തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാം. നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത പോലെ. ഇപ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും, ഇതിനകത്ത് n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര പ്രോപ്പർ സബ്സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര സബ്സെറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെറ്റ് തന്നിട്ട് 3-4 എലമെൻറ്റ്സ് ഉണ്ടാവും, ഇതിന് എത്ര പ്രോപ്പർ സബ്സെറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന രീതിയിലുള്ള പക്കാ തിയറിയാണ്. പക്കാ തിയറി അറിയാമെങ്കിൽ നേരെ കണ്ടുപിടിക്കുക, OMR ഷീറ്റിൽ മാർക്ക് ചെയ്യാം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അതുകൊണ്ട് എപ്പോഴും ലോജിക്കൽ റീസണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് വായിച്ചു തുടങ്ങിയ ഒരു 25 സെക്കൻഡ്സിലൊന്നും തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും കൊണ്ടിരുന്ന് സമയം കളയരുത്. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യത്തെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു മണിക്കൂറിന് നമ്മൾ ജയിക്കുക മീൻസ് മിനിമം, അതായത് 40 മാർക്സ്. സോ അതിൽ നമ്മളുണ്ട് ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഒരു 30 സെക്കൻഡ്സിൽ താഴെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് കിട്ടും. നമുക്ക് ഇപ്പം 4th ചാപ്റ്ററിലേക്ക് കാൽക്കുലേറ്ററിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ആ 14 ക്വസ്റ്റ്യനിൽ മിനിമം 12 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ലെസ് ദാൻ 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 45 സെക്കൻഡ്സ് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. സോ ഒരു മണിക്കൂർ കൊണ്ട് മിനിമം നമുക്ക് 40 കിട്ടണം. സോ നമ്മൾ കോൺഫിഡൻ്റ് ആണ്, പേപ്പർ ജയിച്ചു, അത് മിനിമം ജയിച്ചു എന്നല്ല, മിനിമം നമുക്ക് 40+ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നത്തെ ഒരു മണിക്കൂറിൽ ടൈം എടുത്ത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് മാക്സിമം 50, അങ്ങനെ എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് 80+ ക്വസ്റ്റ്യൻസ്. സോ ഒരു കാരണവശാലും ജസ്റ്റ് 50 അല്ലെങ്കിൽ 60 റേഞ്ചിലല്ല നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്, പ്രാക്ടീസ്. സോ ഇവിടെ MTP 1 വന്നിട്ടുണ്ട്, MTP 2 വരും, ഓൾറെഡി RTP ഉണ്ട്, എല്ലാം പ്രീവിയസ് MTP എല്ലാം ഒന്ന് പ്രാക്ടീസ്. അതായത് ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ഫോമുലയും കാര്യങ്ങളും എല്ലാം അറിയാം. അതിനുശേഷം ടൈം സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതാണ് മെയിൻലി വേണ്ടത്. ഓക്കെ, ദാറ്റ് മീൻസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 80 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. അതിൽ നിന്നാണ് എല്ലാം ശരിയാണെങ്കിൽ നമുക്ക് വെരി ഹൈ മാർക്സിലേക്ക് എത്തും. സിമ്പിളായിട്ട് കോഴ്സ് പാസ്സായി പോവാം. ഓക്കെ.
ലോജിക്കൽ റീസണിങ്ങിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സീരീസ് കോഡിങ്, ഡീകോഡിങ് ആൻഡ് ഓഡ് മാനോട്ട്. പ്യുവർലി നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്യുന്നതാണ്. സോ ഒന്നെങ്കിൽ നമുക്ക് നമ്പർ തന്നിട്ടുണ്ടാകും, ആ നമ്പർ തന്നിട്ട് ആ നമ്പേഴ്സ് ഫോളോ ചെയ്യുന്ന സീക്വൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ചിലപ്പോൾ നമുക്ക് 2 വെച്ച് ആഡ് ചെയ്തായിരിക്കും, ചിലപ്പോൾ -1 ആകാം, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആയിരിക്കാം, ക്യൂബ് ആയിരിക്കാം. അത് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ആ നമ്പർ ഏത് സീക്വൻസ് ആണ് ഫോളോ ചെയ്യുന്നത്, സോ അറേഞ്ച് ചെയ്യുന്നത് ഏത് രീതിയിലാണ് ഓർഡർ പോകുന്നത് എന്ന് കണ്ടുപിടിക്കുക. അതിലൊരു മിസ്സിംഗ് ടേം അല്ലെങ്കിൽ അതിൽ ഓഡ് മാൻ ഔട്ട് ഏതാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ദെൻ ആൽഫബറ്റ് സീരീസ്, അതിനകത്താണ് നമുക്ക് കോഡിങ് ആൻഡ് ഡീകോഡിങ് വരുന്നത്. സോ അതിന് നമ്മൾ ആൽഫബറ്റ്സിൻ്റെ വാല്യൂസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്ന് നമ്മൾ നോർമലി ചെയ്യുന്ന ഈ ഒരു A to Z നമ്മൾ 26 വരെ വാല്യൂ കൊടുക്കുന്നു. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഏത് ക്വസ്റ്റ്യനിൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യമാണ് ഒന്ന് എഴുതിയിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്യുക. സോ ഇങ്ങനെയാണ് വരുന്നത് ABCDEFGHIJKLM വരെ, ദാറ്റ് മീൻസ് 13 വരെ. ദെൻ N 14. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ എഴുതണം, ബിക്കോസ് നമുക്ക് ഓപ്പോസിറ്റ് പേയേഴ്സ് സംടൈംസ് അതായിരിക്കും നമ്മുടെ അവർ കോഡിങ്ങിൽ കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ABCD up to 13, M വരെ 13, ദെൻ തിരിച്ച് N OPQRST 14, 15, 16, 21. ദെൻ റിവേഴ്സ് ഓർഡർ എടുക്കുന്നെങ്കിൽ Aക്ക് 26, Bക്ക് 25, അങ്ങനെ കുറഞ്ഞ് വന്ന് Zന് എന്ത് വരും 1. ഒന്ന് നോട്ട് ചെയ്യാം. ദെൻ അതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഒരു ഷോർട്ട് കട്ട് ആണ് EJOTY, അതായത് 5 HOT എന്ന് പറയും. സോ E സ്റ്റാൻഡ്സ് 5, J 10, O 15, T 20 ആൻഡ് Y 25. HOT. നോട്ട് ചെയ്യാം. ഇത്രയാണ് നമുക്ക്. ഇതിൽ വേറെ ഒന്നും തന്നെ നമുക്ക് നോക്കാനില്ല. ഈ ഒരു തന്നിരിക്കുന്നത് നമ്പറാണോ അല്ലെങ്കിൽ ആൽഫബറ്റ് സീരീസ് ആണോ, എന്ത് കോഡിംഗ് ആണ് അവിടെ നടക്കുന്നത്. നമ്പർ സീരീസ് ആണെങ്കിൽ ഏത് ഓർഡർ ആണ് അത് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സീക്വൻസ് ഫോളോ ചെയ്തിരിക്കുന്ന ഏത് പാറ്റേൺ ആണ്, ആ പാറ്റേൺ കണ്ടുപിടിക്കുക. മിസ്സിംഗ് ഫിഗർ അല്ലെങ്കിൽ ഓഡ് മാൻ ഔട്ട് കണ്ടുപിടിക്കുക. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. First one. In a certain code, ripple is written as. In a certain code, ripple is written as. In a certain code, ripple, RIPPLE, ripple is written as 61338 2. നമുക്ക് നോർമലി
ആറിന് 6 അല്ല നമ്മുടെ നോർമൽ വാല്യൂ അനുസരിച്ചിട്ട്. സോ ദാറ്റ് മീൻസ് സ്പെഷ്യൽ കോഡിംഗ് ആണ്. അതായത് ഈ ഒരു ഇവർ റിപ്പിൾ എന്ന് പറഞ്ഞാൽ ആറിന് 6 ആണ് കൊടുത്തിരിക്കുന്നത്, ഐക്ക് 1 ആണ്, പിക്ക് 3, എല്ലിന് 8, ഇക്ക് 2. ഓക്കെ, ദെൻ അതേപോലെ ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട്. ലൈഫ് ഈസ് റിട്ടൺ ആസ് LIFE, സ്പെഷ്യൽ കോഡാണ് കൊടുത്തിരിക്കുന്നത്. ലൈഫ് ഈസ് റിട്ടൺ ആസ് 8192. അങ്ങനെ ആണെങ്കിൽ ഹൗ ഈസ് പില്ലർ റിട്ടൺ? ഈ കോഡിംഗ് അനുസരിച്ച് PILLER എങ്ങനെയായിരിക്കും എഴുതുന്നതെന്നാണ് പറയേണ്ടത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം, പിക്ക് എത്രയാണ്? 3. സോ ദാറ്റ് മീൻസ് നമുക്ക് 3 നോക്കുക. 3 ഫസ്റ്റ് ഇത് വരുന്ന 3 വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളെങ്കിൽ പിന്നെ എക്സാമിൻ്റെ അപ്രോച്ചാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഡിജിറ്റ് 3 വരുന്ന ഒരു ചോയ്സ് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, അതായിരിക്കും ആൻസർ. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റാണ്. പക്ഷേ ഇവിടെ ഒരെണ്ണം മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാത്തിനും ഫസ്റ്റ് 3 ആണ് വന്നിരിക്കുന്നത്. സോ നമുക്കൊന്ന് എഴുതാം. ഐക്ക് എത്രയാണ്? 1. എല്ലിന് എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് 8. ദെൻ അഗൈൻ 3188 വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ, ചോയ്സ് എ. എങ്കിൽ നമുക്കിവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇക്ക് 2, ആറിന് 6. 318826. 318826. ചോയ്സ് എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ നോർമൽ കോഡിംഗ് അല്ല, സ്പെഷ്യലായിട്ട് ഓരോ സ്പെസിഫിക് ലെറ്റേഴ്സിന് ഒരേതായൊരു കോഡിംഗ് ആണ്. നമ്മുടെ നോർമൽ A12 B2 ആ ഒരു കോഡിംഗ് അല്ല. കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ദെൻ അവർ കൊടുത്തിരിക്കുന്ന കോഡ് അനുസരിച്ച് ഓരോ ലെറ്ററിനും ഏത് ഡിജിറ്റ് ആണ് അസൈൻ ചെയ്യേണ്ടതെന്ന് നോക്കുക, നേരെ ഇട്ട് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഇൻ എ സർട്ടൻ കോഡ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് വരുന്നതാണ്. ഇൻ എ സർട്ടൻ കോഡ് 256 is 256. In a certain code 256 means you are good. എന്താണ്? 256 implies you are good. Then 637 means we are bad. Then 358 means good and bad. Okay, that's which of the following represent and in that code? So first yes, 256 means you are good. 637 means we are bad. സോ ഇവിടെ നോക്കണം, രണ്ടിലും ഈ ഫസ്റ്റ് ഇതിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? ആർ അല്ലേ? സോ രണ്ടിലും ഈ 2 ഡിജിറ്റ്സിലും ഈ തന്നിരിക്കുന്ന ഡിജിറ്റ്സിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? 6. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. ഓക്കെ, ഈ കോഡിങ്ങിൽ ആർ സ്റ്റാൻഡ്സ് ഫോർ 6. ഓക്കെ, ദെൻ സെക്കൻഡും തേർഡിലും എടുത്തു കഴിഞ്ഞാൽ വി ആർ ബാഡ്, ഗുഡ് ആൻഡ് ബാഡ്. സെക്കൻഡും തേർഡിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? സോ നമ്മുടെ എന്ത് ഒഴിവായി? 6 ഒഴിവായി. സെക്കൻഡും തേർഡിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? ബാഡ് അല്ലേ? സെക്കൻഡും തേർഡിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? 3 ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്തെഴുതാം? 3 ബാഡ് മീൻസ് 3. ദെൻ ഫസ്റ്റിലും തേർഡിലും കോമൺ ആയിട്ട് വരുന്ന ഒരു വേർഡാണ് ഗുഡ് അല്ലേ? ഗുഡ്. ഫസ്റ്റിലും തേർഡിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? 5. സോ ദാറ്റ് മീൻസ് ഗുഡ് ഈക്വൽ ടു 5. സോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആൻഡ്. സോ ഇനി മിച്ചം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തേർഡിലാണ് നമുക്ക് ആൻഡ് വരുന്നത്. തേർഡിൽ ഓൾറെഡി നമ്മൾ എന്തൊക്കെ ക്യാൻസൽ? 3 ക്യാൻസലായി, 5 ക്യാൻസലായി. ആൻഡ് മീൻസ് എത്ര വരും? 8. ആൻഡ് equal to 8. And is 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 equal to 8. Okay, Lay.
if play is coded as PLAY is coded as 8123. Obviously നമ്മുടെ നോർമൽ കോഡിംഗ് അല്ല, സ്പെഷ്യലായിട്ട് നമുക്ക് ഈ ഒരു വാല്യൂ, അത് മീൻസ് ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ കോഡാണ്. അതേപോലെ RHYME 49367 അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? മെയിൽ എന്തായിരിക്കും കോഡിങ്, മെയിലിൻ്റെ കോഡിങ് എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് ആൻസർ പറയാമോ? സോ എമ്മിന് ഫസ്റ്റ്, എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് 6, എക്ക് 2, എല്ലിന് 1, ഇക്ക് 7. 6217 is the right answer. 6217. Choice A is the right answer. Choice A is the right answer. Okay, അല്ലേ? സോ ഇതെല്ലാം ലെറ്റർ വന്നിട്ടുള്ള കോഡിങ് ഡീകോഡിങ് ആയിരുന്നു. ദെൻ നമുക്ക് നമ്പർ സീരീസ് ഉണ്ട്. നെക്സ്റ്റ് വൺ നമ്പർ സീരീസ്. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ ഫോളോയിങ്. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാകും, അതിന് അത് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. വേറെ ഒരു രീതിയിലും ഫോമുല ഒന്നുമില്ല. ആ തന്നിരിക്കുന്ന പാറ്റേൺ എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. 7, 11, 13, 17, 19, 23, 25, 29 ഡാഷ്. സോ നോക്കുക, 7, 11, then 13. ദാറ്റ് മീൻസ് എന്താണ്? ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. ബട്ട് സെയിം വാല്യൂ അല്ല. 7 + 4 ആണ്. ഒബ്വിയസ്ലി എന്താണ്? ചെറിയ നമ്പർ ഇൻക്രീസ് ആണ് വരുന്നത്. ദെർഫോർ അഡീഷൻ ആയിരിക്കും വരുന്നത്. നമ്മൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വലിയ വാല്യൂസ് ഒന്നുമല്ല, ഒന്നിൻ്റെ സ്ക്വയറോ മൾട്ടിപ്ലിക്കേഷനോ ഒന്നും തന്നെ അല്ല വരുന്നത്. 7, then 4 കൂടി 11, then 2 കൂടി 13, then 4 കൂടി 17. ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. എന്ത് ടൈപ്പ് ഓഫ് ഒരു സീക്വൻസിൽ വരുന്ന ആ ഒരു പാറ്റേൺ എന്താണെന്ന് നോക്കുക. സോ പാറ്റേൺ എന്താണ്? 7ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 11, +2 ആഡ് ചെയ്യുമ്പോൾ 13, അഗെയിൻ 4 ആഡ് ചെയ്യുമ്പോൾ 17, അഗെയിൻ 2 ആഡ് ചെയ്യുമ്പോൾ 19. ദാറ്റ് മീൻസ് നമുക്കൊരു പാറ്റേൺ കിട്ടി. ആദ്യം 4 ആഡ് ചെയ്യുന്നു, പിന്നെ 2, ദെൻ അഗെയിൻ 4 ആഡ് ചെയ്യുന്നു, ദെൻ 2, അഗെയിൻ 4 ആഡ് ചെയ്യുന്നു. അടുത്ത എന്തായിരിക്കും? ഈ പാറ്റേൺ അനുസരിച്ച് 2 ആയിരിക്കണം ആഡ് ചെയ്യുന്നത്. 29 + 2 എത്രയാണ്? 31. ഓക്കെ ആണോ? Okay, then next one. If honey, HONEY, is coded as JQPGA, അങ്ങനെയാണെങ്കിൽ VCTIGVU is coded as. സോ നമ്മൾ ബൈ കോഡിങ് കണ്ടുപിടിക്കാം. GHIJ, ദാറ്റ് മീൻസ് H കഴിഞ്ഞിട്ട് 2 വാല്യൂ അല്ലെ, HIJ. ദാറ്റ് മീൻസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ +2 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. H +2 ആണ് ജെയിലേക്ക് എൻ്റെ GHIJ +2. ദെൻ O നോക്കുക, MNOPQ. ദാറ്റ് മീൻസ് ഇവിടെയും എന്താണ്? ഓയുടെ കൂടെ +2 ആഡ് ചെയ്തിരിക്കുകയാണ്. ദെൻ MNOP, ഇവിടെയും എന്താണ്? +2 ആഡ് ചെയ്തിരിക്കുകയാണ്. EFG
+2 ആഡ് ചെയ്യുകയാണ് EFG. Y Z കഴിഞ്ഞാൽ നേരെ വീണ്ടും കറങ്ങി വരും. Y Z കഴിഞ്ഞാൽ അടുത്തത് A. ദാറ്റ് മീൻസ് അഗെയിൻ +2 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്താണ്, എങ്ങനെയാണ് ഇത് കോഡ് ചെയ്തിരിക്കുന്നത്? ഏതാണോ ആ ആൽഫബറ്റ് അതേ +2 അത് കഴിഞ്ഞ് 2 എണ്ണ കഴിഞ്ഞ് വരുന്ന ആൽഫബറ്റുമായിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. സോ വിക്ക് +2 എടുത്തു കഴിഞ്ഞാൽ V. Then which word is coded as, അല്ലേ? which word is coded as എന്നാണ്. ദാറ്റ് മീൻസ് ഏത് വേർഡാണ് VC എന്ന് ശ്രദ്ധിക്കണേ. which word is, അല്ലെങ്കിൽ ഇതിൻ്റെ കോഡിങ് എന്താണെന്നല്ല, which word, ഏതോ ഒരു വേർഡ് കോഡഡ് ആസ്, which word is coded as. സോ നമുക്ക് എന്ത് വരും? ഇവിടോട്ട് നമുക്ക് വിക്ക് PQRST കഴിഞ്ഞാണ് UV. ദാറ്റ് മീൻസ് വിയുടെ 2 എണ്ണം പുറകിലേക്ക് എടുത്തു കഴിഞ്ഞാൽ TUV. അതാണ് വിച്ച് വേർഡ് ഈസ് കോഡഡ് ആസ്. വിച്ച് വേർഡ് ആണ്, അല്ലാണ്ട് VCTIGVU എങ്ങനെ കോഡ് ചെയ്തു എന്നല്ല ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം. വിച്ച് വേർഡ് ഈസ് കോഡഡ് ആസ്. സോ നമുക്ക് ഫസ്റ്റ് ടി യൂസ് ചെയ്യുന്ന 2 ചോയ്സുകൾ. ഇങ്ങനെ വേണം കേട്ടോ എക്സാമിന് ചെയ്യാൻ. മുഴുവൻ ചെയ്ത് സമയം കളയരുത്. ടി ഉള്ള 2 ചോയ്സുകൾ, രണ്ടാമത്തെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. ദെൻ സി, അവിടെ എന്ത് പറയണം? A വന്നാലാണ് ABC. ദെൻ ടിയും എയും വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ, ചോയ്സ് സി ആയിരിക്കും. എങ്കിലും നമുക്കൊന്ന് കൺഫേം ചെയ്യാം. പിക്ക് RST. ദെൻ GHIG. ദെൻ EFG. ദെൻ TUV. STU. TARG ഉണ്ട്. ഇത്രയും ചെയ്ത് സമയം കളയരുത്. നമ്മൾ നേരെ TA കണ്ടാൽ ടിയും എയും വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ. ഫസ്റ്റ് ഡിജിറ്റ് ടിയും സെക്കൻഡ് ഡിജിറ്റ് എയും വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ. നേരെ അത് പിക്ക് ചെയ്യുക. എക്സാമിന് അങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെ വേണം നമുക്ക് ടൈം ലിമിറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ആൻസർ TARGET ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണേ. വിച്ച് വേർഡ് ഈസ് കോഡഡ് ആസ്. നോർമലി നമ്മൾ CT ഇത് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ നമുക്ക് നേരെ വി കഴിഞ്ഞിട്ടുള്ള 2 ഡിജിറ്റ് +2 DUV XY എന്ന രീതിയിൽ ചെയ്യേണ്ടി വന്നേ. വിച്ച് വേർഡ് ഈസ് കോഡഡ് ആസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നോക്കണം. വിച്ച് വേർഡ് ഈസ് കോഡഡ് ആസ്. സോ ഈ ഒരു വേർഡാണ് ഈ പറയുന്ന കോഡിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ. സോ എല്ലാം എന്താണ്? +2 താഴേക്ക് 2 വെച്ചാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട്. നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7, 9, 13, 17, 19. അല്ലോ ഓഡ് മാൻ ഔട്ടാണ് നോക്കുന്നത്. അവിടെ പല രീതിയിലുണ്ട്. ഈ തന്നിരിക്കുന്നതെല്ലാം എന്താണ്? ഓഡ് വാല്യൂസ് ആണ്. എല്ലാം ഓഡ് വാല്യൂസ് ആണ്. ചിലപ്പോൾ ഓഡ് ഈവൻ ആയിരിക്കില്ല. ദെൻ ഓഡ് വാല്യൂസിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഈ 7ഉം 13ഉം 17ഉം 19ഉം ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. എന്തുമാത്രം? 9 ഓഡ് നമ്പറാണ്, പക്ഷേ എന്തല്ല? പ്രൈം നമ്പർ അല്ല. സോ അതിന് 1 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട് ഫാക്ടേഴ്സ്. സോ പ്രൈം നമ്പർ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. 7ഉം 13ഉം 17ഉം 19ഉം വേറെ ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 1ഉം 19ഉം 1ഉം ആ നമ്പർ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെർഫോർ നമ്മുടെ ഓഡ് മാൻ ഔട്ട് ഏതാണ്? ഓഡ് മാൻ ഔട്ട് റീസൺ എന്താണ്? ഓൾ ആർ പ്രൈം നമ്പേഴ്സ് എക്സെപ്റ്റ് 9. 9 ഒഴികെ ബാക്കിയുള്ളതെല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്. 7, 23, 47, 119, 167. എൻ്റെ അടുത്ത നമ്പർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ സീക്വൻസ് അല്ലെങ്കിൽ ഈ സീരീസിലെ അടുത്ത നമ്പർ നോക്കുകയാണെങ്കിൽ കൂടിയാണ് വരുന്നത്. 7, 23. സോ 7 × 3 21 അങ്ങനെ നോക്കാം. ദെൻ 23 × 3 എടുത്താൽ 60 ആണ്. അതല്ല.
ദെൻ നോക്കാം ഏതിൻ്റെയെങ്കിലും സ്ക്വയറോ ക്യൂബോ അങ്ങനെ എടുത്ത് നോക്കാം. നമുക്ക് 3യുടെ സ്ക്വയർ 9 ആണ്. 9 മൈനസ് 2 എത്രയാണ്? 7 ആണ്. ദെൻ അടുത്തത് 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ്. 25 മൈനസ് 2 എത്രയാണ്? 23 ആണ്. ദെൻ 3 എടുത്തു, 5 എടുത്തു. ദെൻ 7ൻ്റെ സ്ക്വയർ 49 ആണ്. 49 മൈനസ് 2 എത്രയാണ്? 47 ആണ്. ദെൻ ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വൺ 3 സ്ക്വയർ മൈനസ് 2, അടുത്തത് 5 സ്ക്വയർ മൈനസ് 2, അടുത്തത് 7 സ്ക്വയർ മൈനസ് 2. സോ അടുത്തത് അതേപോലെ എടുക്കുകയാണെങ്കിൽ 7 3 5 7. ദെൻ അടുത്തത് 9 സ്ക്വയർ മൈനസ് 2 ആണെങ്കിൽ 81 79 ആണ്. സോ നമുക്ക് ഓഡ് നമ്പർ ആയിരിക്കില്ല, പ്രൈം നമ്പർ ആയിരിക്കും. 7 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പ്രൈം നമ്പർ എത്രയാണ്? 11. 11 സ്ക്വയർ മൈനസ് 2 എത്രയാണ്? 119 ആണ്. ദെയർഫോർ പ്രൈം നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 11 സ്ക്വയർ മൈനസ് 2. ദെൻ അടുത്ത എത്രയാണ്? 13 സ്ക്വയർ മൈനസ് 2 ഒന്ന് ചെയ്ത് നോക്കിയേ. 13 എക്സാക്ട്ലി 167 ആണ്. ദെൻ അടുത്തത് ഓഡ് നമ്പർ ആണെങ്കിൽ 15 ആണ് വരുന്നത്. ബട്ട് നമുക്കിവിടെ ഓഡ് നമ്പർ അല്ല, പ്രൈം നമ്പേഴ്സ് ആണ്. സോ 13 കഴിഞ്ഞ് വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 17 സ്ക്വയർ മൈനസ് 2 എടുത്ത് നോക്കാം. 17 ആയിട്ടും 287. അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് ആ ഒരു നമ്പറിലേക്ക് എത്താൻ. മിസ്സിങ് അല്ലെങ്കിൽ നമ്പർ സീരീസ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് സംടൈംസ് നമുക്ക് കുറേ വേറെ പലതും എടുത്തെടുത്ത് ഒരുപാട് എടുത്തെടുത്ത് നമുക്ക് 3 മിനിറ്റിലേക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം പ്രാക്ടീസ് ചെയ്ത് പോകണം. പെട്ടെന്ന് അല്ല പ്രൈം നമ്പറിന് സ്ക്വയർ അല്ലെങ്കിൽ 4 ആഡ് ചെയ്തു, 3 ആഡ് ചെയ്തു, അല്ലെങ്കിൽ 3 മൾട്ടിപ്ലൈ ചെയ്തു എന്താണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ലെസ് ദാൻ 25 സെക്കൻഡ്സിൽ ആ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അല്ല എങ്കിൽ ചെയ്ത് സമയം കളയരുത് പിന്നീട്. സോ പിന്നീട് ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ചൊരു ഓർമ്മ നമുക്ക് എങ്ങനെ വരുന്നു എന്ന് കിട്ടും. നമുക്ക് എത്ര എന്നാണ് ആദ്യത്തെ 60 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ഉള്ളതിൽ കളയരുത്. കിട്ടുന്നില്ല എങ്കിൽ, കിട്ടുന്നെങ്കിൽ നോ ഇഷ്യൂസ്. സംടൈംസ് ക്വസ്റ്റ്യൻ പോലും എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ വെച്ച് സമയം കളയരുത്. ലെസ് ദാൻ നമുക്കൊരു 25 സെക്കൻഡ്സ് 30 സെക്കൻഡ്സിനുള്ളിൽ പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് അത് വിടുക. പിന്നെ നമ്മൾ ജയിച്ച്, അതായത് മാക്സിമം നമ്പർ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തതിന് ശേഷം വന്ന് നോക്കുക. ഓക്കെ. Then which of the following is odd one? 4, 12, 44, 176, 890, then dash. Etc. Actually, which of the following next time alla ചോദിച്ചിരിക്കുന്നത് odd one ആണ് ചോദിച്ചിരിക്കുന്നത്. 4, 12, 44, 176, 819 ആണ്. സോ 4, 12, സോ 4 ഇൻറ്റു 3 12 ആണ്. 12 ഇൻറ്റു 3 36 ആ രീതിയിലാണ് വരുന്നത്. 44 ഇൻറ്റു 3 ഒക്കെ അടുത്തല്ല വരുന്നത്. ദെയർഫോർ നമുക്ക് വേറെ ഏതെങ്കിലും 4 ഇൻറ്റു 2 8 പ്ലസ് 4. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമാണ്. എടുക്കുകയാണെങ്കിൽ 4 ഇൻറ്റു 2 പ്ലസ് 4, അടുത്തത് ഇൻറ്റു 12 ഇൻറ്റു 3 പ്ലസ് 6. എടുക്കുകയാണെങ്കിൽ 12 ഇൻറ്റു 3 പ്ലസ് 6 42 ആണ് വരുന്നത്. ഇവിടെ 42 വന്നിരുന്നു എങ്കിൽ നോക്കാം. നമുക്ക് അടുത്തത് ഇൻറ്റു 4 പ്ലസ് 8. 42 ഇൻറ്റു 4 പ്ലസ് 8 എക്സാക്ട്ലി 176 വരുമായിരുന്നു. ദെൻ 176 ഇൻറ്റു 5 പ്ലസ് 10 ഇൻറ്റു 5 പ്ലസ് 10 എക്സാക്ട്ലി 890 വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഓഡ് മാൻ ഔട്ട് എത്രയാണ്? ഇവിടെ 44ന് പകരം 42 വന്നിരുന്നെങ്കിൽ ഉണ്ടോ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടോ. ബൈ പ്രാക്ടീസ് ആണ് നമുക്ക് എക്സാക്ട്ലി ഒരു പാറ്റേൺ കിട്ടേണ്ടത്. സോ അതിനായിട്ട് കുറേ നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. സോ ഓഡ് മാൻ ഔട്ട് വരുന്നത് 44. സോ ഫസ്റ്റ് 4 ഇൻറ്റു 2 പ്ലസ് 4 ആണ് ആദ്യത്തേത്. രണ്ടാമത്തെ ഇൻറ്റു 3 പ്ലസ് 6, മൂന്നാമത്തെ ഇൻറ്റു 4 പ്ലസ് 8 ഇൻറ്റു 5 പ്ലസ് 10. അങ്ങനെ എടുക്കുമ്പോൾ
ഈ 44ൻ്റെ സ്ഥാനത്ത് 42 വന്നിരുന്നുവെങ്കിൽ ഈ പാറ്റേൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതിന് ദെയർഫോർ ഓഡ് മാൻ ഔട്ട് എത്രയാണ് 44. അവിടെ 42 ആണ് വരേണ്ടത്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ. ഇൻ എ സർട്ടൻ ലാംഗ്വേജ് മദ്രാസ് ഈസ് കോഡഡ് ആസ് NBESBT. ഹൗ ഡൽഹി ഈസ് കോഡഡ് ഇൻ ദാറ്റ് ലാംഗ്വേജ്. എന്നോ ഡൽഹി എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നതെന്നാണ്. സോ നമുക്ക് നേരെ നോക്കാം. നമുക്ക് ഏത് രീതിയിലാണ് ആ കോഡിങ് വന്നിരിക്കുന്നത് നോക്കാം. ആദ്യം കോഡിംഗ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ആ വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് മനസ്സിലാക്കണം. MADRAS മദ്രാസ് ഈസ് കോഡഡ് ആസ് NBESBT. സോ MN നോക്കാം, +1 M കഴിഞ്ഞ് +1, ദെൻ AB +1, DE +1, RS +1, ABST. സോ ദാറ്റ് മീൻസ് എല്ലാം എന്താണ്? തൊട്ടടുത്ത ലെറ്ററാണ് എടുത്തിരിക്കുന്നത്, കോഡിങ് വന്നിരിക്കുന്നത്. ദെയർഫോർ നമ്മുടെ ക്വസ്റ്റ്യൻ ഡൽഹി ഈസ് കോഡഡ് ആസ്. സോ എല്ലാം +1 എടുത്താൽ ഡി കഴിഞ്ഞാൽ അടുത്തത് DE, EF വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ. ചോയ്സ് B ആണ്. നേരെ ആൻസർ എടുത്തോണ്ട് എക്സാമിന് ഇങ്ങനെ വേണം ചെയ്യാൻ. പിന്നീടുള്ള ഒന്നും നോക്കണ്ട, നോക്കി സമയം കളയണ്ട. EF വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആയിരിക്കും. ഇതിൽ നമുക്ക് ഇവിടെ ഒന്ന് ചോദിക്കാം LMHIJ. So EFMIJ is the right answer. EFMIJ is the right answer. Okay. Then find the odd man out. 5, 10, 17, 27, then 37. ഒന്ന് ആൻസർ പറയാമോ ഇതിൽ ഓഡ് മാൻ ഔട്ട് ഏതാണെന്ന്? ഓഡ് മാൻ ഔട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 5, 10, 17, 27, 37. ഇൻക്രീസ് ചെയ്താണ് വരുന്നത്. എല്ലാം ഓഡ് നമ്പർ 1. നമുക്കിത് രണ്ട് രീതിയിൽ ആക്ച്വലി ഇത് ആൻസർ വരാം. ഇത് 5, 17, 27, 37 എല്ലാം ഓഡ് വാല്യൂ ആണ്. 10 മാത്രം ഈവൻ. അങ്ങനെയും ആൻസർ വരാം. അല്ല എങ്കിൽ വേറൊരു രീതിയിലും കൂടെ നമുക്കിത് ചെയ്യാം. സോ ഇത് 27 ഒഴികെ ബാക്കിയെല്ലാം 27 മാത്രമാണ് 3 ക്യൂബ് വരുന്നത്. 27 നമുക്ക് 3 ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നോർമലി ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയുള്ള ഇതായിരിക്കൊണ്ടിരിക്കുന്ന 10 എന്നുള്ള ചോയ്സ് ഇല്ല എങ്കിൽ അതൊഴികെ ബാക്കിയെല്ലാം ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഓഡ് നമ്പറാണ്. 10 മാത്രമാണ് ഈവൻ നമ്പർ. അങ്ങനെയും ചോയ്സ് എടുക്കാം. അല്ലെങ്കിൽ എന്താണ് 27 മാത്രമാണ് പെർഫെക്റ്റ് ക്യൂബ് വരുന്നത്. only 27 മാത്രമാണ്. only 27 is a perfect ക്യൂബ്. ബാക്കിയെല്ലാം എന്താണ്? പെർഫെക്റ്റ് ക്യൂബ് അല്ല വരുന്നത്. ദെയർഫോർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ 27 വരാം. സോ ഞാൻ ഈ ഒരു കേസ് എടുക്കുകയാണ്. മറ്റേത് വളരെ ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ. സോ അങ്ങനെയുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചോയ്സിൽ 10 ഉണ്ടെങ്കിൽ അത് എടുത്താലും നമുക്കുണ്ട്. ഇങ്ങനെയും ചില ഇത് വരാറുണ്ട് ലോജിക്കൽ റീസണിങ്ങിൽ. രണ്ട് രീതിയിൽ നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ 2 ആൻസറിനും മാർക്ക് കിട്ടാവുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. complete the series. ഇങ്ങനെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ 4, 16, then dash, then 256, 1024, 1024, 4, 16, dash, 256, 1024. സോ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് 2 സ്ക്വയർ ആണ്, ഇത് 4 സ്ക്വയർ ആണ്,
എടുക്കുകയാണെങ്കിൽ ഇത് 4:1 ആണ്, ഇത് 4 സ്ക്വയർ ആണ്, ഇത് 4:4 ആണ്, ഇത് 4:5 ആണ് അല്ലേ, 4. സോ ദാറ്റ് മീൻസ് മിസ്സിംഗ് ആയിട്ട് വരുന്ന എത്രയായിരിക്കും, 4 ക്യൂബ് ആയിരിക്കും. 4 ക്യൂബ് എത്രയാണ്, 64. 64 will be the right answer. 4 ക്യൂബ് എത്രയാണ്, 64. ഓക്കെ, 4 ക്യൂബ് will be 64. ഓക്കെ അല്ലേ. സോ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ, നമുക്ക് ബ്രേക്ക് എടുക്കാം. സോ നമുക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിമൈനിങ് പോർഷൻ നമുക്ക് 2 മണിക്ക് റിസ്യൂം ചെയ്യാം. ഓക്കെ.
Then next question. Coding system is coded as system is coded as 1 3 1 6 2 5. Then term will be coded as അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഇങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ടി ഇ ആർ എം എസ്. സോ നമുക്ക് എസിന് 1 ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ നോർമൽ കോഡിംഗ് അല്ല, സ്പെഷ്യൽ കോഡിംഗ് ആണ്. സോ എസിന് 1, വൈക്ക് 3, സോ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 6 ആണ്, ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2 ആണ്. ബട്ട് നമ്മുടെ ഈ കോഡിങ്ങിനകത്ത് എന്ത് വന്നിട്ടില്ല? എന്ന് പറയുന്ന ടേം അതിനകത്ത് വന്നിട്ടില്ല. സോ 6 ടു ബാക്കിയുള്ളതെല്ലാം എം വന്നിട്ടുണ്ട്. എം എത്രയാണ്? 5. ദെൻ എസ് വന്നിട്ടുണ്ട് 1. ദാറ്റ് മീൻസ് 6 2 ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോഡിങ്ങിൽ ഒരു ലെറ്റർ, ഈ ആറെന്ന് പറയുന്ന ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് കോഡിങ് തന്നിരിക്കുന്ന ഈ പറയുന്ന സിസ്റ്റം എന്ന് പറയുന്ന കോഡിലില്ല. സോ നമ്മുടെ ചോയ്സിലേക്ക് വരുമ്പോഴത്തേക്കും 6 2 5 1 വരുന്ന ഫസ്റ്റ് 2 ടേംസ് 6 2 ദെൻ 5 1 വരുന്ന 2 ചോയ്സാണുള്ളത്. ഫസ്റ്റ് ചോയ്സ് എടുക്കുകയാണെങ്കിൽ 6 2 പിന്നെ 2 ആണ് വരുന്നത്. സോ ഒരിക്കലും ആറിൻ്റെ വാല്യൂ എന്ത് വരത്തില്ല? 2 വരത്തില്ല. സോ ഇതിലൊന്നും വരാത്ത ഒരെണ്ണമായിരിക്കും ഇതിൽ വരുന്നത്, ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ 6 2 5 1 മിഡിൽ എന്താണ് വരുന്നത്? 4 വന്നാലാണ് സ്യൂട്ട് ആകുന്നത്. Therefore choice B is the right answer. Choice B is the right answer. Okay. Real answer. Then next one. Find the odd one. 1, then 5, then 14, then 30, 49, 55, 91. സോ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഓഡ് മാൻ ഔട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതായിരിക്കും? സോ നമുക്ക് 1 5 14 30 49 55 91. സോ ഓഡ് നമ്പറും ഈവൻ നമ്പറും മിക്സ് ആണ്. 1 5 14 30 45 30 ദെൻ 49. സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ 49 മാത്രം എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ബാക്കിയെല്ലാം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം ആൻസർ? സോ ഇതിൽ 49 മാത്രം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ബാക്കിയുള്ള നമ്പർ ഒന്നും തന്നെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. സോ 7ൻ്റെ സ്ക്വയർ ആണ് 49. Therefore നമുക്ക് ആൻസർ എന്ത് പറയാം? ചോയ്സ് എ 49 ഈസ് ദ ആൻസർ. ചോയ്സ് എ 49. Then next one. Find the missing value of this in the series. 0, then 2, 3, 6, 10, 17, 28, then dash, then 75. ഒന്ന് ട്രൈ ചെയ്ത് ആൻസർ പറയാമോ? ഈ ഒരു സീരീസിൽ മിസ്സിംഗ് ടേം എന്താണെന്ന് പറയണം. സോ ഫസ്റ്റ് 0, then 2, then 3, then 6, then 10,
17, 28. Increase ചെയ്താണ് വരുന്നത് 0, then 2, then 3, then 6, then 10, then 17, then 28, then dash, then 75. Okay. ഇപ്പോൾ നോർമലി നോക്കിയാൽ +2 ആണെങ്കിൽ അടുത്ത 4 ആണ് വരുന്നത്, ഇൻറ്റു 2, then 1, then 3. ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ വരുന്നില്ല. therefore ഒന്ന് നോക്കാം. നമുക്കിവിടെ എടുക്കാവുന്ന ഒരു കേസ്, ഫസ്റ്റ് 2 ടേംസ് 0 + 2 അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 3. ഫസ്റ്റ് 2 ടേംസ് ആഡ് ചെയ്തു, ദെൻ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 3. ദെൻ സെക്കൻഡ് ടേമും തേർഡ് ടേമും ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ എത്രയാണ്? 6. തേർഡ് ടേം കിട്ടുന്നുണ്ട്. ദെൻ തേർഡ് ടേമും ഫോർത്ത് ടേമും ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 10. ഫസ്റ്റ് 2 ടേംസ് +1 3 കിട്ടി. സെക്കൻഡ് തേർഡ് +1 തേർഡ് ടേം കിട്ടി. സെക്കൻഡ് തേർഡ് +1 നമുക്ക് ഫോർത്ത് ടേം കിട്ടി. ദെൻ അതേപോലെ 6 3 + 6 വരെ എടുത്തു. 6 + 10 16 + 1 17. ദെൻ അതേപോലെ അടുത്ത എടുക്കുമ്പോഴത്തേക്കും 17 10 + 17 10 + 17 + 1 = 28. ദെൻ അത് ആ ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ എത്ര വരും? 17 + 28 + 1 17 + 28 + 1 എത്ര കിട്ടും? 45 + 1 46. സോ ഇവിടെ 46 ഒന്ന് നോക്കാം. ദെൻ ഈ ഓർഡർ ഫോളോ ചെയ്യുകയാണെങ്കിൽ 28 + 46 + 1 എത്രയായിട്ട് നമുക്ക് 75. 28 + 46 + 1 എക്സാക്ട്ലി 75 കിട്ടുന്നുണ്ട്. therefore മിസ്സിംഗ് ഫിഗർ എത്രയാണ്? 46. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമ്പർ സീരീസ് ചിലപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള കിട്ടും, ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ പറയുന്ന ഒരു രീതിയിലും ഒരു കണക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലെ ഫീൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം ആദ്യം അതിൽ കളയരുത്. പിന്നീട് ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് 3 സെഷനായിട്ട് വേണമെങ്കിൽ ആദ്യത്തെ ഒരു 45 to 60 മിനിറ്റ്സ് നമുക്ക് മാക്സിമം സിമ്പിളായിട്ടുള്ളത് ചെയ്ത് അത് നമുക്ക് 35 to 40 മിനിമം സ്കോർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അത്ര ഉറപ്പുള്ളത് ഒരിക്കലും നെഗറ്റീവ് വരില്ല എന്നുറപ്പുള്ളത് ചെയ്യുക. പിന്നെ അടുത്ത 30 മിനിറ്റ്സിൽ ചെയ്യാം. പിന്നെ അടുത്ത 15 മിനിറ്റ്സ് ഇതേ കണക്ക് പ്ലാൻ ചെയ്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ ഒരു ഐഡിയ ഉണ്ട്, എന്നാൽ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. ദെൻ മൊത്തത്തിലൊന്ന് സ്റ്റെപ്സ് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ സോൾവ് ചെയ്യാം. സോ അങ്ങനെ ഒരു 80+ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ മിസ്സിംഗ് വാല്യൂ. 3/8 8/19 18/41 then dash. Next one, 78/173 78/173 3/8 then 8/19 18/41 then next term dash then അടുത്ത 78 divided by 171. സോ ഇവിടെ നോക്കാം, നമ്മൾ ന്യൂമറേറ്റർ എടുക്കുകയാണെങ്കിൽ 3 + 5 ആണ് 18. അടുത്തത് +10. സോ അടുത്തത് +5 × 2. അടുത്തത് +20 എടുത്താൽ ഇവിടെ എത്ര കിട്ടും? 38 +40 എടുത്താൽ എക്സാക്ട്ലി 78 വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ന്യൂമറേറ്റർ 38 വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ എന്താ അതെടുക്കാം. എന്നാൽ നമുക്ക് ഡിനോമിനേറ്റർ കൂടെ ഒന്ന് കൺഫേം ചെയ്യാം. സോ ഡിനോമിനേറ്റർ +11 ആണ്, 10 +22 ആണ്, 2 ഉണ്ട്. അടുത്തത് അങ്ങനെയാണെങ്കിൽ +44. അടുത്തത് +88. സോ 41 + 44 എക്സാക്ട്ലി എത്ര വരുന്നുണ്ട്? 85. 85 + 88 എക്സാക്ട്ലി എത്ര വരുന്നുണ്ട്? 173 വരുന്നുണ്ട്. therefore നമ്മൾ ആ പാറ്റേൺ കണ്ടുപിടിച്ചു. ന്യൂമറേറ്ററിലെല്ലാം 5 then ഇരട്ടി 10 then 10ൻ്റെ ഇരട്ടി, അതായത് × 2 5 then 5 × 2 then 5 × 4 5
കാരണം ഓരോന്നിൻ്റെ മെരിറ്റിയായിട്ട് നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണ്. താഴെയും ഡിനോമിനേറ്ററിൽ അതേപോലെ 11, then 22, then 44, then 88. That means 38 divided by 85. 38 divided by 85. 38 divided by 85. Then if health is written as IFBMUL, health is written as, if health is written as, health എഴുതിയത് HEALTH, IFBMUL, then how will north be written as? NORTH. സോ നോക്കുകയാണെങ്കിൽ എച്ച് എന്തിനോടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? ഐ ആണ്. ദാറ്റ് മീൻസ് GHI +1 ആണ്. EF +1 ആണ്. AB +1 ആണ്. KLM +1, TU HIJKHIIJKL ഇവിടെ മാത്രം എന്താണ്? +4. ദാറ്റ് മീൻസ് ആദ്യത്തെ ടേമുകളെല്ലാം +1, ലാസ്റ്റ് വരുന്ന ഇത് മാത്രം എന്താണ്? 4 മുന്നേ ഉള്ള 4 ടേംസ് കഴിഞ്ഞ് വരുന്ന ലെറ്റർ എടുക്കണം. സോ ഫസ്റ്റ് N +1 O, N +1 O, then O +1 P, then R +1 S, T +1 U, then H +1 H. നമുക്ക് ലാസ്റ്റ് ടേം മാത്രം എത്രയാണ് ഇവിടെ? 4. OPSU അതേ വന്നുള്ളൂ. ദെൻ HIJKL. സോ OPS ഓയും പിയും വരുന്ന എസ് വരുന്നത് ഒറ്റേതേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ആൻസറിലേക്ക് വരാം. നമ്മൾ ഫുള്ള് ചെയ്തെന്നുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ OPS വരെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ചോയ്സ് നോക്കുക, ആൻസർ എഴുതുക. ലാസ്റ്റ് ടൈം OPS വരുന്ന ഒറ്റ ചോയ്സ് പോലും വേറെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്ലൂ കിട്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ആൻസറിലേക്ക് ആദ്യത്തെ 2 ടൈം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ചോയ്സിൽ നിന്ന് പിക്ക് ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാം ഇതേപോലെ. ബട്ട് ടൈം കുറവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്താണ് ഇങ്ങനെ ഫസ്റ്റ് ടൈം ടു സെക്കൻഡ് ടൈം കിട്ടി കഴിയുമ്പോൾ തന്നെ വേറെ ചോയ്സ് ഒന്നുമില്ല, ആ കിട്ടിയത് കറക്റ്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈം സേവ് ചെയ്യാനായിട്ട് നേരെ ആൻസർ പിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഫൈൻഡ് ദ റോങ് ടേം ഇൻ. റോങ് ടേം കണ്ടുപിടിക്കണം. G40, J10R, M20, P43N, S90L. നമുക്ക് ആ നമ്പർ എടുക്കുകയാണെങ്കിൽ 4, 10, 20, 43, 90. ഇത് 4 × 2 + 2 ആണ് വരുന്നത്. ദെൻ 20 × 2 ഇവിടെ എടുക്കുകയാണെങ്കിൽ 20 × 2 + 3 വരുന്നുണ്ട്. ഇവിടെ 43 × 2 + 4. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 43 × 2 + 4 ആണ്. ഇവിടെ 20 × 2 + 3 ആണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ സോ ഇവിടെ +4, ഇവിടെ +3,
+2 +1 എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് 4 10 4 × 2 +1 9 വന്നിരുന്നുവെങ്കിൽ നേരെ എന്ത് ചെയ്യാം നമുക്ക് 9 × 2 +2 18 +2 20 കിട്ടിയതിനെ. ദെൻ 20 × 2 +3 43 ആണ്. ദെൻ 43 × 2 96 ആണ്, പ്ലസ് 86 ആണ്, +4 90 കിട്ടും. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇപ്പോൾ മിസ്സിങ് വ്യത്യാസം വരുന്നത് ഏതാണ്? J10 പകരം അവിടെ 9 ആണ് വരുന്നത്. ദെർഫോർ റോങ് ടേം. ബാക്കിയെല്ലാം GHIJ NJ KLM NOP QRS 3 വരുന്നുണ്ട്. T എടുത്ത് ഞാൻ TRST 2 കുറവ്, PQR 2 കുറവ്, OP 2 കുറവ്, KLMN. സോ വേരിയബിൾസ് വരുന്നത്, ലെറ്റേഴ്സ് വരുന്നത് കറക്റ്റാണ്. ഇവിടെ 3 വെച്ച് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറവ് വരുന്നുണ്ട്. T -2 വെച്ചിട്ടാണ് വരുന്നത്. ദെർഫോർ നമ്പറാണ് നമുക്ക് ചേഞ്ച് കാണിക്കുന്നത്. സോ നമ്പർ നോക്കിയപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേൺ കണ്ടുപിടിച്ചു. സോ 10ൻ്റെ അവിടെ 9 വന്നാലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സീക്വൻസ് കിട്ടുന്നത്. ദെർഫോർ ആൻസർ മിസ്സിങ് അല്ലെങ്കിൽ റോങ് അല്ലെങ്കിൽ ഓഡ് മാൻ ഔട്ട് എന്ന് പറയുന്നത് ഏതാണ്? J10R. J10R. Then next one, find the missing term. 18th one, P3C, R5F. Then TSI, V12L, then dash. സോ ഇവിടെ നമ്പർ എടുക്കുകയാണെങ്കിൽ 3 5 8 12. 3 + 2 5 ആണ്. 5 + 3 8 ആണ്. 8 + 4 12 ആണ്. സോ ഒബിയസ്ലി എന്ത് വരും? 4 + 5 17 വരുന്ന ചോയ്സ് ഉണ്ടോ? സോ 17 വരുന്ന 3 ചോയ്സ് വരുന്നുണ്ട്. ദെർഫോർ നമുക്ക് വേരിയബിൾസ് അല്ലെങ്കിൽ ലെറ്റേഴ്സിൻ്റെ കോഡിങ് ഇവിടെ നോക്കാം. സോ PQR +2, SPQR ST +2, TUV +2, WX X ആണ് വരുന്നത്. X17 വരുന്നത്, അതും 2 വാല്യൂസ് വരുന്നുണ്ട്. ദെർഫോർ അടുത്തത് ABC DEF ദാറ്റ് മീൻസ് ഇവിടെ എടുക്കുകയാണെങ്കിൽ DEF. സോ DEF +3 ആണ്. FGHI അതും +3 ആണ്. JKL അതും +3 ആണ്. പിന്നെ ഒബിയസ്ലി അടുത്ത് എന്തായിരിക്കും? JKL MNO. സോ X17O. Choice C is the right answer. X, then 17, then O is the right answer. Okay, X17O is the right answer. Then next one, Delhi is coded as Delhi. ഒന്ന് സോൾവ് ചെയ്ത ആൻസർ പറയാവോ? Delhi is coded as EFMIJ. Then Jaipur, JAIPUR. Jaipur is coded as Delhi is coded as EFMIJ. അങ്ങനെയാണെങ്കിൽ Jaipur is coded as. കോഡിങ് നോക്കിയിട്ട് ഒന്ന് ആൻസർ പറയാമോ? ചോയ്സിൽ ഏത് വരുന്ന?
സോ കോഡിങ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡി ഇയോടാണ് കോഡ് ചെയ്യുന്നത്. ഡി ഇ +1 ആണ്, ഇ എഫ് +1 ആണ്, എ എൽ എം +1 ആണ്, എച്ച് ഐ +1 ആണ്, ഐ ജെ +1. സോ എല്ലാ ടൈമും എന്താണ് തൊട്ടടുത്ത ലെറ്ററാണ് എടുക്കുന്നത്. സോ ജെ ഐ, ജെ കെ, ദെൻ എ ബി, കെയും ബിയും ഉള്ളത് ഒറ്റ ചോയ്സേ ഉള്ളൂ, നേരെ ആൻസർ. ഇങ്ങനെ വേണം എക്സാമിന് സോൾവ് ചെയ്യാൻ. നമുക്ക് കംപ്ലീറ്റ് ഒന്ന് നോക്കിയേക്കാം. ഐ ജെ, പി ക്യു, യു വി, ആർ എസ്. Good answer. Then next one, R, U, X, A, D. Then next what come at the last place? R, then U, X, A, D, then dash. ഈ സീക്വൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പാറ്റേൺ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ആൻസർ പറയാമോ? STU. അവിടെ നമ്മൾ ആ നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ നേരെ നമുക്കത് നോക്കിയിട്ട് എത്രയാണ് ആഡ് ചെയ്യുന്ന ആ നമ്പർ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ആ എം വരെയുള്ള 14 ദെൻ എന്നുള്ള തിരിച്ചു എഴുതിയിട്ട് കഴിഞ്ഞാൽ നേരെ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നേരെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ നേരെ നമുക്ക് ആൻസർ പിക്ക് ചെയ്യാം. STU +3, VWX +3, XYZ A +3, BCD +3, EFG +3, EFG. ഓക്കെ ആണോ? സോ ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്. സോ അതിൽ തന്നെ നമ്പർ സീരീസ് നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടുമെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം അതിന് സമയം കളയരുത്. ബട്ട് നമുക്ക് ഓഡ് മാൻ ഔട്ട് ഈ ലെറ്റർ വരുന്ന കോഡിങ് ഡീകോഡിങ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് എഴുതിയിടുകയാണെങ്കിൽ നമ്മൾ ആ A to എമ്മും N to Z വരെയുള്ളത് തിരിച്ചും എഴുതിയിടുകയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്. ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്. സോ അതിൻ്റെ തിയറി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻലി 4 മെയിൻ ഡയറക്ഷൻസ് ആണ് വരുന്നത്. മെയിൻ ഡയറക്ഷൻസ് ആണ് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്: നോർത്ത്, ദെൻ സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സോ ഇത് ക്ലോക്ക് വൈസ് തിരിയുന്നു. സോ ക്ലോക്ക് വൈസ് ഉണ്ടോ ഒരു ഡയറക്ഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രീസ് ആണ്. 90 ഡിഗ്രീസ് ആണ് ചേഞ്ച് വരുന്നത്. സോ ഇത് ക്ലോക്ക് വൈസ് ഇങ്ങനെ വരുന്ന ക്ലോക്ക് വൈസ്. ദെൻ ഏത് തിരിച്ചാണ് വരുന്നതെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നമുക്ക് മെയിൻ ഡയറക്ഷൻസ് വരുന്നത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. നോർത്ത് ഇങ്ങോട്ട്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ദെൻ നമുക്ക് സംടൈംസ് നമുക്ക് 45 ഡിഗ്രീസ് ആണ് ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ. സോ കാർഡിനൽ ഡയറക്ഷൻസ് വരുന്നത്, സോ ഇൻ ബിറ്റ്വീൻ ഡയറക്ഷൻസ് നമ്മൾ ആദ്യമേ പറഞ്ഞു നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണ് ഇൻ ബിറ്റ്വീൻ വരുന്ന ഡയറക്ഷൻസ്. ഇതാണ് വരുന്നതെങ്കിൽ ഇതാണ് വരുന്നതെങ്കിൽ എന്താ ഇതിനെ നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കാം. ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ നോർത്ത് വെസ്റ്റ്. സോ അതേപോലെ ഇവിടെയാണ് വരുന്നതെങ്കിൽ സൗത്ത് ഈസ്റ്റ്, ഇവിടേക്കാണെങ്കിൽ സൗത്ത് വെസ്റ്റ്. സോ ഉണ്ടോ ഈ ഒരു കാർഡിനൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേഞ്ച് വരുന്നത് 45 ഡിഗ്രീസ് മിഡിലാണ് വരുന്നത്. 45 ഡിഗ്രീസ് ആണ് നമുക്ക് ചേഞ്ച് വരുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസോ ക്ലോക്ക് വൈസോ തിരിയുന്നത് 45 ഡിഗ്രീസ് ആകുമ്പോഴാണ് നമുക്ക് ഇത് വരുന്ന കാർഡിനൽ ഡയറക്ഷൻസ് ആയിട്ടുള്ള ഒന്നുകിൽ നോർത്ത് ഈസ്റ്റ്, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്. നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ഓക്കെ, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലെഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് എടുത്ത് വീണ്ടും ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഡൗൺ ആയിരിക്കും. ലെഫ്റ്റ് പ്ലസ് റൈറ്റ് അപ്പ് ആയിരിക്കും. റൈറ്റ് പ്ലസ് ലെഫ്റ്റ് അപ്പ് ആയിരിക്കും. റൈറ്റ് പ്ലസ് റൈറ്റ് ഡൗൺ ആയിരിക്കും. അപ്പ് പ്ലസ് ലെഫ്റ്റ് ആണ്.
അപ്പർ പ്ലസ് റൈറ്റ് ആണ്. ഡൗണർ പ്ലസ് ലെഫ്റ്റ് റൈറ്റ് വരും. ഡൗണർ പ്ലസ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് നോർമലി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലെഫ്റ്റ് എടുത്തു, അതിനുശേഷം റൈറ്റ് എടുത്തു, അല്ലെങ്കിൽ അപ്പോഴോട് പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരച്ചാലും കിട്ടുന്നതാണ്. ബട്ട് ഒറ്റയടിക്ക് എഴുതണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടീസ്, ഈ പറയുന്ന ഫോർമുലാസ് ഇങ്ങനെ ഓർത്തിരുന്നാൽ നല്ലതാണ്. സോ നമ്മളെപ്പോഴും ഒരു ഡയഗ്രാം നമുക്ക് തന്നിരിക്കുന്ന കാരണം ഒരു സെനാരിയോ പറഞ്ഞിട്ടുണ്ടാകും. ഒരാൾ നോർത്തിലേക്ക് പോയി, ദെൻ ഇത്ര പോയിന്റിന് ശേഷം സൗത്ത് ലെഫ്റ്റ്, ദെൻ റൈറ്റ്, അല്ല അങ്ങനെ പല രീതിയിൽ പറയും. ദെൻ നമുക്ക് ഓൾവേസ് മേക്ക് എ സ്കെച്ച് ഓഫ് ദ ഡേറ്റ ഗിവൺ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സ്കെച്ച് നമുക്ക് ഈ പറയുന്ന നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇതിൻ്റെ മറ്റേ കാർഡിനലായിട്ട് നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും ഉണ്ടെങ്കിൽ അതുമെല്ലാം കറക്റ്റായിട്ട് വരയ്ക്കുക. ഡയറക്ഷൻ ചേഞ്ച് അണ്ടർഗോസ് 90%, 90 ഡിഗ്രിയാണ്. ഓക്കെ, 90 ഡിഗ്രിയാണ് നമുക്ക് ഒരു ഡയറക്ഷൻ ചേഞ്ച് എന്ന് പറയുന്നത്. നോർത്ത് ഈസ്റ്റിലേക്കോ വെസ്റ്റിലേക്കോ ആണെങ്കിൽ, ഈ നോർത്ത് ഈസ്റ്റിലേക്ക് ആണെങ്കിൽ ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രി, വെസ്റ്റിലേക്ക് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് 90 ഡിഗ്രീസ്. ഓക്കെ, ദെൻ ഓൾവേസ് മാർക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡ് പോയിന്റ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ പോയിന്റ്സ്. ഒക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റോ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എവിടെയാണ്, അല്ലെങ്കിൽ എൻഡിങ് പോയിന്റിൽ നിന്ന് എവിടെയാണ്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് അയാൾ ഇപ്പോൾ വ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് അയാൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കെച്ച് വരയ്ക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഡിഫറെൻ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം. If question says move towards left or right side, we assume that the movement is at an angle 90 ഡിഗ്രി. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയാൻ എന്താണ്, ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ പറയുന്നുള്ളൂ എങ്കിൽ നമ്മൾ എന്താണ് മീനിങ് 90 ഡിഗ്രി. ദാറ്റ് മീൻസ് ഒരു ഡയറക്ഷൻ കറക്റ്റ് എക്സാക്ട്ലി ഒരു ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഉണ്ട് എന്ന രീതിയിലാണ്, ഫുൾ ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടെന്നാണ് എടുക്കുന്നത്. നമ്മൾ നോർത്തിലേക്കാണെങ്കിൽ ഇത് ലെഫ്റ്റ് വരും, ഇത് റൈറ്റ് വരും. സൗത്തിലേക്ക് ഇങ്ങോട്ടാണെങ്കിൽ ഇതിൻ്റെ നേരെ തിരിച്ച് റൈറ്റ് ലെഫ്റ്റ്. ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സോ നമുക്ക് 4 മേജർ ഡയറക്ഷൻ, 4 കാർഡിനൽ ഡയറക്ഷൻ. സോ ഒരു ഡയറക്ഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ക്ലോക്ക് വൈസ് ആകാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആകാം, ലെഫ്റ്റ് റൈറ്റ്, ഇത്ര ദൂരം പോയി അതിനുശേഷം ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിലൊക്കെ പറയാം. അതനുസരിച്ച് കറക്റ്റായിട്ട് ഡയറക്ഷൻ നമ്മൾ ഒരു ഫിഗർ വരയ്ക്കുക. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഡിഫറെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ദെൻ ഫൈനൽ ആൻസറിലേക്ക് വരിക. ദെൻ നമുക്ക് ഇതിനകത്ത് യൂസ്ഫുൾ ആകുന്ന ഒരു ഫോർമുല, സംടൈംസ് യൂസ്ഫുൾ ആകുന്ന ഒരേ ഒരു ഫോർമുല പൈതഗോറസ് തിയറമാണ്. സോ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ വരികയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്, സോ AC ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ ഒരേ ഒരു ഫോർമുലയാണ് നമുക്ക് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരേ ഒരു ഫോർമുല. ബാക്കി എല്ലാം നമ്മുടെ കോൺസെപ്റ്റാണ്. 4 മേജർ ഡയറക്ഷൻസ്, ദെൻ 4 കാർഡിനൽ ഡയറക്ഷൻസ്. ക്വസ്റ്റ്യൻ അനുസരിച്ച് കറക്റ്റായിട്ടത് ആൻസർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ലോജിക്കൽ റീസണിങ്ങിൽ നമുക്ക് ഫോർമുല ആയിട്ടൊന്നും പഠിക്കാനില്ല, ബട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് സ്പീഡാക്കി എടുക്കുക. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയുള്ള ദിവസങ്ങളിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സുഖമായിട്ട് എക്സാമിന് പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം 20 ക്വസ്റ്റ്യൻസിൽ മിനിമം 18 ക്വസ്റ്റ്യനെങ്കിലും സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നോക്കാം. L went 15 kilometers north. Then he turned west and covered 10 meters. So H സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. H 15 മീറ്റർ നോർത്തിലേക്ക് പോയി, 15 മീറ്റർ. ദെൻ നോർത്തിലാണ്, ദെൻ ഈ സൈഡ് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ദെൻ എങ്ങോട്ട് തിരിഞ്ഞു എന്നാണ് പറഞ്ഞെങ്കിൽ ടേൺഡ് ടു വെസ്റ്റ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് നോർമലി വരുന്നത്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലേ. സോ ടേൺഡ് ടു വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ നോർത്ത് നോക്കുമ്പോഴത്തേക്കും 15, 10, 10. Then he turned south and covered 5 kilometers. So സൗത്തിലേക്ക് വന്നു, then 5 kilometers. Then finally turned to east and covered 10 kilometers. That means ഈസ്റ്റിലേക്ക് വന്ന് 10. So that means ഇപ്പോൾ എൻഡിങ് പോയിന്റ് ഇതാണ്. നോക്കാം ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ he is from his house.
ഓക്കെ, സോ ഇതാണ് അയാളുടെ ഹൗസ് എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ. സോ ഹൗസിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഹൗസിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണ്. എപ്പോഴും ഫൈനൽ ആൻസർ ശ്രദ്ധിക്കണം. ഫൈനൽ ആൻസർ എഴുതുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കറക്റ്റ് ആൻസർ എഴുതണം. സോ നമുക്കിപ്പോൾ ആക്ച്വലി അയാൾ ഫേസ് ചെയ്യുന്ന ഡയറക്ഷനാണ് ചോദിച്ചിരുന്നെങ്കിൽ എങ്ങനെ, അയാൾ ഈസ്റ്റിലേക്കാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈസ്റ്റിലേക്കാണ് അയാൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് അയാൾ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അയാളുടെ ഹൗസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഹൗസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ ഏത് ഡയറക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹൗസുമായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പോയിന്റാണ്. ഇതിൻ്റെ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നോർത്ത് ഡയറക്ഷനാണ്. സോ ആൻസർ നോർത്ത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് പറയാമോ ആൻസർ? A man is facing east. Then he turns left and goes 10 meters. Then turns right and goes 5 meters. Then goes 5 meters to the south, and from there 5 meters to the west. In which direction is he? He is from his original place. ഒറിജിനൽ പ്ലേസിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് സോൾവ് ചെയ്ത് പറയാമോ? അയാൾ ആദ്യം ഫേസ് ചെയ്യുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ഈസ്റ്റ് ഡയറക്ഷനിൽ ഫേസ് ചെയ്യുന്നതാണ്. ടേൺസ് ലെഫ്റ്റ്. ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയാൻ മീൻസ് എങ്ങോട്ട് പോകും? നോർത്തിലേക്ക്. സോ നോർത്തിലേക്ക് എത്ര മീറ്ററാണ്? 10 meters. 10 meters. നോർത്തിലേക്ക്, ഈസ്റ്റിൽ നിന്ന് നോർത്തിലേക്ക് തിരിഞ്ഞ് 10 meters പോയി. ദെൻ ടേൺസ് റൈറ്റ്. നോർത്തിലേക്കാണ്. സോ ഈ സൈഡാണ്, ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. 5 meters. Then goes turns right and goes 5 meters. Then goes 5 meters to south. 5 meters to south. So southലേക്ക്. So that means ഇപ്പോൾ ഈസ്റ്റിലേക്കാണ്, അല്ല നേരെ സൗത്തിലേക്ക് വരിക. മീൻസ് 5. And 5 meters to west. 5 meters to west. So ഇപ്പോൾ സൗത്ത് ആണ്. സൗത്തിൽ നിന്ന് 5 meters west. So നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ദാറ്റ് മീൻസ് 5 meters വെസ്റ്റിലേക്ക്. Then in which direction is he from his original place? So ഇതാണ് അയാളുടെ ഒറിജിനൽ പ്ലേസ്. റൈറ്റ് നൗ അയാൾ ഏത് പ്ലേസിലാണ്? ഇവിടെയാണ്. സോ ഒറിജിനൽ പ്ലേസിൻ്റെ റിവ്യൂവിൽ അയാൾ ഏത് ഡയറക്ഷനിലാണ് ഇപ്പോഴുള്ളത്? നോർത്ത്. കിട്ടിയ ആൻസർ? ഒന്ന് കിട്ടിയാണെന്ന് ആൻസർ മെസ്സേജ് ചെയ്യാം. Then 23rd ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ പറയാം. X walks southwards and then turns right, then left and then right. In which direction is he moving? എത്ര ലെഫ്റ്റ് എത്ര റൈറ്റ്? കറക്റ്റ് ആയിട്ട് ആദ്യം സൗത്ത് ഡയറക്ഷനിലാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം റൈറ്റ്, ദെൻ ലെഫ്റ്റ്, ദെൻ വീണ്ടും റൈറ്റ്. സോ നോർത്ത്, സൗത്ത്. നോർത്ത് ഇത് ലെഫ്റ്റ്, റൈറ്റ് ആണ്. സൗത്ത് ആകുമ്പോഴത്തേക്കും ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഒന്ന് ആൻസർ പറയാമോ? സൗത്ത് വേർഡ് ഡയറക്ഷനിലാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ അവിടുന്ന് റൈറ്റ്. എത്ര ദൂരം, എത്ര ഡിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് വരച്ചിടാം. റൈറ്റ് കുറച്ച് ദൂരം പോയി. സോ ഇപ്പോൾ വെസ്റ്റിലാണ്. അവിടുന്ന് ലെഫ്റ്റ്. ദാറ്റ് മീൻസ് വീണ്ടും എങ്ങോട്ട് വരും? സൗത്തിലേക്ക് വരും. ദെൻ അവിടുന്ന് വീണ്ടും റൈറ്റ്. ദാറ്റ് മീൻസ് വീണ്ടും ഏത് ഡയറക്ഷനിൽ വരും? വെസ്റ്റ് ഡയറക്ഷനിൽ വരും. സോ ആൻസർ വെസ്റ്റ് ഡയറക്ഷൻ.
ഓക്കെ, നെക്സ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്ത് പറയാമോ? ഒന്ന് ട്രൈ ചെയ്ത് ആൻസർ പറഞ്ഞേ. രാമൻ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഇൻ ദ മോർണിംഗ് facing the sun. After some time, he turned to the left. Later, again, he turned to his left. What direction is Ram moving now? So, എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോർണിംഗ് ഫേസിങ് സൺ, സണ്ണിനെ നോക്കിക്കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ നമുക്ക് സൺറൈസ് എവിടെയാണ്, സൺസെറ്റ് എവിടെയാണ്, അത് അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത്. സൺറൈസ്, ഈസ്റ്റ്, സൺസെറ്റ് വെസ്റ്റ്. സോ സൺറൈസ് ഈസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഏത് ഡയറക്ഷനിലാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത്? ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ആഫ്റ്റർ ടൈം സംടൈംസ് ഹി ടേൺ ടു ഹിസ് ലെഫ്റ്റ്, ലേറ്റർ ഹി ടേൺ ടു ഹിസ് റൈറ്റ്, അഗെയിൻ ടേൺ ടു ഹിസ് ലെഫ്റ്റ്. സോ മോർണിംഗിലാണ്, ഫേസിങ് സൺ ആണ്. ദാറ്റ് മീൻസ് ആദ്യം പോയിക്കൊണ്ടിരുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ഈസ്റ്റ് ഡയറക്ഷനിൽ ഫേസിങ് ലെഫ്റ്റ് ഏത് സൈഡ് വരും? ഇതാണ് ലെഫ്റ്റ്. ഇങ്ങോട്ടാണ് ഫേസിങ് ലെഫ്റ്റ്, ഇത് റൈറ്റ്. സോ ദെൻ ലെഫ്റ്റിലേക്ക് ടേൺ ടു ലെഫ്റ്റ്, ടേൺ ടു ദ ലെഫ്റ്റ്, കുറച്ച് ദൂരം നടന്നു. ആൻഡ് ലേറ്റർ അഗെയിൻ, ദാറ്റ് മീൻസ് ഇപ്പോൾ നോർത്ത് ഡയറക്ഷനിലാണ് ആൾ ഫേസ് ചെയ്യുന്നത്. അഗെയിൻ ലെഫ്റ്റ് വന്നു എന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഏത് ഡയറക്ഷനിലായിരിക്കും? ഡയറക്ഷൻ. ഇൻ വാട്ട് ഡയറക്ഷൻ, നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? ഇൻ വാട്ട് ഡയറക്ഷൻ, ഇൻ വാട്ട് ഡയറക്ഷൻ ആർ ഈസ് മൂവിങ് നൗ. സോ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് അയാൾ മൂവ് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. വെസ്റ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, വെസ്റ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒന്ന് ആൻസർ പറയാമോ? ഐ സ്റ്റാൻഡ് വിത്ത് മൈ റൈറ്റ് ഹാൻഡ് എക്സ്റ്റെൻഡഡ് സൈഡ് വേസ് ടുവേർഡ്സ് സൗത്ത്. സോ എന്താണ്, ഞാൻ ഒരു ഡയറക്ഷനിൽ നോക്കി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ, സോ റൈറ്റ് ഹാൻഡ് ഏത് ഡയറക്ഷനിലാണ്? സൗത്ത് വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ ടുവേർഡ്സ് വിച്ച് ഡയറക്ഷൻ വിൽ മൈ ബാക്ക് ബി? സോ എൻ്റെ ബാക്ക് സൈഡ് ഏത് ഡയറക്ഷനിലായിരിക്കും? സോ എൻ്റെ റൈറ്റ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൗത്തിലേക്ക് വരണമെങ്കിൽ ഒബിയസ്ലി ഞാൻ ഏത് ഡയറക്ഷനിലായിരിക്കും? ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാലേ എൻ്റെ റൈറ്റ് ഹാൻഡ് ഈ ഡയറക്ഷനിൽ വരത്തുള്ളൂ. ദെൻ ഒബിയസ്ലി ഞാനപ്പോൾ എന്താണ് ഈസ്റ്റിലേക്ക് നോക്കിയാണിരിക്കുന്നത്. ഒബിയസ്ലി എൻ്റെ ബാക്ക് സൈഡ് എങ്ങോട്ടാണ്, ഏത് ഡയറക്ഷനിലായിരിക്കും? ഒബിയസ്ലി ബാക്ക് സൈഡ് വരുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ഇത് ഈസ്റ്റ് ആണ്, therefore ബാക്ക് സൈഡ് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. വെസ്റ്റ് ഡയറക്ഷൻ. Okay, അല്ലേ? M started from a point and walked towards the west. He took left to reach his Sohan's അല്ലെങ്കിൽ his house. In which direction should he move to reach his house? M started from a point and walked towards west. M ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഏത് സൈഡിലേക്ക്? വെസ്റ്റ് സൈഡിലേക്ക്, ടുവേർഡ്സ് വെസ്റ്റ്. ഹി ടുക്ക് എ ലെഫ്റ്റ്. സോ വെസ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് എങ്ങോട്ട് വരും? താഴോട്ട് വരും. ടുക്ക് എ ലെഫ്റ്റ്. സോ ജസ്റ്റ് ലെഫ്റ്റ് എടുത്തു. ആരുടെ ഹൗസിലെത്തി? സോഹൻ്റെ ഹൗസിലെത്തി. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ഹി മൂവ് ടു റീച്ച് ഹിസ് ഹൗസ്? സോ ഇതിൽ നിന്ന്, ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ
നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കാർഡിനൽ ഡയറക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർഡിനൽ ഡയറക്ഷൻസ് ഒന്ന് വരയ്ക്കുകയാണ്. ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ദെൻ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരുന്ന രീതിയിലല്ലേ. സോ ദാറ്റ് മീൻസ് ഈ ഒരു ഡയറക്ഷൻ എന്ത് വരും? നോർത്ത് ഈസ്റ്റ്. സോ ഏത് ഡയറക്ഷനിലായിരിക്കും? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കും അയാൾ സോഹൻസ് ഹൗസിൽ നിന്ന് അയാളുടെ ഹൗസിലേക്ക് റീച്ച് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യേണ്ടത്. എസിൻ്റെ ഹൗസിൽ നിന്ന് മോഹൻസ് ഹൗസിലേക്ക് ആക്കി എത്തണമെങ്കിൽ അയാൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യേണ്ടത്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് സോൾവ് ചെയ്ത് പറയാമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A man stands on a point and starts walking towards north. He turns left, then turns right and then left. In which direction he is moving now? ഒന്ന് ആൻസർ പറയാമോ? Then answer. A man stands on a point and starts walking towards north side. So ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നോർത്ത് സൈഡിലേക്ക് നടന്നു. ദെൻ ടേൺസ് ലെഫ്റ്റ്. നോർത്ത് ആണെങ്കിൽ ഇതാണ് ലെഫ്റ്റ് സൈഡ്. ടേൺസ് ലെഫ്റ്റ്. സോ ലെഫ്റ്റിലേക്ക് ഉണ്ട്. എത്ര ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞില്ല, കുറച്ചൊരു നടന്നു. ദാറ്റ് മീൻസ് ഇപ്പോൾ റൈറ്റ് നൗ വെസ്റ്റിലേക്കാണ്. ദെൻ ടേൺസ് റൈറ്റ്. ലെഫ്റ്റ്, അതിന് ലെഫ്റ്റ്, ദെൻ റൈറ്റ്. സോ ഇപ്പോൾ വെസ്റ്റിലേക്കാണ്. സോ ദാറ്റ് മീൻസ് അഗെയിൻ എങ്ങോട്ട് വരും? റൈറ്റ് മീൻസ് നോർത്തിലേക്ക് വരും. ആൻഡ് ദെൻ ലെഫ്റ്റ്. സോ നോർത്തിൽ നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക്. സോ ദാറ്റ് മീൻസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹീ മൂവിങ് നൗ? വിച്ച് ഡയറക്ഷൻ ഹീ ഈസ് മൂവിങ് നൗ? സോ ഏത് ഡയറക്ഷനിലാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് വെസ്റ്റ് ഡയറക്ഷനാണ്. വെസ്റ്റ് ഡയറക്ഷനാണ്. ഓക്കെ, in west direction. Then man started from a point facing north. So facing north. North ആണ്. Then he turned left. So north face ചെയ്ത് ലെഫ്റ്റ് മീൻസ് ഈ ഡയറക്ഷനിൽ വെസ്റ്റിലേക്ക് വരും. Then again left. That means എങ്ങോട്ട് വരും? സൗത്തിലേക്ക് വരും. Then സൗത്ത് പൊസിഷനിൽ നിന്ന് ടേൺഡ് റൈറ്റ്. സോ ദാറ്റ് മീൻസ് ഏത് ഡയറക്ഷൻ? സൗത്തിൽ നിന്ന് റൈറ്റ് എന്ന് പറയുമ്പോൾ നോർത്തിന് നേരെ ഓപ്പോസിറ്റ്. നോർത്താണെങ്കിൽ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ് ആണ്. ദാറ്റ് മീൻസ് സൗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ റൈറ്റ് ആണ്. സോ ഈ ഡയറക്ഷനിലായിരിക്കും അയാൾ ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഹി ഈസ് ഫേസിങ് നൗ? സോ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? വെസ്റ്റ്. വെസ്റ്റ് ഡയറക്ഷനിലാണ്. വെസ്റ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ഒന്ന് ട്രൈ ചെയ്ത ആൻസർ ഒന്ന് മെസ്സേജ് ഇടുക. എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ്.
The next one, 29th question, they will ഒന്ന് solve ചെയ്ത് പറയാമോ? R is driving cycle from his house towards north. Then he turns left and then left again. In which direction he is facing now? So first driving cycle towards north, then turns left and then left again. Or the one left, then or the one left. Then which direction he is facing now? He is facing now. So ഹൗസിൽ നിന്ന് നോർത്ത് ഡയറക്ഷനിലാണ്. Then turns left and left again. Turns left and left again. Okay. So നോർത്തിൽ നിന്ന് ലെഫ്റ്റ് വരുമ്പോൾ വെസ്റ്റ് വരും. അവിടുന്ന് വീണ്ടും ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഏത് ഡയറക്ഷനിൽ വരും? സൗത്ത് ഡയറക്ഷനിൽ വരും. Then which direction he is facing now? So ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്? സൗത്ത് ഡയറക്ഷൻ. South direction. Okay. Then next one. Sun rises behind the tower and sets behind the railway station. In which direction is the tower from railway station? സൺറൈസും സൺസെറ്റും വെച്ചിട്ടുള്ളതാണ്. സൺറൈസ് ഈസ്റ്റ് ആണ്, സൺസെറ്റ് വെസ്റ്റ് ആണ് അല്ലേ? സൺറൈസ് ഈസ്റ്റ്, സൺസെറ്റ് വെസ്റ്റ്. സോ സൺറൈസ് ചെയ്യുന്നത് സൺറൈസസ് ബിഹൈൻഡ് ദ ടവർ. സോ ദാറ്റ് മീൻസ് ഈ ടവറിന് ബിഹൈൻഡ് ആണ്. ടവറിന് ബിഹൈൻഡ്, ദാറ്റ് മീൻസ് ഇവിടെ നിന്നാണ് എന്താ പറയുക? സൺസെറ്റോ സൺറൈസസ് ഈസ്റ്റ്. ദെൻ സൺസെറ്റ് വരുന്നത് railway station, behind railway station. That means the sunset the west. Then നമ്മുടെ question എന്താണ്? In which direction is the tower from railway station? So ഇതാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടവർ ഏത് ഡയറക്ഷനിലാണ്? ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ഈസ്റ്റ് ഡയറക്ഷൻ. ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. സോ ഏത് ഫേസിങ് സൈൻ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോകാം. എല്ലാ ചാപ്റ്ററിൽ നിന്നും 4 ചാപ്റ്ററാണ്, 20 മാർക്കിനാണ്. 5 മാർക്ക് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എല്ലാ ചാപ്റ്ററിൽ നിന്നും. Then a person facing north moves 70% clockwise. സോ ഇതാണ് നോർത്ത് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ. He had moved 70 degrees in clockwise direction and again 300 degrees in anti-clockwise direction. In which direction he is facing now? So അയാൾ നോർത്ത് ഡയറക്ഷനിലായിരുന്നു ഫേസ് ചെയ്യുന്നത്. നോർത്ത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്. He again moved. So first moves ഏത് ഡയറക്ഷനിലാണ്? clockwise. So clockwise direction എത്രയാണ്? 70 degrees. Then anti-clockwise directionൽ 300 degree. That means നെറ്റ് എടുക്കുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ 230 degrees അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസിൽ 230 degrees.
സോ ദാറ്റ് മീൻസ് നോർത്തിലാണ്. ക്ലോക്ക് വൈസ് 70 വന്നു. ദെൻ അവിടുന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് 300 പോയി എന്ന് പറഞ്ഞാൽ നെറ്റ് എന്താ ഇവിടോട്ട്. സോ ഇത്രയും 70 ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നേരെ 300 പോയി എന്നാണ് പറഞ്ഞത്. നെറ്റ് എടുക്കുമ്പോൾ എത്രയാണ്? 230 ഡിഗ്രീസ് ആണ് വരുന്നത്. നോർത്തിലാണ്. സോ ഫസ്റ്റ് അത് നോക്കുകയാണെങ്കിൽ ഒരു ഡയറക്ഷൻ അപ് ടു ഇവിടെ വരെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രയാണ്? 90 ഡിഗ്രിയാണ് ഒരു ഡയറക്ഷൻ. സോ 90 ഡിഗ്രി വരുമ്പോൾ അയാൾ ഏത് ഡയറക്ഷനിൽ വരും? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരും. ദെൻ ഒരു 90 ഡിഗ്രി കൂടെ വരുമ്പോഴാണ് അല്ല ഇവിടെ വരും ഒരു 90 ഡിഗ്രി അഗെയിൻ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരു 90 ഡിഗ്രി ഇവിടെ വരുമ്പോഴാണ് ഏത് ഡയറക്ഷനിൽ വരുന്നത്? സൗത്ത് ഡയറക്ഷനിൽ വരുന്നത്. ദാറ്റ് മീൻസ് 180 ഡിഗ്രി ആയി. ഇനി എത്രയാണ്? 50 ഡിഗ്രീസ് കൂടെ ആണ് വരേണ്ടത്. ഒരു ഫുൾ ഒരു 90 കൂടെ വന്നിരുന്നുവെങ്കിൽ 270 ആയിരുന്നെങ്കിൽ നമുക്കൊരു 90 കൂടെ വന്ന് ഈസ്റ്റ് വന്നേനെ. ബട്ട് ഇവിടുന്ന് എത്രയേ വരുന്നുള്ളൂ? 50 വരുന്നുള്ളൂ. സോ ഇവിടുന്ന് 50 ഡിഗ്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ഡയറക്ഷനിൽ വരും? ഈ ഒരു ഡയറക്ഷനിൽ വരും അല്ലേ. സോ ഇത് ഏത് ഡയറക്ഷനാണ്? ഇത് സൗത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വരും. സൗത്തിനും ഈസ്റ്റിനും എന്താണ് കാർഡിനലായിട്ട് വരുന്ന ഡയറക്ഷനാണ്. സോ ദാറ്റ് മീൻസ് ആൻസർ എന്താണ്? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ മൊത്തം എടുത്തിട്ട് നെറ്റ് എടുക്കുക. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 70, അവിടുന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് 300. ദാറ്റ് മീൻസ് നെറ്റ് എത്ര വന്നു? ആൻറ്റി ക്ലോക്ക് വൈസ് 300 ആണ്. 230 ആണ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്കറിയാം ഓരോ ഡയറക്ഷൻ ചേഞ്ച് എന്ന് പറയുന്നത് 90 ആണ്. നോർത്താണ്, വെസ്റ്റിലേക്ക് വരുമ്പോൾ 90, ദെൻ സൗത്തിലേക്ക് വരുമ്പോൾ വീണ്ടും 90. ദാറ്റ് മീൻസ് 180 വന്നു. ഇനി ഒരു 15 കൂടാണ്. ദാറ്റ് മീൻസ് ടോട്ടൽ 90 വന്നിരുന്നെങ്കിൽ ഈസ്റ്റ് വന്നേനെ. സോ സൗത്തിനും ഈസ്റ്റിനും ഇൻ്റർമീഡിയറി ആയിട്ട് കാർഡിനൽ ആയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് one. Are moves towards southeast a distance of 7 kilometer. Then she moves towards west and travels a distance of 14. From there she moves towards northwest a distance of 7 kilometer, and finally she moves a distance of 4 kilometers towards east. How far is she now from the starting point? ഒന്ന് സോൾവ് ചെയ്ത് പറയാവോ? ഒന്ന് ട്രൈ ചെയ്ത് ആൻസർ പറഞ്ഞേ. ആർ മൂവ്സ് ടുവേർഡ്സ് ഫസ്റ്റ് സൗത്ത് ഈസ്റ്റ് ആണ്, 7 കിലോമീറ്റർ. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ആർ മൂവ്സ് ടുവേർഡ്സ് സൗത്ത് ഈസ്റ്റ്. സോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് എടുക്കാം. സോ ഇതാണ് നോർത്ത്, ഇത് സൗത്ത്, ഇൻ ബിറ്റ്വീൻ ആണ്, ഇതാണ് സൗത്ത് ഈസ്റ്റ് വരുന്നത്. ദാറ്റ് മീൻസ് ആർ മൂവ്സ് എത്ര കിലോമീറ്റർ ആണ്? 7 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത് ഈസ്റ്റ്. ദെൻ ഈ ഒരു പോയിന്റിൽ നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? 14 kilometers to she moves towards west and travel a distance of 14 kilometers from here. So 7 ഈ ഒരു പൊസിഷനിൽ നിന്ന് വെസ്റ്റിലേക്ക് 14 kilometers. Then ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷൻ, that means
റൈറ്റ് നൗ ഇതാണ് അയാളുടെ പൊസിഷൻ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, 14 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ ഫ്രം ദയർ ഷീ മൂവ്സ് ടുവേർഡ്സ് നോർത്ത് വെസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് 7 കിലോമീറ്റേഴ്സ്. ഇവിടെ വരികയാണെങ്കിൽ ഇതാണ് നോർത്ത്, ദെൻ ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇൻ ബിറ്റ്വീൻ ഇതാണ് നോർത്ത് വെസ്റ്റ് വരേണ്ടത്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഈ ഡയറക്ഷനിൽ എടുത്താണ് 7 കിലോമീറ്റേഴ്സ്. ആൻഡ് ഫൈനലി ഷീ മൂവ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 4 കിലോമീറ്റർ. ഈ ഒരു പോയിന്റിൽ നിന്ന്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് 4 കിലോമീറ്റേഴ്സ് ഈസ്റ്റ്, 4 കിലോമീറ്റർ ഈസ്റ്റ് ഡയറക്ഷനിൽ 4 കിലോമീറ്റേഴ്സ്. സോ ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്. ഇനി എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ, അപ്പോൾ നമുക്ക് അയാൾ ഏത് ഡയറക്ഷനിലാണ് അയാളിപ്പോൾ മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം, ഹൗ ഫാർ ഈസ് ഷീ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതല്ലേ എൻഡിങ് പോയിന്റ്, ഇപ്പോൾ നിൽക്കുന്ന പോയിന്റ് എത്ര ഡിസ്റ്റൻസിലാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഈ ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 14 അല്ലേ, അപ് ടു 4 വന്നു കഴിഞ്ഞു. ദാറ്റ് മീൻസ് റിമൈനിങ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 14 മൈനസ് 4 ഈക്വൽ ടു 10, 10 കിലോമീറ്റേഴ്സ്, 10 കിലോമീറ്റേഴ്സ്, 10 കിലോമീറ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാവോ. ക്വസ്റ്റ്യൻ ഇതാണ്, ഓൺ മോർണിംഗ് എ ബോയ് സ്റ്റാർട്ട് വാക്കിംഗ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഫോർ 5 kilometers and then take a left turn and walks another 5 kilometers. Thereafter he again takes left turn and walks another 5 kilometers, and at last he takes right turn and walks 5 kilometers. Now he see his shadow in front of him. In what direction did he start initially? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മോർണിംഗിലാണ് അയാൾ വാക്ക് സ്റ്റാർട്ട് പറഞ്ഞത്. സോ ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഓരോ പൊസിഷനും കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ടൈം എടുത്തില്ല. ഇവിടെ നോർമലി സ്റ്റുഡൻസ് അങ്ങനെയുള്ള അസംഷനിലേക്കൊന്നും പോകരുത്. അതായത് ഇൻ ബിറ്റ്വീൻ ഓരോ 5 കിലോമീറ്ററും കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്ത് അങ്ങനെയല്ല. സോ നമുക്ക് ഒറ്റയടിക്കും മോർണിംഗിൽ തന്നെയാണ് ഈ പറയുന്നത് കവർ ചെയ്തു വരുന്ന സെൻസിലാണ് നമ്മൾ എടുക്കുന്നത്. സോ നൗ now he see his shadow in front of him. So shadow in front, മോർണിംഗിൽ ഷാഡോ ഇൻ ഫ്രണ്ട് വരണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് പുറകിൽ എന്താണ് ഈസ്റ്റ് ഡയറക്ഷനിൽ സണ്ണ് വരണം. ഫ്രണ്ട് വരണമെങ്കിൽ ദാറ്റ് മീൻസ് അവസാനം ഏതായിരിക്കണം, വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കണം ഫേസ് ചെയ്യുന്നത്. ഷാഡോ ഇൻ ഫ്രണ്ട് കാണണമെങ്കിൽ. സോ ജസ്റ്റ് അതുകൊണ്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം. സോ നമ്മൾ നോർത്ത് ഡയറക്ഷനിലായിരുന്നു അയാൾ ഫേസ് ചെയ്യുന്നത്. നോർത്ത് മോർണിംഗ് പോയി സ്റ്റാർട്ട് വാക്കിംഗ് ഡയറക്ഷൻ, ഏതോ ഡയറക്ഷൻ നോർത്ത് ഡയറക്ഷനിലാണ് അയാൾ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്തത് 5 എന്ന് വിചാരിക്കാം. ദെൻ ടേക്സ് ലെഫ്റ്റ്, thereafter he again takes a left turn 5, and last he takes a right and turn and walk 5. സോ ഒബിയസ്ലി നമുക്കിപ്പോൾ എന്ത് കിട്ടിയാണ്, ചുമ്മാ ഞാൻ നോർത്ത് ഡയറക്ഷൻ എടുത്ത് നോക്കിയതാണ്. ബിക്കോസ് നമുക്ക് ഫൈനലി നമുക്ക് മനസ്സിലായി മോർണിംഗിലാണ്. സോ 5 കിലോമീറ്റേഴ്സ് ഇവിടെ നോർമലി ചില ക്ലാസ്സിലേക്ക് അങ്ങനെയുള്ള അസംഷനിലേക്ക് പോകരുത്. 5 കിലോമീറ്റർ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു, പിന്നെ റെസ്റ്റ് എടുത്തു, അങ്ങനെ ഈവനിങ്ങിലാണ് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് തിരിച്ചു വരും. ആ ഒരു കോൺസെപ്റ്റിലല്ല നമ്മൾ മോർണിംഗിൽ തന്നെ. സോ അയാൾ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ ട്രാവലിംഗ് നടന്ന് തീർത്തു എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫ്രണ്ടിൽ മോർണിംഗിൽ ഫ്രണ്ടിൽ ഷാഡോ കാണണമെങ്കിൽ ഒബിയസ്ലി ബാക്ക് സൈഡിൽ ഈസ്റ്റ് സൈഡിലാണ് സൺറൈസ് ചെയ്യുന്നത്. ഈസ്റ്റ് സൈഡിൽ നിന്ന് ഫ്രണ്ട് സൈഡിലേക്ക് ഷാഡോ കാണണമെങ്കിൽ ഒബിയസ്ലി നമ്മൾ ഏതായിരിക്കും, വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്ത് നോർത്ത് ഡയറക്ഷനിലാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഡയറക്ഷൻ ഡിഡ്
ഹീ ഡിഡ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത ഡയറക്ഷനിലാണെങ്കിലാണ് നമ്മളൊരു ബേസിക് ചുമ്മാ എടുത്ത് നോക്കിയതാണ്. നോർമലി നമ്മളെല്ലാം നോർത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നോക്കിയതാണ്. സോ ആൻസർ എന്ത് കിട്ടും? നോർത്ത് ഡയറക്ഷനിൽ, ഇനീഷ്യലി നോർത്ത് ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്താലാണ്. സോ മോർണിംഗിൽ തന്നെ ഈ പറയുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഫ്രണ്ടിൽ ഷാഡോ കാണുമെങ്കിൽ ഒബിയസ്ലി വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. സോ നോർത്തിൽ സ്റ്റാർട്ട് ചെയ്താലാണ് ലെഫ്റ്റ്, ദെൻ വീണ്ടും ലെഫ്റ്റ്, ദെൻ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? Next one. It is 3 o'clock in a watch. If the minute hand points towards northeast, then the hour hand will point towards dash. 3 o'clock ആണ്. 3 o'clock ആകുമ്പോൾ അവർ ഹാൻഡ് 3യിലും മീൻസ് ഇത് വരുന്നത് 12ലുമാണ് വരേണ്ടത്. ബട്ട് ആ ക്ലോക്ക് എങ്ങനെയോ തിരിച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ദ മിനിറ്റ് ഹാൻഡ് പോയിന്റ്സ് ടുവേർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. മിനിറ്റ് ഹാൻഡ് നോർത്ത് ഈസ്റ്റിലേക്കാണെങ്കിൽ അവർ ഹാൻഡ് ഏത് ഡയറക്ഷനിലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് പറയാമോ ആൻസർ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. സോ ക്ലോക്ക് 3 o'clock. നോർമലി ഇങ്ങനെയാണ് 3 o'clockന് വരേണ്ടത്. ബട്ട് ക്ലോക്ക് എങ്ങനെയോ ചരിഞ്ഞിരിക്കുകയാണ്. സോ മിനിറ്റ് ഹാൻഡ് എവിടോട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നോർമലി എടുക്കുകയാണെങ്കിൽ ഇതാണ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. ദാറ്റ് മീൻസ് മിനിറ്റ് ഹാൻഡ് 45 ഡിഗ്രീസ് ക്ലോക്ക് വൈസിൽ എന്താണ് ഇങ്ങനെ വരേണ്ടതിന് പകരം എന്താണ് 45 ഡിഗ്രീസ് ക്ലോക്ക് വൈസിൽ തിരിഞ്ഞാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? ഈ ഒരു ക്ലോക്ക് വെച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് മിനിറ്റ് ഹാൻഡ് ഇവിടെയാണ് നോർത്ത് ഈസ്റ്റിൽ വന്നാൽ ദാറ്റ് മീൻസ് മിനിറ്റ് ഹാൻഡ് 45 ഡിഗ്രീസ് ആണ് തിരിഞ്ഞെങ്കിൽ ഒബ്വിയസ്ലി അവർ ഹാൻഡും എത്രയായിരിക്കും? ഇവിടുന്ന് 45 ഡിഗ്രീസ് ആയിരിക്കും തിരിഞ്ഞിരിക്കുന്നത്. സോ അവർ ഹാൻഡ് എവിടെ വരും? സോ ഇതാണ് ഈസ്റ്റ്, ഇത് സൗത്ത്. സോ ദാറ്റ് മീൻസ് സൗത്തിനും ഈസ്റ്റിനും ഇടയ്ക്കുള്ള കാർഡിനൽ ഡയറക്ഷൻ ഏതാണ്? സൗത്ത് ഈസ്റ്റ്. Southeast direction. Then next one, last question. A man is facing west. He turned 45 degrees in clockwise direction and another 180 degrees in the same direction and then 270 degrees in the anti-clockwise direction. Find which direction he is facing now. അപ്പോൾ ആദ്യം ക്ലോക്ക് വൈസിൽ 45 ഡിഗ്രീസ്, ദെൻ ക്ലോക്ക് വൈസിൽ തന്നെ 180 ഡിഗ്രീസ്, അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് 270 ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നെറ്റ് ചെയ്തിട്ട് ഏതാണോ കൂടുതൽ അതെന്ത് ചെയ്യുക? ഇപ്പോഴത്തെ ഡയറക്ഷനിൽ നിന്ന് ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ അത്രയും ഡിഗ്രീസ് കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നതെന്ന് കിട്ടും. ഒന്ന് സോൾവ് ചെയ്ത് പറയാമോ?
അയാൾ വെസ്റ്റ് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ഷൻ ചേഞ്ചസ് വരുന്നത് ഫസ്റ്റ് ക്ലോക്ക് വൈസ് ആണ് 45, then again clockwise ആണ് 180. So that means clockwise അല്ല ടോട്ടൽ എത്ര വന്നു 225 degrees. Then anti clockwise ആണ് 270 degrees. So clockwise 225 degrees, anti-clockwise 270. That means നെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഇപ്പോഴുള്ള പൊസിഷനിൽ നിന്നാണ് നെറ്റ് ആൻറ്റി ക്ലോക്ക് ഒരു 45 ഡിഗ്രീസ്. സോ സൗത്ത് ഡയറക്ഷനിൽ നിന്ന് സോ അതിൽ ഇതാണ് ഒരു ഫുള്ള് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് 90 ആണ്. വെസ്റ്റ് ഡയറക്ഷനിലാണ്. സോ ഇങ്ങോട്ട് വന്നതിന് സൗത്തിലേക്ക് വന്നതിന്. ബട്ട് അയാൾ എത്ര എടുത്തുള്ളൂ 45 ഡിഗ്രീസ് ആണ് ആൻറ്റി ക്ലോക്ക് വൈസ്. 45 ഡിഗ്രീസ് ആൻറ്റി ക്ലോക്ക് വൈസ്. 45 ഡിഗ്രീസ് ആൻറ്റി ക്ലോക്ക് വൈസ് വരിക മീൻസ് എന്ത് വരും 45 ഡിഗ്രീസ് ആൻറ്റി ക്ലോക്ക് വൈസ് സൗത്ത് വെസ്റ്റ്. southwest direction. Okay. സോ ഇത്രയാണ് നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഡയറക്ഷൻ സെൻറ്റൻസിൽ. ദെൻ നമ്മുടെ അടുത്ത ചാപ്റ്റർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ the process of making an arrangement of a group of persons to sit according to a prefixed manner is called seating arrangement. സോ ഒരാൾ ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ ഏത് സൈഡിലേക്ക് നോർത്തിലേക്ക് അല്ലെങ്കിൽ സൗത്തിലേക്ക് അയാൾ വ്യൂ ചെയ്യുന്നു എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഉള്ള ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. നമുക്ക് രണ്ട് ടൈപ്സ് വരുന്നത്. ഒന്ന് ലീനിയർ അറേഞ്ച്മെൻറ്റ് റോയിലാണ് വരുന്നതെങ്കിൽ സോ നമുക്ക് നോർത്ത് ഡയറക്ഷനിലാണെങ്കിൽ ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് എന്ന രീതിയിൽ. സോ ഇത് സൗത്തിലേക്കാണെങ്കിൽ ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ്. സോ നമുക്ക് ലീനിയർ അറേഞ്ച്മെൻറ്റിൽ നോർത്തിലേക്കാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് അതനുസരിച്ചുള്ള ചേഞ്ച് വരും. ദെൻ സർക്കുലർ അറേഞ്ച്മെൻറ്റ് സോ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ സെൻറ്ററിലേക്കാണ് വ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ സെൻറ്ററിലേക്ക് വ്യൂ ചെയ്യുന്ന രീതിയിലാണ് അയാൾ സെറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് നമ്മൾ എടുക്കാറുള്ളത്. സെൻറ്റർ ഡയറക്ഷനിലേക്കാണ്. ഓക്കെ. ദെൻ പോളിഗൺ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ കറക്റ്റ് നമ്പർ ഓഫ് ആൾക്കാരാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ആയിരിക്കും ആൾക്കാരെ സെറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോർമലി എടുക്കുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് ആണ് ആൾക്കാരെ സെറ്റ് ചെയ്യുന്നത്. ഈ രീതിയായിരിക്കും നമുക്ക് എക്സാക്ട്ലി കറക്റ്റ് ഈ പറയുന്ന രീതിയിലാണ് 8 പേരാണെങ്കിൽ. സോ ഇവിടെ ആറ് പേരാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് നോർമലി കറക്റ്റ് നമ്പർ ആണെങ്കിൽ നമ്മൾ ഇംപ്ലൈഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അവർ സെറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ന രീതിയിലാണ്. Then points to be kept in mind while solving a seating arrangement problem. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. റിവ്യൂ ഓൾ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയുടനെ ചാടിക്കയറി വരയ്ക്കാൻ നിൽക്കരുത്. സോ ഒരാളുടെ ലെഫ്റ്റ് സൈഡാണ് വരുന്നത്, പക്ഷേ ആ എ സിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ദെൻ പക്ഷേ ബി എവിടെയാണ് ഇരിക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യമേ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മൾ വായിച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കാൻ നിൽക്കുകയുള്ളൂ. റെക്കഗ്നൈസ് ഡെഫിനിറ്റ് ഇൻഫർമേഷൻ, ദെൻ കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ ആൻഡ് നെഗറ്റീവ് ഇൻഫർമേഷൻ. സോ ഉണ്ടോ ഉറപ്പായിട്ട് നമുക്ക് എന്താണ് ഈ 3 കാര്യങ്ങൾ നമുക്ക് ഡെഫിനിറ്റ് ആയിട്ടൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാകും, കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാകും, ദെൻ നെഗറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടാകും. എന്താണ് ഇത് 3 നമുക്കൊന്ന് മനസ്സിലാക്കാം. ഡെഫിനിറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺ
സിറ്റിംഗ് ഓൺ ദ റൈറ്റ് എൻഡ് ഓഫ് ദ ബെഞ്ച് അല്ലെങ്കിൽ ലെഫ്റ്റ് എക്സ്ട്രീമിലാണ്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നമുക്ക് അതിൽ റൈറ്റ് എൻഡിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട്, സോ നോർത്തിലാണെങ്കിൽ നോർത്ത് ഡയറക്ഷനിൽ ഫേസിംഗിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ അയാളെ ഫിക്സ് ചെയ്യാം. സോ എപ്പോഴും ഡെഫിനിറ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ആദ്യം ഫിക്സ് ചെയ്യും. ഡെഫിനിറ്റ് ഇൻഫർമേഷൻ, പേഴ്സൺ സിറ്റിംഗ് ഓൺ ദ റൈറ്റ് എൻഡ് ഓഫ് ദ ബെഞ്ച്. ഡെഫിനറ്റ് ശ്രദ്ധിക്കണം, നമുക്ക് 3 ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും തരുന്നത്. ഒന്ന് ഡെഫിനിറ്റ് ഇൻഫർമേഷൻ, ദെൻ കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ, ദെൻ നെഗറ്റീവ് ഇൻഫർമേഷൻ. ദെൻ കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺ സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി, ബട്ട് ബി എവിടാന്ന് പറഞ്ഞിട്ടില്ല. സോ ബട്ട് നമുക്കറിയാം ബിയുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റൈറ്റ് സൈഡ് എന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അത് കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ ആണ്. ദെൻ നമുക്കുള്ളത് നെഗറ്റീവ് ഇൻഫർമേഷൻ. സോ നമുക്ക് ഒറ്റയടിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഡെഫിനിറ്റ് ഇൻഫർമേഷൻ ആണെങ്കിൽ എൻ്റെ റൈറ്റ് എൻഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് എക്സ്ട്രീമിലാണെന്ന് പറഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അതേ ഫിക്സ് ചെയ്യാം. സോ കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എ ബേസ് ചെയ്ത് എ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി, ബട്ട് ബി എവിടെയാണെന്ന് കറക്റ്റായിട്ട് പിന്നീട് നമുക്ക് വേറെ ഇൻഫർമേഷൻ കൂടെ കിട്ടിയാലേ നമുക്കത് കറക്റ്റായിട്ട് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ ഇൻഫർമേഷനും വായിക്കണം. അതിൽ ഡെഫിനിറ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ഫസ്റ്റ് പിക്ക് ചെയ്യും, അതാദ്യം നമ്മൾ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും. ദെൻ നെഗറ്റീവ് ഇൻഫർമേഷൻ, എ ഈസ് നോട്ട് സിറ്റിംഗ് ടു ദ റൈറ്റ് ഓഫ് ബി. സോ ബിയുടെ റൈറ്റ് സൈഡിൽ ആരല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം, എ അല്ല, ബട്ട് ബിയുടെ റൈറ്റ് സൈഡിൽ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടാകത്തില്ല. അത് നമുക്ക് ബാക്കിയുള്ള ഇൻഫർമേഷനും കൂടെ എടുത്താൽ മാത്രമാണ് അതിനകത്തേക്ക് എത്താൻ പറ്റുന്നത്. സോ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ എല്ലാ ഇൻഫർമേഷനും കറക്റ്റായിട്ട് വായിച്ചതിന് ശേഷം അല്ലെങ്കിൽ റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ. സോ ഒബ്വിയസ്ലി നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് ഇതിനകത്ത് ടൈം കൺസ്യൂം ചെയ്യുന്നത് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയെല്ലാം ഒരു വിധത്തിൽ നമുക്ക് ടൈം കൺസംഷൻ വരില്ല. ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കേസിൽ നമുക്ക് 8 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ സർക്കുലർ അറേഞ്ച്മെൻ്റ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ടൈം കൺസംഷൻ വരുന്നത്. അല്ലാതെ ബാക്കിയുള്ള കേസിൽ നമുക്ക് ഡയറക്ഷൻ ടെസ്റ്റ് ആണെങ്കിൽ എല്ലാം നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ച് അത് വരച്ച് പോവുകയാണെങ്കിൽ നമുക്ക് നേരെ ആൻസറിലേക്കാണ് എത്തുന്നത്. ബട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ലാസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ ഉള്ളവർക്ക് അറിയാം, നമുക്ക് ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ലെങ്തി അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആണ് എന്ന് അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചത്. അത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലാണ്. സർക്കുലർ അറേഞ്ച്മെൻറ്റ് വരുന്ന ഒരു കേസായിരുന്നു. ദെൻ അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ടൈം കളയുന്നത് നമ്മുടെ സീക്വൻസ് നമ്പർ സീരീസ് കേസിൽ ചിലപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ തവണ വായിച്ചാലും ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് അടുത്ത നമ്പർ +1 ആണോ × 2 + 2 ആണോ അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ അതിലും ഒരുപാട് സമയം കളഞ്ഞ് ഇരിക്കരുത്. സോ നോക്കുക, ഒറ്റയടിക്ക് നമുക്ക് ആ ഒരു പാറ്റേൺ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നോർമലി വരും. ബട്ട് സംടൈംസ് നമുക്ക് അവർ ഒന്ന് ആലോചിച്ച് എഴുതട്ടെ എന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അങ്ങനെയുള്ള ക്വസ്റ്റ്യനെ വെച്ചുകൊണ്ട് സമയം കളയരുത്. 4 or 5 പേരെ അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ 6 പേര് വരെയൊക്കെയാണ് അറേഞ്ച്മെൻറ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കേസിൽ 6 പേര് വരെയൊക്കെയാണ് അറേഞ്ച് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി വളരെ സിമ്പിളായിട്ട് ആ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും. ബട്ട് 8 അതിൽ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് സ്പെഷ്യൽ കെയർ കൊടുത്ത് ചെയ്യുക. ആദ്യം കയറി ചെയ്ത് സമയം കളയരുത്. സോ ആദ്യം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ശേഷം ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ആ പീരീഡിൽ അല്ലെങ്കിൽ 1.25 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന ആ പീരീഡ് വല്ലതുമായി ക്വസ്റ്റ്യൻ എടുക്കാവുള്ളൂ. ഓക്കെ, സോ ഡെഫിനിറ്റ് ഇൻഫർമേഷൻ, comparative information and negative information. Okay, then negative information does not provide anything definitely but gives an idea to eliminate possibility. No, A is not sitting to the right of B. B യുടെ റൈറ്റ് സൈഡിൽ A വരില്ല. ദാറ്റ് മീൻസ് B യുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും, B യുടെ റൈറ്റ് സൈഡിൽ A വരില്ല. നമുക്കത് ഉറപ്പിക്കാം. ഓൾവേസ് സ്റ്റാർട്ട് അറേഞ്ച് വിത്ത് എ ഡെഫിനിറ്റ് ഇൻഫർമേഷൻ. എപ്പോഴും നമ്മൾ അറേഞ്ച്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡെഫിനിറ്റ് ഇൻഫർമേഷനിലായിരിക്കും. ഫോർ അറേഞ്ച്മെൻറ്റ് ഇൻ ക്ലോസ് ലൂപ്പ് ദാറ്റ് മീൻസ് സർക്കുലർ പോളിഗൺ അറേഞ്ച്മെൻറ്റ്, അറേഞ്ച് പേഴ്സൺ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ വെൻ ദർ ആർ ഈവൻ നമ്പർ ഓഫ് പേഴ്സൺസ്. അതാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് എക്സാക്ട്ലി അപ്പോസിഷൻ അനുസരിച്ചിട്ടുള്ള നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് ഉള്ളതെങ്കിൽ എപ്പോഴും എന്താണ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും അതൊരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. എന്താണ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിട്ട് അറേഞ്ച് ചെയ്യുക. അണ്ടർ എ ക്ലോസ്ഡ് ലൂപ്പ് അറേഞ്ച്മെന്റ് നത്തിങ് ഈസ് മെൻഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ഡയറക്ഷൻ. പേഴ്സൺസ് ആർ ഫേസിംഗ് സെൻറ്റർ ഓർ ഫേസിംഗ് എവേ ഫ്രം ദ സെൻറ്റർ. സോ പ്രത്യേകിച്ച് നമുക്കുണ്ട് സർക്കുലർ കേസിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല പേഴ്സൺ സെൻറ്ററിലേക്കാണോ എവേ ആണെന്നോ പറഞ്ഞിട്ടില്ല എങ്കിൽ ദെൻ ബൈ ഡിഫോൾട്ട് വി ഷുഡ് ടേക്ക് പേഴ്സൺസ് ആർ ഫേസിംഗ് സെൻറ്റർ. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയും ഒന്നുകിൽ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യുന്നു അല്ലെങ്കിൽ
എവയാണ് ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ അസംഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫിഗർ വരയ്ക്കത്തുള്ളൂ, സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലേ നമ്മൾ വരയ്ക്കുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദെൻ അറേഞ്ച്മെൻറ്റ് കേസിലും ഈവൻ നമ്മളെ ബ്ലഡ് റിലേഷൻ കേസിലും എല്ലാം, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കേസിലും ബ്ലഡ് റിലേഷൻ കേസിലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ആൻഡും ഹൂ വരുന്നത്. അപ്പോൾ അത് വരുമ്പോഴുള്ള ഒരു എങ്ങനെയാണ് അത് എടുക്കുന്നത് എന്നുള്ളത്. സോ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരിക്കുകയാണ്, ഒന്ന് നോട്ട് ചെയ്യാം. ഇൻ എ സർക്കുലർ അറേഞ്ച്മെൻറ്റ് എ ഈസ് റൈറ്റ് ഓഫ് ബി ആൻഡ് ഈസ് ലെഫ്റ്റ് ഓഫ് സി. എ ഈസ് റൈറ്റ് ഓഫ് ബി ആൻഡ് ഈസ് ലെഫ്റ്റ് ഓഫ് സി. ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്ന് ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ്? എ ഈസ് റൈറ്റ് ഓഫ് ബി ആൻഡ് എ ഈസ് ലെഫ്റ്റ് ഓഫ് സി. ദാറ്റ് മീൻസ് ഈ ആൻഡ് എന്തിനാണ് വരുന്നത്, എന്തുമായിട്ടാണ് കണക്റ്റഡ്? ഫസ്റ്റ് ടേം, അതായത് ഫസ്റ്റ് എലമെൻറ്റ് എ യുമായിട്ടാണ്. സോ ആൻഡ് വന്നു കഴിഞ്ഞാൽ നോക്കുക, എ ഈസ് റൈറ്റ് ഓഫ് ബി, എ ഈസ് റൈറ്റ് ഓഫ് ബിയുടെ നോക്കി സെൻറ്ററിലേക്കാണെങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെ റൈറ്റ് സൈഡിലേക്കാണ്. ആൻഡ് ഈസ് ലെഫ്റ്റ് ഓഫ് സി, സോ സിയുടെ ലെഫ്റ്റ് സൈഡിലാണ്. ആൻഡ് ഇംപ്ലൈസ് കണക്റ്റഡ് ടു ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എ ഈസ് റൈറ്റ് ഓഫ് ബി ആൻഡ് ഈസ് ലെഫ്റ്റ് ഓഫ് സി എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആൻഡ് മീൻസ് എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ഇങ്ങനെ ആൻഡ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എന്താണോ പറഞ്ഞിരിക്കുന്ന പേഴ്സൺ എന്താണോ അതുമായിട്ടായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. ക്ലിയർ? സോ ആൻഡ് ഇംപ്ലൈസ് കണക്റ്റഡ് ടു ദ ഫസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ. ബട്ട് ഹൂ ആണ് വരുന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നോർമലി ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം ചെയ്ത് മാറാം. ഇതിൽ ഈ പറഞ്ഞതുപോലെ 8 എണ്ണം അതിൽ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ടൈം കൺസംഷൻ എടുക്കുന്നത്. സോ സംടൈംസ് അതിനകത്ത് ആൻഡ് ഓവർ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് നോർമലി അവിടെയാണ് ഒത്തിരി സമയം കളയുന്നത്. അങ്ങനെ ചെയ്യരുത്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നിയാൽ ആ ക്വസ്റ്റൻ അങ്ങ് വിട്ട് തൽക്കാലം അത് പിന്നീട് ചെയ്യാം. നമുക്ക് ഏറ്റവും അവസാനം വന്ന് നോക്കാം. അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് 20 എണ്ണം എത്ര കൂടുതൽ ടൈം എടുത്താണെങ്കിലും ഞാൻ ചെയ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് അങ്ങനെ തോന്നി അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച ടൈം ലിമിറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അപ്പോഴത്തേക്കും സ്കിപ്പ് ചെയ്യാം. പിന്നെ അത് ചെയ്യണമെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ ഓൾറെഡി ഈ പറയുന്ന നമ്പർ ഓഫ് റൈറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്ന കോൺഫിഡൻസിൽ വന്നിട്ട് ഒന്നുകൂടെ വരച്ച് നോക്കി ചെയ്യുക. അല്ലാണ്ട് ആദ്യമേ കയറി ലെങ്തി ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യരുത്. ദെൻ ഹൂ ആണ് വരുന്നതെങ്കിൽ അറേഞ്ച്മെൻറ്റ് എ ഈസ് റൈറ്റ് ഓഫ് ബി, ഹൂ ഈസ് ലെഫ്റ്റ് ഓഫ് സി. ദാറ്റ് മീൻസ് ഇവിടെ ഹൂ എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് രണ്ടാമത് വരുന്നത്? എ ഈസ് റൈറ്റ് ഓഫ് ബി, ദെൻ ഹൂ. ദാറ്റ് മീൻസ് ബി ഈസ് ലെഫ്റ്റ് ഓഫ് സി എന്നാണ് എൻ്റെ മീനിങ്. ഹൂ വന്നു കഴിഞ്ഞാൽ എന്താണ്? കണക്റ്റഡ് ടു സെക്കൻഡ് എലമെൻറ്റ്. എ ഈസ് റൈറ്റ് ഓഫ് ബി, എ ഈസ് റൈറ്റ് ഓഫ് എ ഈസ് റൈറ്റ് ഓഫ് ബി. ദാറ്റ് മീൻസ് ബി. ഹൂ ഈസ് ലെഫ്റ്റ് ഓഫ് സി. സോ സി ഇവിടെ വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നുള്ള കോൺസെപ്റ്റിലല്ല ഇത് എടുത്തിരിക്കുന്നത്, റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഹൂ ഈസ് ലെഫ്റ്റ് ഓഫ് സി, ഹൂ ഈസ് ലെഫ്റ്റ് ഓഫ് സി. സോ സി ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ സി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് സിയുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. സോ ഹൂ വന്നു കഴിഞ്ഞാൽ ആൻഡ് വന്നാൽ ഫസ്റ്റ് എലമെൻറ്റുമായിട്ടായിരിക്കണം അത് കണക്ട് ചെയ്ത് നമ്മൾ വായിക്കേണ്ടത്. ഹൂ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് വേണം അത് വായിക്കാൻ. സോ ഇത് തന്നെ നമുക്ക് ഈ ആൻഡും ഹൂവും നമ്മുടെ ബ്ലഡ് റിലേഷൻ കേസ് പറയുമ്പോഴും ഒരു സെനാരിയോ പറയുമ്പോഴും നമുക്ക് ഇത് യൂസ്ഫുൾ ആണ്. സോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കേസിൽ നമുക്ക് റോയിലാകാം അല്ലെങ്കിൽ സർക്കുലർ ഒരു ക്ലോസ്ഡ് ലൂപ്പിലാകാം. ദെൻ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ: ഡെഫിനിറ്റ് ഇൻഫർമേഷൻ, കമ്പാരറ്റീവ് ഇൻഫർമേഷൻ ആൻഡ് നെഗറ്റീവ് ഇൻഫർമേഷൻ. ഫസ്റ്റ് ഡെഫിനിറ്റ് ഇൻഫർമേഷൻ ചെയ്യണം, ദെൻ കമ്പാരറ്റീവ് ഇൻഫർമേഷനും നെഗറ്റീവ് ഇൻഫർമേഷനും വെച്ചിട്ട് എല്ലാ ഇൻഫർമേഷനും വായിച്ചതിന് ശേഷം മാത്രം ആൻസറിലേക്ക് എത്തുക. ഓക്കെ. ദെൻ ആൻഡ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുക. എന്താണോ അഡ്ജസ്റ്റ്മെൻറ്റ്, ആ ഇൻഫർമേഷൻ എന്താണോ അത് ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഹൂ ആണ് വരുന്നതെങ്കിൽ സെക്കൻഡ് എലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ദെൻ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ്, ഇമ്മീഡിയറ്റ് റൈറ്റ്. In arrangement, unless it is mentioned in the question that a person sit immediate right of a person, we cannot assuming right means immediate right. And sometimes immediate right ആകാം, ബട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇമ്മീഡിയറ്റ് ബി എ ഈസ് ടു ദ റൈറ്റ് ഓഫ്, ഇവിടെ നേരത്തെ തൊട്ട് ചെയ്ത പോലെ എ ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് എന്ന് മീനിങ് ഇല്ല. ബിയുടെ റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും ആകാം എന്നാണ്. സംടൈംസ് എന്തും ആകാം, ഇമ്മീഡിയറ്റ് റൈറ്റും ആകാം. ബട്ട് ഒരിക്കലും ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ
അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്നുള്ള അസംഷൻ കൊണ്ടുവരരുത്. സംടൈംസ് അങ്ങനെ അല്ലാതെയും വരാം. അതാണ് ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമലി വരുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ക്ലിയർ ആണോ? സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. 6 children A, B, C, D, E and F are sitting in a row. B is between F and D. E is between A and C. However, A does not sit next to F or D. C does not sit next to D. Then F is sitting between. ഇവിടെ നമുക്ക് കണ്ടീഷൻസ് തന്നിരിക്കുന്നു. എല്ലാം എന്താണ്? ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല. കമ്പാരിറ്റീവ് ഇൻഫർമേഷനും നെഗറ്റീവ് ഇൻഫർമേഷൻസും മാത്രമാണ് തന്നിരിക്കുന്നത്. മുഴുവൻ വായിച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. ഒന്ന് സോൾവ് ചെയ്യാം. Six children A, B, C, D, E and F are sitting in a row. B is between F and D. B is between F and D. E is between A and C. E is between A and C. However, A does not sit next to F or D, and C does not sit next to D. Then F is sitting between. നോക്കേണ്ട കമ്പാരിറ്റീവ് ഇൻഫർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ്? നമുക്ക് 6 പേരെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. 1, 2, 3, 4, 5, 6. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ബി ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. ദാറ്റ് മീൻസ് ബി എഫ് ഡി ഇങ്ങനെ ആകാം, ബി ഡി എഫ് ആകാം. ഓക്കെ. ദെൻ ഇ ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. E is between A and C. E is between A and C. E is between A and C. So E is between A and C. അല്ലെങ്കിൽ E is between A and C. അല്ലെങ്കിൽ നേരെ ഇപ്പറയും ആകാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ അടുത്ത കണ്ടീഷൻ എന്താണ്? A does not sit next to D or F or D. That means ഒരിക്കലും എങ്ങനെ വരില്ല? എ ഇ സി ഇങ്ങനെ വരില്ല. ദെൻ നേരെ തിരിച്ച് വരുമോ നോക്കാം. ആൻഡ് സി ഡസ് നോട്ട് സിറ്റ് ടു ഡി. സോ സി ഇവിടെ വരത്തില്ല, സി ഇ ഇങ്ങനെയും വരില്ല. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇനിയുള്ള കണ്ടീഷൻസ് ഒന്ന് നോക്കാം. എ ഡസ് നോട്ട് സിറ്റ് ടു എഫ് ഓർ ഡി. ദാറ്റ് മീൻസ് എയും ഡിയും അടുത്ത് വന്നു. ഇതും കറക്റ്റ് അല്ല. ദെൻ നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ശരിയാണെന്ന് നോക്കാം. എ ബി ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. എ ഇ ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. സോ ഇതിനെ പറഞ്ഞിരിക്കുന്നത് എ ഡസ് നോട്ട് സിറ്റ് ടു എഫ് ഓർ ഡി. എഫും ഡി ഇവിടെയാണ്, എ അടുത്ത് വന്നിട്ടില്ല. സി ഡസ് നോട്ട് സിറ്റ് ടു ഡി. ഡി സി ഡിയുടെ അടുത്ത് വന്നിട്ടില്ല. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ദെർഫോർ നമ്മുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെ എഴുതാം? എ ഇ സി എഫ് ബി ഡി. എന്താ ചോദിച്ചിരിക്കുന്നത്? ദെൻ എഫ് ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ. സോ എഫ് ആരുടെയൊക്കെ ഇൻ ബിറ്റ്വീൻ ആണ്? സിക്കും ബിക്കും. എഫ് ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ സി ആൻഡ് ബി.
F is sitting between C and B. That means B and C. F is sitting between B and C. F is sitting between B and C. Okay. There. Next one. 5 students. Clearly, first question. 36th question. The next one. 5 students A, B, C, D, and E are sitting in a row. D is on the right of E, comma, B is on the left of E, but on the right of A. D is next to C on his left. D is next to C on his left. Okay. So നമുക്ക് 5 പേരെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, 5 പേരെയാണ്. സോ ഇതിനകത്ത് ഡെഫിനിറ്റ് ആയിട്ടൊരു ഇൻഫർമേഷൻ ഉണ്ട്. എന്താണ്? D is next to C on his left. സോ ഇത് സ്റ്റാൻഡിങ് ഇൻ എ റോ ആണ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർത്ത് ഡയറക്ഷനിലാണ് എന്ന രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുകയാണ്. സോ D is to the next of C. D is next to C on his left. D is next to C, C on his left. Then D is on the right of E. D is on the right of E. B is on the left of E. B is on the left of B is on the left of E, on the right, but on the right of A. B is on the right of A. D is next to C on his left. D is next to C on his left. So D is to the on left left of on left C. D is on the right of E. D is on the right of E. B is on the left of E, but on the right of A. B is on the left of E. Eയുടെ left side ലാണ് B, but on the right of A. Then D is to the right of E. വേണമെങ്കിൽ D എടുക്കാം. D is next to C to his left. Cയുടെ ലെഫ്റ്റിലാണ്. So that means ഇതെങ്ങനെ കിട്ടും? The student in the middle is. So ഏറ്റവും നമുക്ക് 5 പേരുണ്ട്. ദാറ്റ് മീൻസ് മൂന്നാമത് വരുന്ന ആളാണ് മിഡിൽ വരുന്നത്. സോ മിഡിൽ വരുന്നത് ആരാണ്? E. E is to the middle. സോ മിഡിലിൽ വരുന്ന സ്റ്റുഡൻ്റ് ആരാണ്? E ആണ്. ഓക്കെ. സോ നമുക്ക് 6 പേരാണ്ട് നമ്മൾ നേരെ ആൻസറിലേക്ക് വന്നു. 5 പേരാണ്. ദെർഫോർ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് വരാം. Then next one. Mark 6 flats on a floor in 2 rows. Facing north and south are allotted to P, Q, R, S, T and U. So facing north and south. Okay. So നമുക്ക് 6 ഫ്ലാറ്റ് ഉണ്ട് facing north and south. 2 rows facing north and south are allotted to P, Q, R, S and U. U gets a north facing flat and
is not next to S, and S and U are get diagonally opposite flat, R next to U gets a south facing flat, and T gets a north facing flat, whose flat is between Q and S. 2 rows facing and north, 6 flat ഉണ്ട്. സോ നോർത്ത് ഫേസിങ്ങും സൗത്ത് ഫേസിങ്ങും ആയിട്ടാണ് എടുക്കുന്നത്. സോ നമുക്ക് ഇതിനകത്തൊക്കെ ഇതാണ് 3 ഫ്ലാറ്റ്. ഇത് സൗത്ത് ഫേസിങ് ആയിട്ട് എടുക്കുകയാണ്. ദെൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നോർത്ത് ഫേസിങ് ഫ്ലാറ്റ്. ഓക്കെ, ദെൻ നോക്കാം, തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം നോക്കാം. പി ക്യു ആർ എസ് ടി ആൻഡ് യു ആണ്. ക്യു ഗെറ്റ്സ് എ നോർത്ത് ഫേസിങ് ഫ്ലാറ്റ് ആൻഡ് ഡിഡ് നോട്ട് next to S. Q getting a north facing flat. So that means Q ഒരിക്കലും നടക്ക് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ S അടുത്ത് വരും. So Q ഇവിടെ എടുത്തു and did not next to S. That means S ഇവിടെ എടുത്തു. S and U are diagonally opposite. So that means ഇങ്ങനെ വരും. S and U are diagonally opposite. And R next to U gets a south facing flat. Correct അല്ലേ? So ഇത് സൗത്ത് ഫേസിങ് ആണ് ഈ ഫ്ലാറ്റുകളെല്ലാം. സോ യുവിന് നെക്സ്റ്റ് ആണ് R വരുന്നത്. ഫേസിങ് ഫ്ലാറ്റ് T ആൻഡ് ഫേസിങ് ഫ്ലാറ്റ് T. സോ R ആരെയാണ് ഫേസ് ചെയ്യുന്നത്? T ആണ്. സോ നമുക്കിനി മിച്ചം എന്തുകൂടെ ഉള്ളൂ? P കൂടെ ഉള്ളൂ. നേരെ ഇവിടെ കൊടുത്തു. സോ ആൻസർ എന്താ ചോദിച്ചിരിക്കുന്നത്? whose flat is between Q and S. So Qൻ്റെയും എസിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഫ്ലാറ്റ് ആരുടെയാണ്? ടിയുടെ ആണ്. ടി. ഇൻഫർമേഷൻ വെച്ചിട്ട് നേരെ ഫിഗർ വരയ്ക്കുക. എല്ലാ ഇൻഫർമേഷനും ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഫിഗർ വരയ്ക്കുക. ഫൈനലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാകും, അത് പിക്ക് ചെയ്യാം. ഓക്കെ, 4 girls are seated for a photograph. The 4 ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഷിക ഈസ് ലെഫ്റ്റ് ഓഫ് റീന. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. സോ റീന ദെൻ ജസ്റ്റ് ലെഫ്റ്റ്. ഇമ്മീഡിയറ്റ് വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ നമുക്ക് നേരെ എഴുതി പോകാം. ഷിക ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഷിക ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് റീന. സോ നമ്മൾ നോർത്ത് ഫേസിങ് ആയിട്ടാണ് എടുക്കുന്നത്. നോർത്ത് ഫേസിങ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നോർത്ത് ഫേസിങ്. ഓക്കെ, ഷിക ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് റീന. മഞ്ജു ഈസ് ടു ദ റൈറ്റ് ഓഫ് റീന. മഞ്ജു ഈസ് ടു ദ റൈറ്റ് ഓഫ് റീന. റീറ്റ ഈസ് ബിറ്റ്വീൻ റീന ആൻഡ് മഞ്ജു. സോ മഞ്ജു റൈറ്റ് ആണ്, ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുന്നില്ല. സോ മഞ്ജു. ദെൻ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? റീറ്റ ഈസ് ബിറ്റ്വീൻ റീന ആൻഡ് മഞ്ജു. ഫോർ റീറ്റ ഇവിടെ വരും, ഇവിടെ വരും. സോ നമുക്ക് 4 പേരിലേ ഉള്ളൂ. എല്ലാ കണ്ടീഷനുമായി റീനയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഷിക, റീനയുടെ റൈറ്റ് സൈഡിലാണ് മഞ്ജു, റീനയ്ക്കും മഞ്ജുവിനും മിഡിലാണ് ആര് വരുന്നത്? റീറ്റ. ഓക്കെ, ദെൻ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഹൂ ഈസ് ടു ദ സെക്കൻഡ് ലെഫ്റ്റ് ഇൻ ഫോട്ടോഗ്രാഫ്? സെക്കൻഡ് ലെഫ്റ്റ്. സോ ഇതാണ് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ്. നോർത്ത് ഫേസിങ് ആയതുകൊണ്ട് ഇതാണ് ലെഫ്റ്റ് സൈഡ്. സോ ലെഫ്റ്റ്, ഫസ്റ്റ് ലെഫ്റ്റ്. സെക്കൻഡ് ലെഫ്റ്റ് ആരാണ്? റീന. സെക്കൻഡ് ലെഫ്റ്റിൽ ആര് വന്നു? റീന. Then next question. In a straight line, there are 6 persons sitting in a row. So നോക്ക്, 6 persons sitting in a row. B is between F and D. E is between A and C. A does not stand next to F or D. C does not stand next to D. F is between which of the following? F is between which of the following? നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എക്സാക്ട്ലി അതേപോലെ തന്നെ രണ്ട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ബി ഈസ് ഫേസിങ് ബി ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. ബി ഈസ് ബിറ്റ്വീൻ, ബി എടുക്കുക, എഫ് ഡി, അല്ലെങ്കിൽ തിരിച്ചും വരാം.
and E is between A and C. E is between A and C. E is between A and C. A does not sit next to F or D. So A ഇവിടെയും വരത്തില്ല, A ഇവിടെയും വരത്തില്ല, A ഇവിടെയും വരത്തില്ല. Therefore നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, E is so ഇവിടെ എയും വരത്തില്ല, ഇവിടെ സിയും വരത്തില്ല. സി ഡസ് നോട്ട് സ്റ്റാൻഡ് നെക്സ്റ്റ് ടു ഡി. ദെയർഫോർ നമുക്ക് എങ്ങനെ എഴുതാം, എഫിൻ്റെ റൈറ്റ് സൈഡിൽ എ വരത്തില്ല, ദെയർഫോർ സി എടുക്കാം, ദെൻ ഇ, ദെൻ എ. 6 പേരല്ലേ ഉള്ളൂ, 6 പേഴ്സൺസ് ഉണ്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ പറയുന്ന കണ്ടീഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിട്ടി. ദെൻ എഫ് ഈസ് ബിറ്റ്വീൻ, എഫ് മിഡിലാണ് വരുന്നത്. 6 പേരുണ്ട്, മിഡിലല്ല, തേർഡ് പൊസിഷനാണ്. ബി ആൻഡ് സി. എഫ് ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. എഫ് ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. എഫ് ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ദെൻ നെക്സ്റ്റ് വൺ. 5 girls GHIJK are sitting in a row facing south. എടുത്ത് പറഞ്ഞിട്ടുണ്ട് facing south is not necessarily in the same order. So facing south ആണ്, ഈ ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്. H is sitting between G and K. H ചുമ്മാ എടുത്ത് നമുക്ക് 5 പേരല്ലേ ഉള്ളൂ. So H is sitting between G and K. So G എടുത്തു, K. I is immediate right of K. I is immediate right of K. ഓക്കെ, നമുക്ക് നേരെ ഇവിടെ K ഇവിടെ വന്നിരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ് റൈറ്റ് നമുക്ക് എന്ത് വരത്തില്ല, ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് I is immediate right of K. So that means I എവിടെ വരും, ഈ പൊസിഷനിൽ വരും. I is immediate right of K. 4 പേരായി കഴിഞ്ഞു. ഇനി ആരുടെ ഉള്ളു മിച്ചം, J. J is immediate left of G. ഒബ്വിയസ്ലി സൗത്ത് ഡയറക്ഷനിലായതുകൊണ്ട് ജിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ജെയും വരും. ദെയർഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. സോ നമ്മൾ അറേഞ്ച്മെൻറ്റ് കിട്ടി, ഇതിലേതാണ് ട്രൂ എന്ന് പറയണം. ജെ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കെ. സോ ഇവിടെ കെ ഇതാണ്, സോ ഇത് റൈറ്റ് സൈഡാണ്, ഇത് ലെഫ്റ്റ് സൈഡാണ്. കെയുടെ ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ് ലെഫ്റ്റ് ആണ് ജെ. സോ ജെ ഈസ് ടു ദ തേർഡ് ലെഫ്റ്റ് ഓഫ് കെ. J is third to the left of K is the right answer. Then അടുത്ത കൂടെ നോക്കിയേക്കാം. G is second to the left of I. So I-യുടെ തേർഡ് ലെഫ്റ്റ് ആണ് G. H is to the right of K. H K-യുടെ ലെഫ്റ്റ് ആണ്. H is to the left of G. H ഇവിടെ നമുക്ക് ജിയുടെ റൈറ്റ് സൈഡാണ്. സോ ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ, ബാക്കിയുള്ള ചോയ്സ് എല്ലാം തന്നെ റോങ് ആണ്. ദെയർഫോർ ആൻസർ എന്താണ്, ജെ ഈസ് ടു ദ. സോ ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായതുകൊണ്ട് ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. സോ കെയുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലെഫ്റ്റ് ആണ് ജെ. സോ ചോയ്സ് എ ഈസ് ദ റൈറ്റ് ആൻസർ. ചോയ്സ് എ ഈസ് ദ റൈറ്റ് ആൻസർ. ചോയ്സ് എ ഈസ് ദ റൈറ്റ് ആൻസർ. Then next one, 8 friends I, J, K, L, M, N, O and P are sitting in a circle facing center. നമ്മൾ സർക്കിൾ വരയ്ക്കാം. നമുക്ക് കണ്ടോ ഈവൻ നമ്പർ ഓഫ് ഐറ്റംസ് ആണുള്ളത്. നമുക്ക് ഓപ്പോസിറ്റ് പോലെ 1 2 3 4 5 6 7 8. ഓക്കെ, എല്ലാവരും ഫേസിങ് സെൻറ്റർ ആണ്. ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ അസംഷൻ എന്താണ്, ഫേസിങ് സെൻറ്റർ ആണ്, അല്ലെങ്കിൽ എവയാണെന്ന് എടുത്ത് പറയണം. ഇവിടെ സെൻറ്ററിലേക്കാണ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജെ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഒ ആൻഡ് എൽ. ജെ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഒ ആൻഡ് എൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്, ജെ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഒ ആൻഡ് എൽ. അപ്പോൾ നേരെ തിരിച്ചു ആകാൻ വേണമെങ്കിൽ, സോ ഇത് ഒ ഇവിടെ എല്ലും ഇവിടെ ഒയും ആകാം. P is to the third left of J. P is to the third left of J. ജസ്റ്റ് വരച്ചു പോവുകയാണ്.
ഇവിടെ വേണമെങ്കിൽ ഇവിടെ എല്ലും ഓയും ആകാം വേണമെങ്കിൽ. ദെൻ ജെ പി ഈസ് ടു ദ തേർഡ് ലെഫ്റ്റ് ഓഫ് ജെ. സോ ജെയുടെ ജെ ഈ പൊസിഷനിലാണ്. സോ ഇത് നോർത്ത് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതാണ് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ് ലെഫ്റ്റ്. ജെയുടെ തേർഡ് ലെഫ്റ്റ് ആണ് പി. ആൻഡ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഐ. Second to the right of I. And that means J is to the second to the right of I. So that means ഇവിടെ എന്ന് പറഞ്ഞാൽ first P is to the third left of J and second to the right of I. So P എന്ന് പറയുന്നുണ്ട്. P ആണ് നമ്മൾ and വന്നാൽ എന്തുമായിട്ട് ഫസ്റ്റ് എലമെൻറ്റുമായിട്ട്. സോ P എന്ന് പറയുന്നത് ഐയുടെ സെക്കൻഡ് റൈറ്റ് ആണ്. ഐയുടെ ഈ ഡയറക്ഷനിലാണെങ്കിൽ സോ ഇതാണ് റൈറ്റ്, ഇത് ലെഫ്റ്റ്. സോ ഐയുടെ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റിലാണ് ആര് വന്നിരിക്കുന്നത്, പി വന്നിരിക്കുന്നത്. കെ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഐ ആൻഡ് ഒ. കെ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഐ ആൻഡ് ഒ. കെ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഐ ആൻഡ് ഒ. J and M are. J and M are. So the K is sitting between I and O. So that means നോക്ക ഇവിടെ K sitting between I and O. So ഇവിടെ നമുക്ക് തിരിച്ചെടുത്താൽ O L ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ K is sitting between I and O. J and M are not sitting. J and M are not sitting. J and M are not sitting opposite to each other. So that means M ഇവിടെ കൊടുക്കാം. Then ഇനിയും മിച്ചം എന്തേ ഉള്ളൂ, M I J K L. M എന്നോടാണ് മിച്ചമുള്ളത്. Then which one of the following? K sitting between I and O എടുത്തു. Okay, then which one of the following statement is not correct? K is sitting between, K is to the third to the right of L. K is to the third to the right of L ആണ്. K correct ആണ്. I is sitting between K and N. I is sitting between K and N. Correct ആണ്. Then L and I are sitting opposite to each other. So L ഉം I ഉം opposite ആണ്. Correct ആണ്. M is sitting between N and L. M എന്താണ്, N-ൻ്റെയും ആക്ച്വലി M is sitting between P and L ആണ്. Therefore wrong ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ചോയ്സ് D is the right answer. That means ഈ പറഞ്ഞിരിക്കുന്നതിൽ റോങ് ആയിട്ട് വരുന്നത്. ആദ്യം ഓയും എല്ലും അങ്ങനെ എഴുതി, ബട്ട് ഐയുടെയും ഓയുടെയും ഇടയ്ക്കാണ് കെ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ വന്നപ്പോഴത്തേക്കും നമുക്ക് നേരെ തിരിച്ചും കൂടെ എഴുതി. വന്നപ്പോഴത്തേക്കും നമ്മുടെ അറേഞ്ച്മെൻറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് രണ്ട്, ഇത് 8 കറക്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ധരിച്ചു. 10 ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2 അല്ലെങ്കിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ 2 ഡയഗ്രാം, സർക്കുലർ ഡയഗ്രാം വരച്ചിട്ട് വേണ്ടിവരും നമുക്ക് ആൻസറിലേക്ക് എത്താൻ. Then next one. A, B, C, D are playing cards. A and B are partners. D faces towards north. If A faces west.
A, B, C, D are playing cards. A and B are partners. That means ഒരു ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. D faces towards north. D faces towards north. So D നോർത്ത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡി ഇവിടെ ആണെങ്കിൽ ഡി എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. ഡി ഫേസസ് ദാറ്റ് മീൻസ് സി ആയിരിക്കും. ഇതിൻ്റെ ഡിയുടെ പാർട്ട്ണർ സി ആയിരിക്കും. ഇഫ് എ ഫേസ് ടുവേർഡ്സ് വെസ്റ്റ്, എ ഫേസിങ് ആണ് ടുവേർഡ്സ് വെസ്റ്റ്. ഇവിടെ എ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എയും ബിയും ആണ്. ബി ഏതായിരിക്കും? ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കും ഫേസ് ചെയ്യുന്നത്. ദെൻ ഹൂ ഫേസസ് സൗത്ത്? സോ സൗത്ത് ഡയറക്ഷനിൽ ഇവിടെ നോർമലി സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുത്തും. സി നോർത്തിലാണ് ഇരിക്കുന്നത്, ബട്ട് ഫേസ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? സൗത്ത് ഡയറക്ഷനിലായിരിക്കും. കറക്റ്റായിട്ട് ഫിഗർ വരയ്ക്കണേ. സി ഫേസ് ചെയ്യുന്ന സൗത്ത് ഡയറക്ഷനിലാണ്. ഡി ഫേസ് ചെയ്യുന്ന നോർത്ത് ഡയറക്ഷനിലാണ്. എ വെസ്റ്റ് ഡയറക്ഷനിലാണ്. ബി ഈസ്റ്റ് ഡയറക്ഷനിലാണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? നോർത്ത് ദെൻ ഹൂ ഫേസസ് സൗത്ത്? സൗത്ത് ഡയറക്ഷനിൽ ഫേസ് ചെയ്യുന്നത് സി ആണ്. സൗത്ത് ഡയറക്ഷനിൽ ഫേസ് ചെയ്യുന്നത് സി. ഓക്കെ, നോക്കാം. എ is seated between D and F in a round table. നോക്കാം, നമുക്കൊരു റൗണ്ട് ടേബിൾ. A is seated between D and F in a round table. So ഇവിടെ D എടുത്തു കഴിഞ്ഞാൽ F in between A എടുത്തു. C is seated opposite to D. So D യുടെ ഓപ്പോസിറ്റ് ആയിട്ട് C. E is round. E so E is round adjust to D. That means that's E. Then who is opposite of B? Then who is opposite? So the opposite round adjust വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് വന്നു. Then A. Then who is opposite to B? So A യുടെ ഈ ഒരു പൊസിഷനും കൂടെ ആണുള്ളത് B. ഇവിടെ എക്സാക്ട്ലി നമ്മൾ 2, 4, 6 പൊസിഷൻ എടുത്തു. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഉണ്ടോ? ദെൻ A is opposite to B. A is opposite to B. Then next one, 4 times 4 Indians, A, B, C, D and 4 Chinese, E, F, G, H are sitting in a circular round table facing each other in a conference. No 2 Indians or no 2 Chinese are sitting side by side. That means അടുത്തടുത്ത് ആരും വരത്തില്ല. A, B, C, D and Indians. C, E. So 4, 8 പേരാണ്. റൗണ്ട് ടേബിൾ ആണ്. റൗണ്ട് ടേബിൾ ദാറ്റ് മീൻസ് സർക്കുലർ. റൗണ്ട് ടേബിൾ ആണ്. 4, 8 പേരാണ്. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, facing each other in a conference. No 2 Indians or no 2 Chinese sit as a by side. See who is sitting between G and E is facing. Rana, C. Who is sitting between G and C. Who is sitting between G and E is facing D. That means C. G and E is facing D. That means C ആണ് D യെ ഫേസ് ചെയ്യുന്നത്. C ജിയുടെയും ഇയുടെയും നടുക്കാണ് ഇരിക്കുന്നത്. C ആരെ ഫേസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്? D യെ ഫേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നോക്കുക, ജിയും ഇയും ചൈനീസ് ആണ്. C ഇന്ത്യൻ ആണ്. F is between D and A. F is between, ഇവിടെ എടുക്കുകയാണ്. F is between D and A. F is between D and A.
സോ ഡി ഇന്ത്യൻ ആണ്, എഫ് ചൈനീസ് ആണ്, എ ഇന്ത്യൻ ആണ്, കറക്റ്റ് ആണ്. ദെൻ ഇ ചൈനീസ്, സി ഇന്ത്യൻ, ജി ചൈനീസ്. ഈ രണ്ട് കാര്യം ഒരുമിച്ചുള്ളൂ. ഹു ഈസ് സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് എ? ഹു ഈസ് സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് എ? അല്ലെങ്കിൽ നമുക്ക് മിച്ചം എടുക്കുകയാണെങ്കിൽ ഇപ്പം എ ഇവിടെ ഇനിയും ജിയുടെ സൈഡിൽ ബി വരണം, ദെൻ ഇ എഫ് ജി എച്ച് ഇവിടെ വരണം. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഹു ഈസ് സിറ്റിംഗ് ലെഫ്റ്റ് ഓഫ് എ? സോ എയുടെ ലെഫ്റ്റ് സൈഡിൽ ആരാണ്? ഇ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നോർമലി ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. സംടൈംസ് എന്തെങ്കിലും കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സംടൈംസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമുക്കത് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നത്. ബട്ട് ലാസ്റ്റ് ടൈം ഒരു നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് വൺ, 6 persons are sitting in a hexagonal table PQRST hexagon. That means 6 ആയിട്ട് 6 persons are sitting in a hexagonal table PQRSTU facing center. P is seated to the opposite. P is seated opposite to Q. So P ക്ക് ഇവിടെ കൊടുക്കണം opposite, that means ഈ ഡയറക്ഷനിലാണ് വരുന്നത് Q. Who is between R and S? Who is between and P is seated. ശ്രദ്ധിക്കണേ, P is seated to opposite of Q. Who is and who വരുമ്പോൾ എന്താണ് രണ്ടാമത് വരുന്ന സെക്കൻഡ് എലമെന്റ്. ദാറ്റ് മീൻസ് Q is between R and S. ആറും എസും ഇങ്ങനെ എടുക്കുകയാണ്. തിരിച്ചും വരാം, ഇവിടെ എസ് ഇവിടെ ആറും വരുന്നത്. നമുക്ക് അടുത്ത കണ്ടീഷൻ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാറ്റി വരയ്ക്കുക. സോ എക്സാമിന് എപ്പോഴും അത് പെൻസിലിന് വരയ്ക്കുക. പെൻസിലിന് വരച്ച് നോക്കിയിട്ട് ആൻസർ പെൻസിൽ പറയും നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത് നമ്മുടെ വർക്കിങ്സ് എല്ലാം തന്നെ പെൻസിലിന് വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക. ദെൻ ആൻസർ. ദെൻ Q ഈസ് ഹൂ എന്ന ടൈം വന്നിരിക്കുന്നു. ഹൂ ദാറ്റ് മീൻസ് രണ്ടാമത് നിൽക്കുന്ന Q ഈസ് ബിറ്റ്വീൻ R ആൻഡ് S. P ഈസ് ബിറ്റ്വീൻ T ആൻഡ് U. P ഈസ് ബിറ്റ്വീൻ T ആൻഡ് U. P ഈസ് ബിറ്റ്വീൻ T ആൻഡ് U. T ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് S എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരയ്ക്കുമ്പോഴത്തേക്കും ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. ദാറ്റ് മീൻസ് T ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷനിൽ വരണം. ദെൻ U ആൻസറായി. സോ കണ്ടീഷൻ എല്ലാം നമ്മൾ എടുത്തു. ഫസ്റ്റ് P സീറ്റഡ് ടു ഓപ്പോസിറ്റ് ടു Q. P Qവിനെടുത്തു. ദെൻ Q ഹൂ ദാറ്റ് മീൻസ് Q ഇസ് ബിറ്റ്വീൻ R ആൻഡ് S. R ആൻഡ് S എടുത്തു. P ഇസ് ബിറ്റ്വീൻ T ആൻഡ് Q. ഇവിടെ T Q U ഇങ്ങനെ വരണം. നോക്കി നമുക്ക്. സോ എൻ്റെ അടുത്ത കണ്ടീഷൻ എന്താണ്? T ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് S. എസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ T വരണം. ദെയർഫോർ U ഇവിടെ വരത്തുള്ളൂ. വിച്ച് ഓഫ് ദം ഈസ് ഫേസിങ് R. സോ ആറിനെ ഫേസ് ചെയ്യുന്നത് R ഇങ്ങനെയാണ് വരുന്നത്. ആറിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ആരെയാണ്? T ആണ്. സോ ആൻസർ T. R ഈസ് ഫേസിങ് T. R ഈസ് ഫേസിങ് T. Okay. Then 5 boys A, B, C, D and E are sitting in a row. 5 boys A, B, C, D and E are sitting in a row. A is to the right of D. 5 ആയതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് വരച്ചു പോകാം. A is to the right of B. സോ നമ്മളൊന്നും പറയാത്തതുകൊണ്ട് നോർത്ത് ഇതായിട്ട് എടുക്കുകയാണ്. നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നതെന്ന് എടുക്കുകയാണ്. A is to the right of B. 5 പേരല്ലേ ഉള്ളൂ. A is to the right of B. ബിയുടെ റൈറ്റ് സൈഡിലാണ്. ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 5 പേരുള്ളതുകൊണ്ട് നേരെ വരച്ച് പോവാണ്. B is to the right of A is to the right of B and E is to the left of B. E is to the left of B. E ബിയുടെ ലെഫ്റ്റ് ആണ്. ബട്ട് ടു ദ റൈറ്റ് ഓഫ് C. അവിടെ സിയുടെ റൈറ്റിലാണ് E വരുന്നത്. But to the right of C. A is to the left of D. That means D യുടെ ലെഫ്റ്റ് സൈഡിലാണ് A വരേണ്ടത്. Who is second from the left? കണ്ടീഷൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നേരെ എന്തായി? 5 പേരും ആയി കഴിഞ്ഞു. Who is second left from the end?
who is second from the left end, who is second from the left end. So നോർത്ത് ഡയറക്ഷൻ ആയതുകൊണ്ട് ലെഫ്റ്റ് ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. സെക്കൻഡ് ലെഫ്റ്റ് എൻഡിൽ ഫസ്റ്റ് സി ആണ്, സെക്കൻഡ് ലെഫ്റ്റിൽ ഇ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, പി ക്യു ആർ ആൻഡ് എസ് ആർ പ്ലേയിങ് എ ഗെയിം. Carom. On carom. P, Q, R, P, R and S, Q are partners. So P, Q, P യും Qയും ഓപ്പോസിറ്റ് ആയിട്ട് വരും. എസും Qയും Pയും Rഉം ഓപ്പോസിറ്റ് വരും. എസും Qയും പാർട്ട്നേഴ്സ് ആണ്. S is to the right of R. S is to the right of R. S is to the right of R. If R is facing west, so R ഫേസിങ് വെസ്റ്റ് ആണെങ്കിൽ ആറിൻ്റെ പാർട്ട്ണർ പി ആണ്. പി ഫേസിങ് ഈസ്റ്റ് ആയിരിക്കും. ദെൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യൂ ആർ ഈസ് ഫേസിങ് വെസ്റ്റ്. എസ് ഈസ് ടു ദ റൈറ്റ് ഓഫ് ആർ. വെസ്റ്റ് സൈഡിലാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ സോ ഇതാണ് റൈറ്റ് സൈഡ്, ഇതാണ് ലെഫ്റ്റ് സൈഡ്. ദെർഫോർ ഒബ്വിയസ്ലി എസ് ഫേസിങ് സൗത്ത് ആയിട്ട് വരും. ദെൻ എസിൻ്റെ പാർട്ട്ണർ ക്യൂ facing north. Then Q is facing which direction? Q obviously ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്? നോർത്ത് ഡയറക്ഷൻ. Q ഫേസ് ചെയ്യുന്നത് നോർത്ത് ഡയറക്ഷൻ. ഓക്കെ. Then 6 persons A, B, C, D, E and F are sitting in 2 rows with 3 persons on each row. Both rows are in front of each other. That means രണ്ടും എന്താണ്? in front of each other. That means opposite ആയിട്ടാണ് ഇരിക്കുന്നത്. Then രണ്ട് റോ എടുക്കുകയാണ്. 1 2 3 1 2 3. A, B, C, D, E and F are sitting in 2 rows with 3 persons on each row. Both rows are in front of each other. E is not at the end of any row and D is second left of F. D is second left of F. So ഇത് നോർത്ത് ഡയറക്ഷനിലും ഇത് ലെഫ്റ്റ് സൗത്ത് ഡയറക്ഷനിലും എടുത്തു കഴിഞ്ഞാൽ D ഇവിടെ എടുക്കാം, Fൻ്റെ സെക്കൻഡ് ലെഫ്റ്റ്. D is to the second left of F. C is the neighbor of E. So obviously നമുക്ക് C is the neighbor, C നടുക്ക് ഒരു E and diagonally opposite to D. So that means Dക്ക് diagonally opposite ആണ്. നോക്കാം, C is to the neighbor of E and means C യെ കുറിച്ചാണ് പറയുന്നത് and diagonally opposite of D. So that means C ഇവിടെ വരും. സിയുടെ അടുത്താണ് ആര് വരുന്നത്? E വരുന്നതിന് തൊട്ട് മുമ്പുള്ള C is to the neighbor of E. And then if B is the neighbor of F, that means B ഇവിടെ വരും. Then A ഇവിടെ ഉള്ളു മിച്ചം, A ഇവിടെ എടുത്തു. Then who is in front of C? Who is in front of C? Sorry. Who is in front of C? Neighbor of B. If B is neighbor of F, who? That means F is in front of C. Correct ആണ്. Then നമ്മുടെ question എന്താണ്? Then who is sitting diagonally opposite to F? So F ന് diagonally opposite ആരാണ്? A. F ന് diagonally opposite sit ചെയ്യുന്ന ആരാണ്? A ആണ്. A is sitting diagonally opposite to F. Seating arrangement, last question. P, Q, R, S and T are sitting in a line facing west. So westilana. That means 1 2 3 P, Q, R, S, T. 1 2 3 4 5. West and P and Q are sitting together. R is sitting at south end.
സോ നോക്കുകയാണെങ്കിൽ സൗത്ത് എന്ന് പറയുന്നത് എന്താണ്, ഇത് നോർത്താണ്, ഇത് സൗത്താണ്. ദെയർഫോർ ആർ എവിടെ വരും, ആർ ഈസ് സിറ്റിംഗ് ടു ദ സൗത്ത് എൻഡ്. P and Q are sitting together and S is sitting north end. So obviously yes. So it's simple ആണ്. P and Q are sitting together. T is neighbor of Q and R. T is the neighbor of Q and R. That's why T ഇവിടെ കൊടുക്കുക Q. P and Q are sitting together. P ഇവിടെ. So answer ആയി. ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, who is sitting middle? സോ നമുക്ക് 5 പേരാണ് ഇരിക്കുന്നത്, സൗത്ത് ഡയറക്ഷനിലാണ്. 1 2 3 4 5 പേഴ്സൺസ് ഉണ്ട് സൗത്ത് ഡയറക്ഷനിൽ ഇരിക്കുകയാണെങ്കിൽ. മിഡിലായിട്ട് ആര് വരും, മിഡിലായിട്ട് തേർഡ് പൊസിഷനിൽ വരുന്ന Q. സോ Q ഈസ് സിറ്റിംഗ്, Q ഈസ് സിറ്റിംഗ് മിഡിൽ, Q ഈസ് സിറ്റിംഗ് ഇൻ ദ മിഡിൽ, Q ഈസ് സിറ്റിംഗ് ഇൻ ദ മിഡിൽ. ഓക്കെ, then ബ്ലഡ് റിലേഷൻ കേസാണ്. ബ്ലഡ് റിലേഷൻ്റെ സോ ലാസ്റ്റ് ചാപ്റ്റർ ബ്ലഡ് റിലേഷൻ. സോ ബ്ലഡ് റിലേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റേജ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡയഗ്രത്തിലേക്ക് എത്തുന്നത്, സ്റ്റേജ് വെച്ചിട്ടാണ് ഡയഗ്രത്തിലേക്ക് എത്തുന്നത്. സോ നമ്മളിവിടെ ഒന്ന് പറയണം, നമ്മുടെ ഒരു സ്റ്റേജ് ശ്രദ്ധിക്കണേ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത്. ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. സോ നമ്മൾ അല്ലെങ്കിൽ സെൽഫ്, നമ്മുടെ ഈ ഒരു ജനറേഷനിൽ വരുന്നത്, നമ്മുടെ ഈ ഒരു സെൽഫ് എന്ന് പറയുന്ന നമ്മളെ ജനറേഷനിൽ വരുന്നത് ബ്രദേഴ്സ് വരും, സിസ്റ്റേഴ്സ് വരും, ദെൻ സ്പൗസ്, സോ ഹസ്ബൻഡ് വൈഫ്, ദെൻ ബ്രദർ ഇൻ ലോസ്. നമ്മുടെ ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ സ്റ്റേജ് ഓഫ് ജനറേഷൻ എടുക്കുകയാണ്. സെൽഫ് നമ്മൾ വരുന്ന ആ ജനറേഷനിൽ വരുന്ന ആൾക്കാരാണ് ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ദെൻ സ്പൗസ്. സോ വൈഫിൻ്റെയോ അല്ലെങ്കിൽ സ്പൗസിൻ്റെ ബ്രദറോ സിസ്റ്ററോ, ബ്രദർ ഇൻ ലോ ആകാം, സിസ്റ്റർ ഇൻ ലോ, ദെൻ കസിൻസ്, അമ്മയുടെയോ അച്ഛൻ്റെയോ ചേട്ടൻ്റെ, അമ്മയുടെ അച്ഛൻ്റെയോ ബ്രദേഴ്സിൻ്റെയോ സിസ്റ്റേഴ്സിൻ്റെയോ മക്കൾ, അതാണ് കസിൻസ്. സോ ഇതാണ് നമ്മൾ ഈ ഒരു ജനറേഷനിൽ വരുന്നത്. തൊട്ട് മുകളിലത്തെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഫിഗർ വരയ്ക്കുന്നത്. തൊട്ട് മുകളിലത്തെ ജനറേഷനിൽ വരുന്ന എന്താണ്, പാരൻസ്, മദർ, ഫാദർ, ദെൻ അച്ഛൻ്റെ അമ്മയുടെയോ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അങ്കിള്, ആൻഡ്, ദെൻ എന്താണ് സ്പൗസിൻ്റെ ഫാദർ, ദാറ്റ് മീൻസ് ഫാദർ ഇൻ ലോ, സ്പൗസിൻ്റെ മദർ ഇൻ ലോ. തൊട്ട് മുകളിലത്തെ ജനറേഷൻ വരുന്നത്. ദെൻ അതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരൻസ്. ജനറലി നമുക്ക് ഗ്രാൻഡ് പാരൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്. ഓക്കെ, നമ്മൾ ഈ ഒരു സ്റ്റേജ് വെച്ചിട്ടാണ് നമ്മൾ, ഫാദർ ആണെങ്കിൽ തൊട്ടടുത്ത സ്റ്റേജ്, ഫാദർ ഇൻ ലോ ആണെങ്കിലും മദർ ഇൻ ലോ ആണെങ്കിലും അങ്കിൾ ആണെങ്കിലും ആണ്ട് ആണെങ്കിലും നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന ആ ജനറേഷൻ്റെ തൊട്ട് മുകളിലേക്ക് വരുന്ന സ്റ്റേജ് ജനറേഷനാണ്. നമ്മുടെ അതേ സെയിം ജനറേഷനിൽ വരുന്നത് ഇത്ര ആൾക്കാരാണ്. ഇത് നമുക്ക് ഈ ഒരു ഡയഗ്രാം നമ്മളെ ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ താഴേക്ക് വരികയാണെങ്കിൽ സെൽഫ്, നമ്മൾ അതിൻ്റെ താഴേക്കുള്ള ജനറേഷൻ വരികയാണെങ്കിൽ സോ ഒബിയസ്ലി എന്താണ്, നമ്മുടെ മക്കൾ, സൺ ആകാം, ഡോട്ടർ ആകാം, അല്ലെങ്കിൽ നെവ്യൂ അല്ലെങ്കിൽ നീസ്. ദാറ്റ് മീൻസ് നമുക്ക് നെവ്യൂ അല്ലെങ്കിൽ നീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രദേഴ്സിൻ്റെയോ സിസ്റ്റേഴ്സിൻ്റെയോ മകന് അല്ലെങ്കിൽ മകള്. ദെൻ സൺ ഇൻ ലോസ്, ദാറ്റ് മീൻസ് നമ്മുടെ മക്കളുടെ സ്പൗസ്. സൺ ഇൻ ലോ ദാറ്റ് മീൻസ് ഡോട്ടറുടെ ഹസ്ബൻഡായിട്ട് വരും. ഡോട്ടർ ഇൻ ലോ ദാറ്റ് മീൻസ് സണ്ണിൻ്റെ വൈഫായിട്ട് വരും. തൊട്ട് താഴത്തെ ഉള്ള ജനറേഷൻ. സോ നമ്മുടെ ജനറേഷൻ, തൊട്ട് മുകളിലത്തെ ജനറേഷൻ പറഞ്ഞു, അതിൻ്റെ മുകളിൽ ഗ്രാൻഡ് പാരൻസ്, അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്. നമ്മുടെ തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സണ്ണ്, ഡോട്ടർ, നെവ്യൂ, നീസ്, സൺ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് ചിൽഡ്രൻ, അതിൻ്റെ താഴത്തെയാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ. ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ റിലേഷൻ പിക്ക് ചെയ്യാൻ പറ്റും എന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ആ ഒരു റിലേഷൻ ചോദിച്ചാൽ ഏത് ജനറേഷനാണ് നമ്മുടെ വെച്ചിട്ട് തൊട്ട് മുകളിലാണോ അതിൻ്റെ മുകളിലാണോ ആ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമ്മുടെ ജനറേഷൻ തൊട്ട് മുകളിലത്തെ ജനറേഷൻ. സോ നമ്മുടെ ജനറേഷനിൽ വരുന്ന, ഒന്നുകൂടെ പറയാണ്,
സോ നമ്മൾ ഇപ്പം ഞാൻ ദെൻ ബ്രദർ ആകാം, സിസ്റ്റേഴ്സ് ആകാം, സ്പൗസ്, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ ആൻഡ് കസിൻസ്. തൊട്ട് മുകളിലേക്ക് വരികയാണെങ്കിൽ പാരൻസ്, അങ്കിൾ, ആൻഡ് ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ. അതിൻ്റെ മുകളിൽ ഗ്രാൻഡ് പാരൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്. താഴേക്ക് വരികയാണെങ്കിൽ സണ്ണ്, ഡോട്ടർ, ദെൻ നീസ്, നെഫ്യൂ, ദെൻ സൺ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഗ്രാൻഡ് ചിൽഡ്രൻ. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. സോ നമ്മൾ ഈ ഫിഗർ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ട്രിക്കാണ്. സോ നമുക്ക് പല രീതിയിൽ ചെയ്യാറുണ്ട്. നമുക്കൊരു ഇത് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ മെയിൽ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് പ്ലസ് എന്ന് കൊടുക്കുന്നു, ഫീമെയിലിന് മൈനസ്. ദെൻ സെയിം ജനറേഷൻ ആണെങ്കിൽ നമ്മൾ ഒരു സിംഗിൾ ആരോ നേരെ. ദെൻ സ്പൗസ് ആണെങ്കിൽ, അതായത് ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ നമ്മളൊരു ഡബിൾ ലൈൻ, സെയിം ജനറേഷനിൽ തന്നെ ആയിരിക്കും വരുന്നത്, ഡബിൾ ലൈൻ കൊടുക്കും. അപ്പർ ജനറേഷനിലാണെങ്കിൽ നമ്മൾ മുകളിലോട്ട് ആരോ കൊടുക്കും, ലോവർ ജനറേഷൻ ആണെങ്കിൽ താഴേക്ക് ആരോ. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ, സോ മെയിലിന് പ്ലസ്, ഫീമെയിൽ മൈനസ്, സെയിം ജനറേഷൻ ആണെങ്കിൽ നമ്മൾ ഒരു സിംഗിൾ ലൈൻ, അതായത് ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ സിംഗിൾ ലൈൻ, അല്ലെങ്കിൽ കസിൻസ് ആണെങ്കിൽ, സ്പൗസ് ആണെങ്കിൽ നമ്മൾ ഡബിൾ ലൈൻ കൊടുക്കുക. അപ്പർ ജനറേഷൻ ആണെങ്കിൽ മുകളിലേക്ക് ആരോ കൊടുക്കുക, ലോവർ ജനറേഷൻ ആണെങ്കിൽ തൊട്ട് താഴേക്കുള്ള ആരോ കൊടുക്കുക. സോ നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ്. ചിൽഡ്രൻ ഓഫ് സെയിം പാരൻസ് നമുക്ക് എന്ത് വിളിക്കാം? സിബ്ലിങ്സ്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമ്മൾ ജനറലി സിബ്ലിങ്സ് എന്ന് വിളിക്കും. വൺസ് ഹസ്ബൻഡ് ഓർ വൈഫിനെ നമുക്ക് സ്പൗസ് എന്ന് പറയാം. റിലേറ്റീവ്സ് ഓഫ് മദേഴ്സ് സൈഡ് മെറ്റേണൽ, റിലേറ്റീവ് ഓഫ് ഫാദേഴ്സ് സൈഡ് പാറ്റേണൽ. ഫാദേഴ്സ് ഫാദർ നോക്കണ്ട, അങ്ങനെ സംടൈംസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫാദേഴ്സ് ഫാദർ ഗ്രാൻഡ് ഫാദർ ആണ്, ബട്ട് അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയാൻ സംടൈംസ് പാറ്റേണൽ അല്ലെങ്കിൽ മെറ്റേണൽ എന്ന രീതിയിൽ എടുത്തു പറയുവാണെങ്കിൽ നമുക്ക് ആൻസർ പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ. ദെൻ ഫാദേഴ്സ് മദർ paternal grandmother, mother's father, maternal grandfather, mother's mother, maternal grandmother, father's brother, paternal uncle, father's sister, paternal aunt, mother's brother, maternal uncle, mother's sister, maternal aunt, uncle or aunt child. അതാണ് നമ്മുടെ ജനറേഷനിൽ വരുന്നത് കസിൻ. നമ്മൾ സെയിം ജനറേഷൻ എന്ന് പറഞ്ഞത് അച്ഛൻ്റെയോ അമ്മയുടെയോ ബ്രദേഴ്സിൻ്റെയോ സിസ്റ്റേഴ്സിൻ്റെ, ദാറ്റ് മീൻസ് അവരുടെ ആങ്കിൾ അല്ലെങ്കിൽ ആൻറ്റിൻ്റെ മക്കളാണ് നമ്മുടെ കസിൻ, നമ്മുടെ അതേ ജനറേഷനിൽ വരുന്ന ആൾക്കാർ. ദെൻ സിബ്ലിങ്സ് സൺ, അതായത് ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ സണ്ണിനെ നമ്മൾ വ്യൂ എന്ന് വിളിക്കും, ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ ഡോട്ടറിനെ നമ്മൾ നീസ്. സൺസ് ഓർ ഡോട്ടേഴ്സ് ചൈൽഡ്, ഗ്രാൻഡ് ചൈൽഡ്. സണ്ണിൻ്റെയോ അല്ലെങ്കിൽ ഡോട്ടറിൻ്റെയോ ചൈൽഡിനെ നമ്മൾ എന്ത് വിളിക്കും? തൊട്ട് താഴത്തെ ജനറേഷൻ, അതിൻ്റെ താഴത്തെ ജനറേഷൻ വന്നാൽ ഗ്രാൻഡ് ചൈൽഡ്. സോ അത് മെയിൽ ആണെങ്കിൽ ഗ്രാൻഡ് സൺ, ഫീമെയിൽ ആണെങ്കിൽ ഗ്രാൻഡ് ഡോട്ടർ. ഓക്കെ, ആ രീതിയിലായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ദെൻ റിലേഷൻ ഗ്രാൻഡ് ഫാദേഴ്സ് സൺ, ഫാദർ ഓർ അങ്കിൾ എന്ന ഗ്രാൻഡ് ഫാദറിൻ്റെ സൺ. സോ ഒരേ ഒരാളെ ഉള്ളൂങ്കിൽ കാരണം വൺ ആൻഡ് ഒള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് ഗ്രാൻഡ് ഫാദറിൻ്റെ സൺ എന്ന് പറഞ്ഞാൽ ഫാദർ ആയിരിക്കും. ഒന്നിൽ കൂടുതൽ സൺ ഉണ്ടെങ്കിൽ അത് സംടൈംസ് എന്താകാം? ഫാദർ അല്ലെങ്കിൽ അങ്കിൾ ആകാം. ദെൻ ഗ്രാൻഡ് മദേഴ്സ് സൺ, ഫാദർ അല്ലെങ്കിൽ അങ്കിൾ. ഗ്രാൻഡ് ഫാദേഴ്സ് ഒള്ളി സൺ, ഒബ്വിയസ്ലി ഇതൊക്കെയാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നതെല്ലാം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഗ്രാൻഡ് ഫാദേഴ്സ് ഒള്ളി സൺ ക്യാൻ ബി എന്താണ്? ഫാദർ. ദെൻ ഗ്രാൻഡ് മദേഴ്സ് ഒള്ളി സൺ, ഫാദർ. മദേഴ്സ് ഓർ ഫാദേഴ്സ് മദർ, ഗ്രാൻഡ് മദർ. സൺസ് വൈഫ്, ഡോട്ടർ ഇൻ ലോ. ഡോട്ടേഴ്സ് ഹസ്ബൻഡ്, സൺ ഇൻ ലോ. ഹസ്ബൻഡ്സ് ഓർ വൈഫ് സിസ്റ്റർ, സിസ്റ്റർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ. ദെൻ ബ്രദേഴ്സ് സൺ, നെഫ്യൂ. ബ്രദേഴ്സ് ഡോട്ടർ, നീസ്. uncles or aunts, son or daughter, cousin. Sister's husband, brother-in-law. Brother's wife, sister-in-law. Grandsons or granddaughters, daughter, great-granddaughter. Great-granddaughter. ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. സോ നമ്മൾ മെയിൻലി ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ബട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. ഇതെല്ലാം നോർമലി ഇങ്ങനെ പറഞ്ഞ ഡോട്ടേഴ്സ് ഹസ്ബൻഡ്, ദാറ്റ് മീൻസ് സൺ ഇൻ ലോ എന്നുള്ള ആ റിലേഷൻ അറിയാവുന്നതാണ്. സോ നമ്മൾ നേരെ
ഈ പറയുന്ന ജനറേഷൻ പ്ലസ് നമ്മളൊരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഫിഗറിലേക്ക് എത്തിക്കും. അവിടെ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും ഏറ്റവും അവസാനം, ആ രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻ എന്താണ്, അത് നമ്മൾ ഈ പറയുന്ന ഡയഗ്രാം യൂസ് ചെയ്ത്, സോ ഏത് ജനറേഷൻ വെച്ച് നമ്മുടെ ജനറേഷൻ, മുകളിലത്തെ ജനറേഷൻ, അതിൻ്റെ മുകളിലത്തെ ജനറേഷൻ, താഴത്തെ ജനറേഷൻ, അതിൻ്റെ താഴത്തെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ. സോ സെയിം ജനറേഷൻ ആണെങ്കിൽ നമ്മൾ സിംഗിൾ ലൈൻ യൂസ് ചെയ്യും, സ്പൗസ് ആണെങ്കിൽ ഡബിൾ ലൈൻ, അപ്പർ ജനറേഷൻ മുകളിലേക്കാരോ ലോവർ ജനറേഷൻ താഴേക്കാരോ, ദെൻ മെയിൽ ആണെങ്കിൽ നമ്മളൊരു പ്ലസ്, ഫീമെയിൽ ആണെങ്കിൽ മൈനസ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയഗ്രാം സെറ്റ് ചെയ്യും. ദെൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എല്ലാം വെച്ചിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കും. ഫൈനലി രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഇന്ന ആള് ഇന്ന ആളുടെ ആരാണ് എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിന് ആൻസർ ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് ചോദിക്കാറുണ്ട്. Pointing to a man in the photograph, a woman said. Pointing to a man in a photograph, a woman said, "The father of his brother is the only son of my grandfather. How is the woman related to man in the photograph?" അപ്പോൾ നമുക്ക് ബ്ലഡ് റിലേഷനിൽ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് കാണിച്ചിട്ട് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു. സോ അതാണ് നമുക്ക് ഈ ബ്ലഡ് റിലേഷൻ്റെ കേസിൽ എന്തെങ്കിലും നമ്മളൊന്ന് ആലോചിച്ചെടുക്കേണ്ടത്. അതേപോലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. പോയിൻറ്റിങ് ടു എ മാൻ ഇൻ എ ഫോട്ടോ, ദാറ്റ് മീൻസ് ഒരു ഫോട്ടോഗ്രാഫിൽ ഒരാളാണ്. വുമൺ സെഡ്, വുമൺ ആണ് പറഞ്ഞത്. Pointing to a man in the photograph, woman said, "The father of his brother is." No. So man. So pointing to a man. By man ആണ്, ഇതാണ് ഫോട്ടോഗ്രാഫിലുള്ളത്, മാൻ ആയതുകൊണ്ട് തന്നെ. The father of his brother, that means ഇയാളുടെ ബ്രദർ പ്ലസ് ആണ്. സോ ഫാദർ ഓഫ് ഹിസ് ബ്രദർ എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും ഫാദർ ഒരാളല്ലേ, സിബ്ലിങ്സ് അല്ലേ. The father of his brother is the only son of my grandfather. Is the only son of my grandfather. എൻ്റെ ഗ്രാൻഡ്, സോ വുമൺ ആണ് പറയുന്നത്, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒള്ളി സൺ ആണ് ആ ഫോട്ടോയിൽ കാണുന്ന ആളിൻ്റെ ബ്രദറിൻ്റെ ഫാദർ. സോ ദാറ്റ് മീൻസ് നോക്കുക, ഫോട്ടോയിൽ കാണുന്ന മാൻ അയാളുടെ ബ്രദർ ഇൻ്റെ ഫാദർ, ദാറ്റ് മീൻസ് ഇവരുടെ രണ്ടുപേരുടെയും ഫാദർ എന്ന് പറയുന്നത് ഈസ് ദ ഒൺലി സൺ, ദാറ്റ് മീൻസ് ഒരാൾ ഈസ് ദ ഒൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. ഇവരുടെ രണ്ടുപേരുടെയും ഗ്രാൻഡ് ഫാദറാണ്, ഇവരുടെ രണ്ടുപേരുടെയും ഫാദറാണ്. സോ ഈ പറയുന്ന വുമണിൻ്റെയും ഫാദർ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് വുമൺ മൈനസ്. ഇങ്ങോട്ട് നോക്കുക, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കേണ്ട. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഫോട്ടോഗ്രാഫിലെ മാൻ, ദാറ്റ് മാൻ ഈസ് ദ ഫാദർ ഓഫ് ഹിസ് ബ്രദർ, ഈ മാൻ്റെ ബ്രദറിൻ്റെ ഫാദർ ഈസ് ദ ഒൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒൺലി സൺ, ഗ്രാൻഡ് ഫാദറിൻ്റെ ഒൺലി സൺ. സോ ഇങ്ങനെ ഇതെന്ന് പറയുന്നത് ഇവരുടെ ഫാദറാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒൺലി സൺ, ദാറ്റ് മീൻസ് എൻ്റെ ഫാദറാണ്. സോ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്, സിബ്ലിങ്സ് ആണ്. സോ ദാറ്റ് മാൻ, അയാൾക്കൊരു ബ്രദറുണ്ട്, അവർക്കുള്ള സിസ്റ്ററാണ് ദാറ്റ് വുമൺ. ദെൻ ഹൗ ഈസ് മാൻ റിലേറ്റഡ് ടു ദ മാൻ, ഹൗ ഈസ് ദ വുമൺ റിലേറ്റഡ് ടു ദ മാൻ ഇൻ ദ ഫോട്ടോഗ്രാഫ്? മദറാണോ? അല്ല. ആൻറ്റി ആണോ? അല്ല. ഡോട്ടറാണോ? അല്ല. സോ സെയിം ജനറേഷനിലാണ് വരുന്നത്, സിബ്ലിങ്സ് ആണ് വരുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, ആ വുമൺ ആ ഫോട്ടോഗ്രാഫിലുള്ള ആളുടെ സിസ്റ്ററാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തോണേ. ഒന്നുകിൽ ഒരു ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ചെന്നപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അയാളുടെ തമ്മിലുള്ള റിലേഷൻ കറക്റ്റായിട്ട് വായിച്ചിട്ട് നമ്മളൊരു ഫിഗർ വരയ്ക്കുക, ആൻസറിലേക്ക് എത്തുക. നെക്സ്റ്റ് വൺ, 6 persons are seen together in a group. They are A, B, C, D, E and F. B is the brother of D. Okay, B is the brother of D. B is the brother of D.
ഡിയുടെ ബ്രദറാണ് ബി. ദാറ്റ് മീൻസ് ബി പ്ലസ് ആണ്. ബട്ട് ഡി ഈസ് നോട്ട് ദ ബ്രദർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രദർ അല്ല. സോ ഡിയുടെ ബ്രദറാണ് ബി, ബട്ട് ഡി ബിയുടെ ബ്രദർ അല്ല. മീൻസ് ഒബ്വിയസ്ലി എന്താണ്? ബ്രദർ അല്ലെങ്കിൽ ആരായിരിക്കും? സിസ്റ്റർ ആയിരിക്കും. സിസ്റ്റർ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സിസ്റ്റർ. ഓക്കെ, ബട്ട് ഡി ഈസ് നോട്ട് ദ ബ്രദർ ഓഫ് ബി. സോ എ ബി ഡിയുടെ ബ്രദറാണ്. ഡിയുടെ ബ്രദറാണ് ബി, പക്ഷെ തിരിച്ചു പറയുമ്പോൾ എന്താണ്? ബി ഡി ബ്രദർ അല്ല. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഒബ്വിയസ്ലി സിബ്ലിങ്സ് ആണ്. ബ്രദർ അല്ലെങ്കിൽ ഒബ്വിയസ്ലി ആരായിരിക്കും? സിസ്റ്റർ ആയിരിക്കും. നമ്മൾ ഫീമെയിൽ, ദാറ്റ് മീൻസ് മൈനസ് കൊടുത്തു. എഫ് ഈസ് ദ ബ്രദർ ഓഫ് ബി. സോ ബിയുടെ ബ്രദർ ആണ് എഫ്. വീണ്ടും സെയിം ജനറേഷൻ. എഫ് ബ്രദർ ബി, സി ആൻഡ് ഇ ആർ മാരീഡ് ടുഗദർ. എഫ് ഈസ് ദ സൺ ഓഫ് സി. സോ ദാറ്റ് മീൻസ് സിയും എയും മാരീഡ് ടുഗദർ. സിയും എയും എന്താണ്? സ്പൗസ് ആണ്. എഫ് ഈസ് ദ സൺ ഓഫ് സി. ഉണ്ടോ? ആ അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് എഫ്. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇവരുടെ എല്ലാം എഫ് ഈസ് ദ സൺ ഓഫ് സി. സിയും എയും മാരീഡ് കപ്പിളാണ്. ദെൻ സി ഈസ് നോട്ട് ദ മദർ ഓഫ് എഫ്. സി മദർ അല്ല. സിയുടെ സൺ ആണ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് ഈസ് ദ സൺ ഓഫ് സി, ബട്ട് സി ഈസ് നോട്ട് ദ മദർ ഓഫ് എഫ്. ദാറ്റ് മീൻസ് എന്താണ്? സി ഫാദർ ആണ്. സി ഫാദർ ആണെങ്കിൽ സിയുടെ സ്പൗസ് എ എന്ന് പറയുന്ന ആരായിരിക്കും? മദർ, ഫീമെയിൽ ആയിരിക്കും. ദെൻ ഇനി എന്താണ്? ഇ ഈസ് ദ ബ്രദർ ഓഫ് എ. സോ ഈ മദറിൻ്റെ, എഫിൻ്റെയും ബിയുടെയും ഡിയുടെയും മദറിൻ്റെ ബ്രദർ ആണ് ആര്? ഇ, ബ്രദർ. ഓക്കെ, ദെൻ ദ നമ്പർ ഓഫ് ഫീമെയിൽ മെമ്പേഴ്സ് ഇൻ ദ ഗ്രൂപ്പ്. സോ എത്ര ഫീമെയിൽ മെമ്പേഴ്സ് ഉണ്ട്? അതായത് നോക്കിയേ, മെയിലാണ്, 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 മെയിലാണ്. സോ 1 2 3 4 5 6 പേഴ്സൺസ് എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ഫീമെയിൽ ആയിട്ട് ആരൊക്കെ വരുന്നുണ്ട്? ഡിയും എയും. സോ എത്ര ഫീമെയിൽ മെമ്പേഴ്സ് ഉണ്ട്? 2 ഫീമെയിൽ മെമ്പേഴ്സ് ആർ ഇൻ ദ ഫാമിലി അല്ലെങ്കിൽ ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? Next one. R and M. Ram and Mohan are brothers. Shankar is Mohan's father. So Ram and Mohan are brothers. So that means രണ്ടു പേരും ഇതാണ്, മെയിലാണ്. മോഹൻസ് ഫാദർ, ദാറ്റ് മീൻസ് റാമിൻ്റെയും മോഹൻ്റെയും ഫാദർ. മോഹൻസ് ഫാദർ ഈസ് ശങ്കർ ഈസ് മോഹൻസ് ഫാദർ. ദാറ്റ് മീൻസ് രണ്ടുപേരുടെയും അവർ സിബ്ലിങ്സ് ആണ്. രണ്ടുപേരുടെയും ഫാദർ ആണ് ആര്? ശങ്കർ. ഛായ ഈസ് ശങ്കർസ് സിസ്റ്റർ. ഛായ ഈസ് ശങ്കർസ് സിസ്റ്റർ. സിംഗിൾ ലൈനാണ്. ഛായ ശങ്കറിന്റെ സിസ്റ്റർ. പ്രിയ ഈസ് ശങ്കർസ് നീസ്. പ്രിയ ഈസ് ശങ്കർസ് നീസ്. That means ശങ്കറിന്റെ നീസ്. സോ ഛായ ശങ്കറിന്റെ നീസ്. ദാറ്റ് മീൻസ് ശങ്കറിന്റെ സിസ്റ്ററിന്റെ ഡോട്ടറാണ് ആര്? പ്രിയ. സോ നേരെ ഇതിൽ വരും പ്രിയ. സിസ്റ്റർ ഏതാണ്? ഫീമെയിൽ ആണ്. ദെൻ ഞാൻ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? സുഭദ്ര ഈസ് ഛായാസ് ഗ്രാൻഡ് ഡോട്ടർ. സോ ഛായയുടെ ഗ്രാൻഡ് ഡോട്ടർ. ദാറ്റ് മീൻസ് ഛായയുടെ
മകളുടെ മകൾ, പ്രിയയുടെ മകൾ. ദാറ്റ് മീൻസ് സുഭദ്ര, ശുഭ്ര. How Ram is related to Shubhra. Okay, so നോക്കാം. റാം ഈസ് റിലേറ്റഡ്, റാമിൻ്റെ ഇത് കസിൻ്റെ സെയിം ജനറേഷനിൽ വരുന്ന കസിൻ്റെ മകൾ. സോ ദാറ്റ് മീൻസ് റാം ഈസ് റിലേറ്റഡ് ടു ഡാഷ്. റാം ഈസ് ദ ഡാഷ് ഓഫ് ശുഭ്ര. സോ ദാറ്റ് മീൻസ് റാമിന് എന്ത് പറയാം, ശുഭ്രയുടെ അമ്മയുടെ കസിനാണ്. സോ ദാറ്റ് മീൻസ് എന്ത് വരും, അങ്കിൾ. ശ്രദ്ധിക്കണം, തിരിഞ്ഞു പോകരുത്. എൻ്റെ നെഫ്യൂ ഒക്കെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. റാം ഈസ് ദ ഡാഷ് ഓഫ് ശുഭ്ര. റാം ഈസ് ദ ഡാഷ് ഓഫ് എസ്. സോ റാം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ആരായിട്ട് വരും, അങ്കിളായിട്ട് വരും. തിരിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഫ്യൂ എന്നുള്ള ഒരു ആൻസറും വരും. ബട്ട് എൻ്റെ കറക്റ്റായിട്ട് നോക്കണം. റാം, ഹൗ ഈസ് റാം റിലേറ്റഡ് ടു ശുഭ്ര? ദാറ്റ് മീൻസ് റാം ഈസ് ദ ഡാഷ് ഓഫ്, റാം ഈസ് ദ അങ്കിൾ. ഉണ്ടോ, തൊട്ട് മുകളിലത്തെ എസിനെ ബേസ് ചെയ്താണെങ്കിൽ തൊട്ട് മുകളിലത്തെ ജനറേഷനാണ്. സോ ഫാദറോ മദറോ അല്ല, മദറിൻ്റെ കസിൻ. ദാറ്റ് മീൻസ് എന്താണ്, അങ്കിൾ. ഓക്കെ, next one. If P plus Q means P is the mother of Q, then P divided by Q means P is the father of Q. P minus Q means P is the sister of Q. Then which of the following relation shows M is the daughter of R? M is the daughter of R. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഇത് അതേപോലെ എടുത്തേ പറ്റുള്ളൂ. R divide M, that means R is the father. ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ A ചോയ്സ് എടുക്കുകയാണെങ്കിൽ R is the father of M. then അടുത്തത് M plus N, that means M is the mother of N. M ഒരു മദറാണ്. M is the mother of N. സോ നോക്കാം, in which of the following shows M is the daughter of R? Obviously correct അല്ലേ? ഓക്കെ, M ആറിൻ്റെ ഡോട്ടർ ആണ്. M is the daughter of R. Therefore first one is correct. Choice A is the right answer. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിക്കും. ഇതേപോലെ സിമ്പിൾ വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, ഇതേപോലത്തെ ക്വസ്റ്റൻ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിൻറ്റിങ് ടുവേർഡ്സ് എ ഫോട്ടോ അല്ലെങ്കിൽ പിക്ചർ അല്ലെങ്കിൽ ഒരാളെ കാണിച്ചിട്ട് എന്ന രീതിയിലുള്ള ക്വസ്റ്റനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ജനറേഷനും കറക്റ്റായിട്ടൊരു ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ പിക്ക് ചെയ്യാം. പോയിൻറ്റിങ് ടു എ വുമൺ ഇൻ എ പിക്ചർ. സോ ഒരു വുമൺ, പിക്ചറിൽ വുമൺ ആണ്. സുമിത് സെഡ്, ഒരാൾ പറയാണ്, ഷീ ഈസ് ദ മദർ ഓഫ് മൈ സൺസ് വൈഫ്സ് ഡോട്ടർ. ആ വുമൺ ആരാണ്? ഈസ് ദ മദർ, ഷീ ഈസ് ദ മദർ ഓഫ് She is the mother of my son's wife's daughter. She is the mother. That means that woman is the mother of എൻ്റെ സണ്ണിൻ്റെ വൈഫിൻ്റെ, അതായത് സോ വൈഫ്സ് ഡോട്ടർ. She is the mother of my son's wife's daughter. എൻ്റെ, അതായത് സുമിത് എന്ന് പറയുന്ന ആളുടെ സണ്ണിൻ്റെ വൈഫ്, സൺ. സുമിത് എന്ന് പറയുന്ന ആളുടെ സണ്ണിൻ്റെ, സുമിത് എന്ന് പറയുന്ന ആളുടെ സണ്ണിൻ്റെ
വൈഫിൻ്റെ ഡോട്ടറിൻ്റെ മദറാണ്. സോ ദാറ്റ് മീൻസ് എന്താണ്, ഹൗ ഈസ് ലേഡി റിലേറ്റഡ് ടു സുമിത്? സുമിത്തിൻ്റെ ആരാണ്? സുമിത്തിൻ്റെ സണ്ണിൻ്റെ വൈഫാണ്. സോ ദെയർഫോർ ആൻസർ എന്ന് പറയും, സണ്ണിൻ്റെ വൈഫിനെ എന്താ വിളിക്കുന്നത്? ഡോട്ടർ ഇൻ ലോ. ഡോട്ടർ ഇൻ ലോ. അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ? അങ്കിള് കസിന് ഡോട്ടർ ആണുള്ളത്. സോ ഡോട്ടർ ഇൻ ലോ എന്നൊരു ചോയ്സ് ഇല്ല. ദെയർഫോർ ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ്. നല്ലൊരു ക്വസ്റ്റൻ ആണ്. അതിൻ്റെ ഒറ്റ ലൈനിലേ ഉള്ളൂ, ബട്ട് അതിനകത്തൊരു ട്രിക്ക് ഉണ്ട്. കറക്റ്റായിട്ട് വായിച്ചെടുക്കണം. ഷീ ഈസ് ദ മദർ ഓഫ് മൈ സൺസ് വൈഫ്സ് ഡോട്ടർ. എൻ്റെ സുമിത്തിൻ്റെ സണ്ണിൻ്റെ വൈഫിൻ്റെ ഡോട്ടറിൻ്റെ അമ്മയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുമിത്തിൻ്റെ സണ്ണിൻ്റെ വൈഫിൻ്റെ ഡോട്ടറിൻ്റെ അമ്മ. ദാറ്റ് മീൻസ് എന്താണ്? സുമിത്തിൻ്റെ സണ്ണിൻ്റെ വൈഫ്. സുമിത്തിൻ്റെ സണ്ണിൻ്റെ വൈഫിനെ നമുക്ക് സുമിത്തുമായിട്ട് വിത്ത് റിലേഷൻ എന്താണ്? സുമിത്തിൻ്റെ സണ്ണിൻ്റെ വൈഫ്. ദാറ്റ് മീൻസ് ഡോട്ടർ ഇൻ ലോ. സോ തൊട്ട് താഴത്തെ ജനറേഷൻ വരും, ബട്ട് ഡോട്ടർ അല്ല. അപ്പോൾ നമുക്കിങ്ങനെ വരും, സണ്ണിൻ്റെ വൈഫാണ്, ഡോട്ടർ ഇൻ ലോ. ഡോട്ടർ ഇൻ ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. Again, pointing towards a person, a man said to woman. Pointing towards a person, a man said to woman, his mother. That means pointing towards a person. His ആണ്. That means അയാൾ ഒരു മെയിൽ ആണ്. His mother is the only daughter of your father. His mother is the only daughter of his mother. A person's mother said, pointing towards a person, a man said to a woman ആണ്. So that means his mother എന്ന് പറയുന്നത്, ഈ പേഴ്സൻ്റെ മദർ എന്ന് പറയുന്നത് is the only daughter of your father. That means വുമണിൻ്റെ ഫാദറിൻ്റെ his mother is the only daughter of your father. His mother is the only daughter. His mother is the only daughter of your father. His mother is the only daughter of your father. That means ഇവിടെ ഒരു ആളുണ്ടാവും, അയാൾ ഒരു മാൻ ആയിരിക്കും, only daughter അല്ലേ. സോ ഇയാൾക്ക് 2 മക്കളാണ് വരുന്നത്. only daughter. That means എന്താണ്? ഈ only daughter എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ ഇത് വരുന്നത്? ആരായിരിക്കും? ദാറ്റ് വുമൺ. അയാൾ സംസാരിക്കുന്ന വുമൺ ആയിരിക്കും. Then how is the woman related to that person? How is the woman? So ആ പിക്ചറിലുള്ള ഫോട്ടോയിലുള്ള ആ പേഴ്സൺ, പോയിന്റ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്ന പേഴ്സൺ, ഹൗ ഈസ് വുമൺ റിലേറ്റഡ് ടു ആ പേഴ്സൻ്റെ ആരായിട്ട് വരും? ദാറ്റ് വുമൺ മദർ. ഇവിടെ ഒള്ളി എന്നുള്ള വേർഡ് ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് എന്തുകൂടെ വരാമായിരുന്നു? ആണ്ട് കൂടെ വരാമായിരുന്നു. സോ ദാറ്റ് പേഴ്സൺ, ഹിസ് മദർ. ദാറ്റ് മീൻസ് ആ പേഴ്സൺ പോയിന്റ് ചെയ്യുന്ന ആ പേഴ്സൻ്റെ മദർ എന്ന് പറയുന്നത് only daughter of your father. Only daughter of your. That means woman's father. എടുക്കാം. അതായത് വരച്ചില്ല എങ്കിൽ ഇങ്ങനെ ഒരു ബ്രദർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഫാദറായിട്ട് വരയ്ക്കാം. only daughter. സോ ഇങ്ങനെയാണെങ്കിലും എന്തുവരും? ആൻസർ ഒള്ളി എന്നുള്ള വേർഡ് വന്നില്ലായിരുന്നുവെങ്കിൽ
നമുക്ക് ആൻഡ് കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പുള്ളി ഡോട്ടർ എന്ന് പറയുമ്പോൾ സോ ഡോട്ടർ അല്ലാതെ സണ്ണ് കൂടെ ഉണ്ട് എന്ന കോൺസെപ്റ്റിലാണ് ഫിഗർ വരച്ചിരിക്കുന്നത്. സണ്ണില്ല എന്ന രീതിയിലാണ് വരയ്ക്കുന്നതെങ്കിൽ നേരെ ഇവിടെ വന്നിട്ട് അങ്ങനെ വന്നാലും പേഴ്സൻ്റെ മദറാണ്. ഓക്കെ, രണ്ട് രീതിയിൽ വേണമെങ്കിൽ അത് വരയ്ക്കാം. നെക്സ്റ്റ് വൺ, Vicky introduces John as the son of. Vicky introduces John as the son of. So Vicky ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോണിനെ as the son of John. That means as the son of his father's wife. His father's wife. So son of only brother of his father's wife. Okay. So Vicky introduced John as the son of only brother of his father's wife. Okay, so that means Vickyയുടെ ഫാദറിൻ്റെ വൈഫ്. ദാറ്റ് മീൻസ് വിക്കിയുടെ മദറിൻ്റെ ഒള്ളി ബ്രദർ സണ്ണായിട്ടാണ് ആരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ജോണിനെ. സോ വിക്കി ഇൻട്രൊഡ്യൂസ് ആസ് ജോൺ ആസ് ദ സൺ ഓഫ് ദ ഒള്ളി ബ്രദർ ഓഫ് ഹിസ് ഫാദേഴ്സ് വൈഫ്. ദാറ്റ് മീൻസ് വിക്കിയുടെ ഫാദറിൻ്റെ വൈഫ്. ദാറ്റ് മീൻസ് വിക്കിയുടെ മദറിൻ്റെ ബ്രദർ. ദാറ്റ് മീൻസ് വിക്കിയുടെ അങ്കിളിൻ്റെ മകനാണ് ആര്, ജോൺ. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഹൗ ഈസ് ജോൺ റിലേറ്റഡ്, ഹൗ ഈസ് വിക്കി റിലേറ്റഡ് ടു ജോൺ, ഹൗ ഈസ് വിക്കി റിലേറ്റഡ് ടു ജോൺ. നോക്കിയേ, സെയിം ഇതിലാണ് വരുന്നത്, ജനറേഷനാണ് വരുന്നത്, പക്ഷേ സിബ്ലിങ്സ് അല്ല. സോ അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയോ അമ്മയുടെയോ ബ്രദറിൻ്റെ മക്കളായിട്ടാണ് വരുന്നത്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം, ഇവരെ കസിൻസ് എന്ന് വിളിക്കാം. സോ വിക്കി ആൻഡ് ജോൺ ആർ കസിൻസ്. Vicky and John are cousins. Okay, then next one. A man said to a lady, your നായിരിക്കും, your mother's husband's sister is my aunt. So man said to a lady. So that means ലേഡിയോട് പറഞ്ഞു യുവർ. ദാറ്റ് മീൻസ് ലേഡീസ്. ആ ലേഡിയുടെ മദേഴ്സ് ഹസ്ബൻഡ്, ലേഡിയുടെ മദർ, ലേഡിയുടെ മദർ. എപ്പോഴും ആ ഫീമെയിലെ മെയിലെ മാർക്ക് ചെയ്ത് പോകണം. എത്ര ഫീമെയിൽ മെമ്പർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ റിലേഷൻ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കതനുസരിച്ച് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ യുവർ മദേഴ്സ് ഹസ്ബൻഡ്സ്, മദറിൻ്റെ ഹസ്ബൻഡ്, ഹസ്ബൻഡ്സ് സിസ്റ്റർ, ദാറ്റ് മീൻസ് under സിംഗിൾ ആരോ മൈനസ്, ഈസ് മൈ ഓണ്ട്. സോ മദർ സിസ്റ്റർ, ദാറ്റ് മീൻസ് ഇവർ തമ്മിൽ മാൻ സെറ്റ്. സോ മാൻ, ഇവർ തമ്മിൽ എന്തായിരിക്കും, ബ്രദർ സിസ്റ്റർ ആകാനാണ് റിലേഷൻ വരുന്നത്. ഹൗ ഈസ് മാൻ റിലേറ്റഡ് ടു ദാറ്റ് ലേഡി. സോ പറയാണ്, ഹൗ ഈസ് മാൻ സെറ്റ് ടു എ ലേഡി, യുവർ ലേഡിയുടെ മദറിൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ എൻ്റെ ആൻറ്റിയാണെന്ന്. സോ ആൻറ്റി ആകുന്ന എപ്പോഴാണ്, അച്ഛൻ്റെയോ അമ്മയുടെയോ സിസ്റ്റർ ആകുമ്പോഴാണ്. ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ഈ ലേഡിയും അയാളും തമ്മിൽ എന്താണ്, സിബ്ലിങ്സ് ആയിരിക്കും. ദെയർഫോർ നമ്മുടെ ക്വസ്റ്റൻ എന്താണ്, ഹൗ ഈസ് മാൻ റിലേറ്റഡ് ടു ദാറ്റ് ലേഡി മീൻസ് ഒബ്വിയസ്ലി ലേഡിയുടെ ബ്രദർ ആണ്. മാൻ ഈസ് ദ ബ്രദർ ഓഫ് ദാറ്റ് ലേഡി. മാൻ ഈസ് ദ ബ്രദർ ഓഫ് ദാറ്റ് ലേഡി. സോ ആൻസർ ബ്രദർ. Okay, then 59th question. ഒന്ന് ട്രൈ ചെയ്ത് ആൻസർ പറയാവോ? ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഒന്ന് ആൻസർ പറയാവോ? പോയിന്റിങ് ടു എ ലേഡി,
A said, that woman, ഒരാളെ ഒരു ലേഡിയെ ചൂണ്ടിക്കാണിച്ച് എ ആണ് പറഞ്ഞത്, that woman is my nephew's maternal grandmother. That woman is my nephew's maternal grandmother. That woman is my nephew's maternal grandmother. Then how is the woman related to A's sister who has no sister? That woman, that means lady, pointing to a lady. That lady that means that woman is my nephew's, അതായത് എയുടെ നെഫ്യൂസിൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് മദർ ആണ്. ദാറ്റ് മീൻസ് how is that woman related to A's sister who has no sister? So ഇവിടെ എയുടെ സിസ്റ്റർ ആണ്. ദാറ്റ് ലേഡി ഈസ് മൈ നെഫ്യൂസ്. സോ എയുടെ സിസ്റ്ററിൻ്റെ മകൻ നെഫ്യൂവിൻ്റെ ഗ്രാൻഡ് മദറാണ്. ദാറ്റ് മീൻസ് എയുടെ സിസ്റ്ററിൻ്റെ മകൻ്റെ അമ്മയുടെ അമ്മ എന്ന രീതിയിൽ വരും. സോ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, how is that woman's related to a sister who has no sister. സോ എയുടെ സിസ്റ്റർ, അയാൾക്ക് വേറെ സിസ്റ്റർ ഇല്ല എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് എയുടെ സിസ്റ്റർ ആയിട്ടുള്ള ആളുടെ മദറാണ് നമ്മുടെ ആര് വന്നിരിക്കുന്നത്, ഈ ലേഡി വന്നിരിക്കുന്നത്. ഹൗ ഈസ് ദാറ്റ് വുമൺ, ദാറ്റ് മീൻസ് ആ ലേഡി, ദാറ്റ് വുമൺ ഈസ് ദ മദർ ഓഫ് ദാറ്റ് എയ്സ് സിസ്റ്റർ, എയുടെ സിസ്റ്ററിൻ്റെ മദറാണ്. എയുടെ സിസ്റ്റർ, വേറെ സിസ്റ്റർ ഇല്ല എന്ന് പറയുന്നുണ്ട്, സോ ദാറ്റ് മീൻസ് നമുക്ക് ഈ പറയുന്ന വുമൻ്റെ മദറാണ് ദാറ്റ് ലേഡി, എയുടെ സിസ്റ്ററിൻ്റെ മദറാണ്. ദാറ്റ് മീൻസ് എയുടെയും മദർ തന്നെ, എയുടെ സിസ്റ്ററിൻ്റെ മദറാണ് ദാറ്റ് ലേഡി, ആ പോയിന്റ് ചെയ്ത ലേഡി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, pointing out to a lady, is said, she is the daughter. Pointing out to a lady, she is the daughter of the woman who is the mother of husband of my mother. That means that lady is the daughter of a woman. That means daughter, woman who is the mother of the husband of my mother. Who is the mother? She is the daughter of the woman who, that means that woman is the mother. That woman is the mother of the husband of my mother.
ഇവിടെ എടുക്കുകയാണെങ്കിൽ ഒള്ളി വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആക്ച്വലി ഇവിടെ നോക്കാം, മദർ എന്നുള്ള ഓപ്ഷൻ വരുന്നില്ല. ദെയർഫോർ നമുക്ക് പോയിന്റ് സാഹിലിൻ്റെ മദർ, ഹൂ ഈസ് ഡോട്ടർ ഓഫ് വുമൺ ഹൂ ഈസ് ദ മദർ ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് മൈ മദർ. Who is the mother of the husband of my mother? എൻ്റെ മദറിൻ്റെ ഹസ്ബൻഡ്. മദർ, ദാറ്റ് മീൻസ് മൈനസ് ഹസ്ബൻഡിൻ്റെ, ദാറ്റ് ലേഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? ഹസ്ബൻഡിൻ്റെ, മദറിൻ്റെ ഹസ്ബൻഡിൻ്റെ, അതായത് ഫാദറിൻ്റെ സിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഫാദറിൻ്റെ സിസ്റ്റർ. ശ്രദ്ധിച്ചൊന്ന് നോക്കാം. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ വുമൺ. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് എ വുമൺ എന്ന ലേഡി എന്ന് പറയുന്നത്. ഹൂ ഈസ് ദ മദർ, ദാറ്റ് വുമൺ, ദാറ്റ് ലേഡി. ഹൂ ഈസ് ദ മദർ ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് മൈ മദർ. Who that means? That woman is the mother of the husband of my mother. സഹിലിൻ്റെ മദറിൻ്റെ ഹസ്ബൻഡിൻ്റെ മദറാണ് ഈ വുമൺ. സോ ബട്ട് വുമൺ എന്ന് പറയുന്ന ഒരു ലേഡിയെ പറഞ്ഞിട്ടുണ്ട്. സോ സഹിലിൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മദർ, ദാറ്റ് മീൻസ് സഹിലിൻ്റെ അച്ഛൻ്റെയും ആ സിസ്റ്ററിൻ്റെയും രണ്ടുപേരുടെയും കൂടെ മദർ. then എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹൂ ഈസ് ദ ലേഡി ടു സഹിൽ. സോ സഹിലിൻ്റെ അച്ഛൻ്റെ സിസ്റ്ററാണ്, ദാറ്റ് മീൻസ് ആണ്ട്. എപ്പോഴും ഫിഗർ വരയ്ക്കുന്ന കറക്റ്റായിട്ട് വരയ്ക്കണേ. ഓപ്ഷൻ എ. പി പ്ലസ് ക്യൂ ആണ്ട് കറക്റ്റാണ്. പി പ്ലസ് ക്യൂ. ബിക്കോസ് നമുക്ക് ആ ഒരു റിലേഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. ആ പറഞ്ഞ സംടൈംസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മദറാണോ അങ്ങനെ വരുന്ന രീതിയിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ആൻസറിലേക്ക് പിക്ക് ചെയ്യുള്ളൂ. കറക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫിഗർ വരച്ചിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. ദെൻ നെക്സ്റ്റ് വൺ, P plus Q means P is the brother of Q. P minus Q means P is the mother of Q. P into Q means P is the sister of Q. Which of the following means M is the maternal uncle of R? M is the maternal uncle of R. M is the maternal uncle of R. So R ന്റെ ഫസ്റ്റ് എടുക്കണമെങ്കിൽ M plus K plus R. M plus K plus R എടുത്തു കഴിഞ്ഞാൽ M പ്ലസ് ആണ് വരുന്നത്. P ബ്രദർ, വീണ്ടും Q is the brother ആണ് വരുന്നത്. ഉണ്ടോ? ഇവിടെ മെറ്റേണലിൻ്റെ പ്രശ്നമേ വരുന്നില്ല, അതുകൊണ്ട് A ഒഴിവാക്കി. Then M minus R. M minus R. M is the mother of R. M is the mother of R. R plus K. M is the maternal uncle of R. M ഇവിടെ ഇത് നോക്കേണ്ട, M മദർ ആണ് വരുന്നത്. M plus K minus R. M plus K, that means M is the brother. M is the brother of K. M is the brother of K. M is the brother of K. K minus R. That means K is the mother. K is the mother of R. Okay, R ന്റെ മദറിൻ്റെ ബ്രദർ, ദാറ്റ് മീൻസ് മെറ്റേണൽ അങ്കിൾ. സോ ചോയ്സ് സി ഈസ് ദ റൈറ്റ് ആൻസർ. എയും ബിയും വരില്ല, എയും ബിയും വരില്ല. ചോയ്സ് സി ഈസ് ദ റൈറ്റ് ആൻസർ. ചോയ്സ് സി ഈസ് ദ റൈറ്റ് ആൻസർ. Then a woman is going with a boy is asked by another woman. ഒരു വുമൺ ഒരു ബോയ് ആയിട്ട് പോവാണ്. asked by another woman about the relationship between them. The woman replied, ബോയുമായിട്ടുള്ള ഇതാണ് പറഞ്ഞത്. വുമണ്, മൈ മെറ്റേണൽ അങ്കിൾ ആൻഡ്
My maternal uncle and the uncle are his maternal and his, my maternal uncle and the uncle. My maternal uncle and the uncle are. No question. Uncle of his ആയിരിക്കും uncle are his അല്ല uncle of his maternal uncle. My maternal uncle and the uncle of his maternal uncle are the same. നമുക്ക് നോക്കാം. So my, that means woman. Woman's maternal uncle, that means womanന്റെ മദറിന്റെ brother, and his maternal and the uncle of his maternal uncle. So ബോയുടെ മദറിന്റെ ബ്രദർ അങ്കിൾ. സോ ബോയുടെ മെറ്റേണൽ വുമണിൻ്റെ മെറ്റേണൽ അങ്കിളും ബോയുടെ മെറ്റേണൽ അങ്കിളിൻ്റെ അങ്കിളും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓഫ് ഹിസ് മെറ്റേണൽ അങ്കിൾ ആർ സെയിം. സോ വുമണിൻ്റെ മെറ്റേണൽ അങ്കിൾ വുമണിൻ്റെ അമ്മയുടെ ബ്രദറും ബോയുടെ അമ്മയുടെ ബ്രദറിൻ്റെ മെറ്റേണൽ അങ്കിൾ. സോ ദാറ്റ് മീൻസ് ദാറ്റ് വുമണും ആ അങ്കിളും തമ്മിൽ ബ്രദേഴ്സാണ്. ബോയും വുമണും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മദർ ആൻഡ് സൺ. മദർ ആൻഡ് സൺ. മദർ ആൻഡ് സൺ. മദർ ആൻഡ് സൺ. Okay, mother and son. Then next one, if Kamal says Ravi's mother, Kamal പറയാണ് രവിയുടെ mother is the only daughter of my mother. Is the only daughter. Ravi's mother is the only daughter of my mother. Ravi's mother is the only daughter of my mother. So എൻ്റെ അമ്മയുടെ, അതായത് കമലിൻ്റെ അമ്മയുടെ only daughter, that means കമൽ പോയി only daughter ആണ് that lady, then mother. How is Kamal related to Ravi? Kamal is the അമ്മയുടെ ബ്രദർ, മെറ്റേണൽ അങ്കിൾ. രവിയുടെ അമ്മയുടെ ബ്രദർ ആണ് മെറ്റേണൽ അങ്കിൾ. മെറ്റേണൽ അങ്കിൾ. ഓക്കെ, then next one, A is B's sister, C is B's mother, D is C's father, E is D's mother. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എ ഈസ് ബീസ് സിസ്റ്റർ. എ ബിയുടെ സിസ്റ്റർ ആണ്. സോ ബിയുടെ സിസ്റ്റർ ആണ് എ. D is C is B's mother. That means
ബിയുടെ എന്ന് പറഞ്ഞാൽ എയും ബിയും സിബ്ലിങ്സ് ആണ്, എയുടെയും ബിയുടെയും. അപ്പോൾ നമുക്ക് നടക്കുമെന്ന് വരയ്ക്കാം. സി ഈസ് ബീസ് മദർ. സി ഈസ് ബീസ് മദർ. ഡി ഈസ് സീസ് ഫാദർ. ഡി ഈസ് സീസ് ഫാദർ. ഡി ഈസ് സീസ് ഫാദർ. ഇ ഈസ് ഡീസ് മദർ. ഡിയുടെ മദറാണ് ആര്? ഇ. ഡി ഈസ് mother. E is D's mother. Then how is A related to D? A is the dash of D. A is the dash of D. So D യുടെ മകളുടെ മകൾ. സോ എന്ത് വരും? D യുടെ A is, how is A is the dash of D? D യുടെ മകളുടെ ഫസ്റ്റ് ജനറേഷൻ, അതിൻ്റെ അടുത്ത ജനറേഷൻ മകളുടെ മകൾ. That means granddaughter. 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 Okay. Then last question. If A $B means A is the father of B, A hash B means A is the daughter of B, then A @ B means A is the sister of B, then how is K related to M? K related to M. K related to M. In. So K related to M ഇതിലാണ് കണ്ടുപിടിക്കേണ്ടത്. In ഈ ഒരു direction. That means K @ H @ K related to M. If ഞാൻ എഴുതാം H @ K $L #M. Kയും എമ്മും തമ്മിലുള്ള റിലേഷനാണ്. H @ K means means A is the H is the sister. H is the sister of K. Kയുടെ സിസ്റ്റർ ആണ് H. Then K $L. K $L means A. K $L. That means K is the dollar, means K is the father of L. Plus varum L in the father. Then L #M. L #M. That means M is the mother. That means L is the L #M. #B means A is the daughter of B. So L is the first H @ K ആണ്. H @ K ആണെങ്കിൽ H is the A sister of H is the sister of K. Then K $L means K is the father of L. K is the father of L. Then L #M means L is the daughter of B. So L daughter of M. So minus. Previous question. Grandfather. How is A related to D? So ഇവിടെ നോക്കേണ്ടത്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്.
A is dash of D. A is dash. No, how is A related to D ആണ്. A related to D. A is the dash of D. നേരെ തിരിച്ചായിരുന്നെങ്കിലാണ് വരുന്നത് ഗ്രാൻഡ് ഫാദർ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. നോക്കണം. എ ഈസ് ഡാഷ് ഓഫ് ഡിയുടെ ആരാണ്? ഡിയുടെ മകളുടെ മകൾ. ദാറ്റ് മീൻസ് എന്താണ്? ഗ്രാൻഡ് ഡോട്ടർ ആണ് വരുന്നത്. സോ ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു എ എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ തിരിച്ചു വന്നേനെ. ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു എ? എയുടെ ഗ്രാൻഡ് ഫാദർ ആണ്, മദറിൻ്റെ ഫാദർ. ദാറ്റ് മീൻസ് ഗ്രാൻഡ് ഫാദർ ആയനെ. ഓക്കെ, സോ ഇവിടെ എന്ത് വരും? ഹൗ ഈസ് കെ റിലേറ്റഡ് ടു എം? കെയും എമ്മും എന്താണ്? കെ ഈസ് ദ ഡാഷ് ഓഫ് എം. അപ്പോൾ കെ ഈസ് ദ ഡാഷ് ഓഫ് എം. ഒന്നുകിൽ നമുക്ക് രണ്ടുപേരും നമ്മൾ റിലേഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്. കെ ഈസ് ദ ഡാഷ് ഓഫ് എം. സോ എമ്മിൻ്റെ ഹസ്ബൻഡാണ് കെ. എമ്മിൻ്റെ ഹസ്ബൻഡാണ് കെ. കെ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എം. സോ ക്ലിയർലി ഇവിടെ ഡൗട്ട് ചേർന്ന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ തിരിച്ച് വായിക്കരുത്. അതാണ് എപ്പോഴും പറഞ്ഞത്. ഇങ്ങനെ ഒരു ഇത് വന്നാൽ എ ഈസ് ദ ഡാഷ് ഓഫ് ഡി. ഡിയുടെ എ ഈസ് റിലേറ്റഡ് ടു ഡി. എ ഈസ് ദ ഡാഷ് ഓഫ് ഡി. അങ്ങനെ വേണം വായിക്കാൻ. സോ ഡി പെർ വിത്ത് റെസ്പെക്ട് ടു ഡി എ ആരാണ്? ഗ്രാൻഡ് ഡോട്ടർ ആണ് വരുന്നത്. എ ദെൻ ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡി ഈസ് ദ ഡാഷ് ഓഫ് എ. നേരെ തിരിച്ച് വന്നേനെ. ഉണ്ടോ? രണ്ട് ചോയ്സും ഉള്ളപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് വായിക്കണേ എപ്പോഴും. അതാണ് സ്റ്റുഡൻസ് ഇങ്ങനെ നോർമലി ഒരുപാട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ച് തരാറില്ല, ബട്ട് തരാറുണ്ട്. എല്ലാം എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഡിയുടെ മകളുടെ മകളാണ്. ദാറ്റ് മീൻസ് ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ വരുന്നത്. ലോജിക്കൽ റീസണിങ്ങിൽ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്ക് ബ്ലഡ് റിലേഷനിൽ എപ്പോഴും നോർമലി ഇന്ന ഫാദർ ഓഫ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഏതെങ്കിലും ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞു അയാൾ ഇന്ന ആളുടെ ഇന്ന രീതിയിലുള്ള റിലേഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതേപോലുള്ള ക്വസ്റ്റ്യനും ഇങ്ങനെയുള്ള 1-2 ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് കയറി വരുന്നത് ബ്ലഡ് റിലേഷന്. ദെൻ ബേസിക്കലി നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കേസ്, ദെൻ ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് ഡിസ്കസ് ചെയ്തു. സോ ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് കേസിലും എല്ലാം അന്നത്തെ ആ ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്നുണ്ടെങ്കിൽ ഡിഗ്രി പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. സോ നമ്മളുണ്ട് ഏറ്റവും ഇതായിട്ട് വരുന്നത് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റ് വരുന്നത്. ഒന്ന് മറ്റേ ഡിജിറ്റ് നമ്പർ പ്രോബ്ലത്തിലെ സീരീസ് കണ്ടുപിടിക്കാനായിട്ട് ആ കറക്റ്റ് ഒരു റിലേഷൻ അല്ലെങ്കിൽ ഏതാണ് ആ ഒരു ഫോമാറ്റ് എന്ന് കണ്ടുപിടിച്ചില്ല എങ്കിൽ അത് ടൈം എടുക്കും. ദെൻ സെക്കൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കേസിൽ നമുക്ക് 8 അതിൽ കൂടുതലോ അല്ലെങ്കിൽ സർക്കുലറായിട്ട് വന്നിട്ട് അതായത് കറക്റ്റായിട്ട് ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം തന്നു വരുന്ന ഒരു 5-6 അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരുന്ന വരുന്നൊരു ക്വസ്റ്റ്യൻ. ദെൻ ബ്ലഡ് റിലേഷൻ്റെ കേസിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോയിൻറ്റിങ് ടുവേർഡ്സ് എ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ പോയിൻറ്റ് ടുവേർഡ്സ് എ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് 1-2 അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഇൻഫർമേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. സംടൈംസ് അയാളുടെ വൈഫിൻ്റെ അങ്ങനെ കണക്ട് ചെയ്ത് വേറൊരാളുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫിഗർ വരയ്ക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ സംടൈംസ് എന്താണ് ഒള്ളി എന്നൊക്കെ വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് ഒള്ളി വന്നില്ല എങ്കിൽ നമുക്ക് 2 രീതിയിൽ ചിലപ്പോൾ വരയ്ക്കാൻ പറ്റും. ഒള്ളി ആയിട്ട് ചിലപ്പോൾ അസ്യൂം ചെയ്തെടുക്കേണ്ടി വരും. അല്ലാത്ത കേസ് അങ്ങനെ നമ്മൾ ചോയ്സിൽ ഏതാണോ വരുന്നത് അതനുസരിച്ച് ആൻസർ ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഇത്രയാണ് നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൽ വരുന്നത്. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നാളത്തെ സെഷനിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ പ്ലസ് പ്രോബബിലിറ്റി 2 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ബാക്കിയുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ പക്ക തിയറിയാണ്. സ്റ്റഡി മെറ്റീരിയൽ അതേപോലെ നോക്കാം, തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ബാക്കിയുള്ള ചാപ്റ്ററിലെല്ലാം ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഫോമുല പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ നാളെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആ 2 ഏരിയ കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നാളെ രാവിലെ 9 മണിക്ക്. ഓക്കെ, താങ്ക് യു.